ഹായ് ഹലോ ഡിയേഴ്സ്, ഗുഡ് ഈവനിങ്. എന്തൊക്കെയാ എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും? അപ്പം നമ്മുടെ എക്സാംസ് ഒക്കെ ദേ ആർ ഹിയർ. അപ്പം നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് നിങ്ങൾക്കൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. സാധാരണ നമ്മൾ നോർമലി ചെയ്യാറുള്ള പോലെ നമ്മുടെ കുറച്ച് ചാപ്റ്റർ സമ്മറിയോ കുറച്ച് ഗ്രാമറോ കുറച്ച് ഡിസ്കോഴ്സസോ അങ്ങനത്തെ ഒരു പാറ്റേൺ അല്ല നമ്മൾ ഇപ്രാവശ്യം ഫോളോ ചെയ്യുന്നത്. പകരം നിങ്ങൾക്ക് ഭയങ്കര ബെനിഫിറ്റ് ആയിട്ടുള്ള ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇപ്രാവശ്യം വന്നിട്ടുള്ളത്. സോ ജസ്റ്റ് ഷെയർ ദ ലിങ്ക് ടു ഓൾ യുവർ ഫ്രണ്ട്സ്, ലെറ്റ് ദം ഓൾസോ എക്സ്പ്ലോർ, അല്ലെങ്കിൽ ലെറ്റ് ദം ഓൾസോ ഗെറ്റ് ദ ഹെൽപ്പ് ഓഫ് our institution. പെട്ടെന്ന് തന്നെ ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അപ്പം നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞുതരാം. സോ ദ പ്ലാൻ ഈസ് ടു ഡിസ്കസ് ദ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. നമുക്ക് എപ്പോഴും ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എത്രയൊക്കെ നമ്മൾ എക്സാം എഴുതി ശീലിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോഴേക്കും ഒരു ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പം ആ ഒരു ബുദ്ധിമുട്ട് മാറ്റണേ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? വി ഷുഡ് ബി വെരി ഫ്രീക്വന്റ്ലി അറ്റാച്ച്ഡ് വിത്ത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. പെട്ടെന്ന് ഒരുപാട് പ്രാവശ്യം നമ്മൾ കണ്ട ശീലം ഉണ്ടായിരിക്കണം. അപ്പോൾ പിന്നെ നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ വളരെ നൈസായിട്ട് അങ്ങോട്ട് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ വി ആർ ജസ്റ്റ് ഗോയിങ് ഫോർ സം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പം അതിൽ വരുന്ന ടൈപ്സ് നമുക്ക് മനസ്സിലാവും. ഒബ്വിയസ്ലി യു ആർ ഫെമിലിയർ വിത്ത് ദാറ്റ്, ബട്ട് സ്റ്റിൽ നമുക്ക് അത് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ബെനിഫിഷ്യൽ ഫോർ യു. ഓക്കെ, അപ്പം നമ്മൾ അതിൽ വരുന്ന പാറ്റേൺസ്, എങ്ങനെയാണ് ബിഗിനിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യേണ്ടത്, ആൻഡ് ദെൻ ചിലപ്പോൾ ഒക്കെ നമുക്ക് ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും, ഇന്നൊരു രീതിയിലേക്ക് എഴുതാൻ. അപ്പോൾ നമുക്ക് മനസ്സിലാവില്ല വാട്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. നമ്മൾ ഗ്രാമറിൽ പഠിച്ച ഏത് ക്വസ്റ്റ്യനാണ് ഈശ്വര ഇത് എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ആലോചിച്ചിരിക്കാറുണ്ട്. സോ ആ ഒരു കൺഫ്യൂഷൻസ് ഒക്കെ നമുക്കൊന്ന് മാറ്റി എങ്ങനെ ക്വസ്റ്റ്യൻസ് ഏത് ഭാഗത്തു നിന്നാണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. അതിന്റെ കൂടെ തന്നെ we have got lot of discourses, lot of writing portions too. അപ്പോൾ അവിടെ എന്തിനൊക്കെയാണ് ഏത് കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാലാണ് യു ആർ ഗെറ്റിംഗ് മാർക്സ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ വിൽ ബി ഡിസ്കസിങ് along with this. Alright, so അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വിൽ ബി ജസ്റ്റ് ഡിസ്കസിങ് 2 question papers. 2 question papers ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാം. അപ്പം ഹിയർ ഇസ് ദ ഫസ്റ്റ് വൺ. അപ്പോൾ വേഗം കുട്ടികളെയൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ വേഗം വിളിച്ചിട്ട് ഇങ്ങോട്ടേക്ക് എത്തിച്ചോളൂ. അപ്പോൾ ഷാൽ വി സ്റ്റാർട്ട് വിത്ത് ആർ ക്ലാസ്? അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അപ്പോൾ സോ ജസ്റ്റ് ഗെറ്റ് റെഡി. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്സും അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ട് ചെയ്യാനൊക്കെ റെഡി ആയിട്ടിരുന്നോളൂ. എപ്പോഴും ഒരു കാര്യം റെഡിയാക്കി വെച്ചിരിക്കുക, നിങ്ങളുടെ നോട്ട്സ് ഇറ്റ് ഷുഡ് ബി ദർ ഓൺ യുവർ ടേബിൾ. കാരണം നമ്മൾ ഇത്രയും കാലം പഠിച്ചിട്ടുള്ളതൊക്കെയാണ്, ബട്ട് സ്റ്റിൽ നമുക്ക് ചിലപ്പോൾ മിസ് ഔട്ട് ആയി നമ്മൾ എപ്പോഴും കയ്യിൽ നിന്ന് പോകുന്ന ചില പോയിന്റ്സ് ഉണ്ടാവും. സോ യു മേ ബി ഗെറ്റിംഗ് ദാറ്റ് ഫ്രം ദിസ് ക്ലാസ്. സോ നോട്ട് ഇറ്റ് ഡൗൺ സംവെയർ. എന്താണ്, എവിടെ നിന്നാണ്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്ക് നോട്ട് ചെയ്ത് മുന്നോട്ട് അങ്ങ് പോവാം. ഓൾറൈറ്റ്, സോ അപ്പം നമുക്ക് വിതൗട്ട് ഫർദർ അഡു വിൽ ജസ്റ്റ് സ്റ്റാർട്ട് വിത്ത് ദി ഫസ്റ്റ് പാർട്ട്. ഓക്കെ, എപ്പോഴും നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള പാർട്ടാണ് ദിസ് ഇൻട്രൊഡക്ഷൻ. അപ്പം അവിടുത്തെ ഈ ഒരു ആദ്യത്തെ ഒരു ഭാഗം. പക്ഷെ ഒരു കാര്യം ഉണ്ട്, ശ്രദ്ധിച്ച പരിപാടികൾ നോക്കിയിട്ടില്ലെങ്കിൽ കയ്യിൽ നിന്ന് പോകും. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. വാട്ട് ഓൾ തിങ്സ് ഷുഡ് വി ജസ്റ്റ് കോൺസെൻട്രേറ്റ് ഓൺ വെൻ വി ആർ ആൻസറിംഗ് ദി കോംപ്രിഹെൻഷൻ പാസേജ് ക്വസ്റ്റ്യൻസ്? Alright, അപ്പോൾ ഞാൻ I'll just read this. Answer all the questions, each carries 1 score. അപ്പോൾ ഓരോ മാർക്കിന്റെയാണ്, പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. Alright, so I'll just read the first one. Throughout Africa, women are the primary caretakers, holding significant responsibility for tilling the land and feeding their families. As a result, they are often the first to become aware of environmental damage as resources become scarce and they are incapable of sustaining their families. And the women we worked with recounted that, unlike in the past, they were unable to meet their basic needs. And this was due to the degradation of their immediate environment as well as the introduction of commercial farming, which replaced the growing of household food crops. അപ്പം നല്ല വൃത്തിയായിട്ട് വായിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. I just have read the entire paragraph for you. അപ്പം നിങ്ങളുടെ ഇവിടെ ചോദിച്ചിട്ടുണ്ട്, ഇറ്റ്സ് എ വെരി നോൺ പാരഗ്രാഫ് ഫോർ യു. ഏത് ചാപ്റ്റർ എന്നൊക്കെ ഉള്ളതാണെന്നുള്ളത് നിങ്ങൾക്ക് ഇത് വായിക്കുമ്പോഴേ പിടികിട്ടണം. ഇറ്റ്സ് ഡിസ്കസസ് അബൌട്ട് ആഫ്രിക്ക, അവിടുത്തെ ഒരു പരിസ്ഥിതിയാണ്. സോ ഹൂ ഇസ് ദ സ്പീക്കർ എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ വരുന്നത്. സോ ഡെഫിനറ്റ്ലി യു മേ നോ ദി ആൻസർ. ഇറ്റ് ഈസ് വാങ്കാരി മാതൈ. പെട്ടെന്ന് തന്നെ ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. വാങ്കാരി മാതൈ. ഓക്കെ, so that is the answer for that one. Okay, and next comes who are the primary caretakers of Africa according to the passage. ഈ പാസേജ് പ്രകാരം ആരൊക്കെയാണ് ആഫ്രിക്കയുടെ മേജർ ആയിട്ടുള്ള കെയർ ടേക്കേഴ്സ്? ആരൊക്കെയാണ്? ഇറ്റ്സ് എ വെരി സിമ്പിൾ വൺ. ഇവിടെ തന്നെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതാ എല്ലാം സംസാരിക്കുന്ന വിമനെ പറ്റിയിട്ട് തന്നെയാണ് അല്ലെ, സ്ത്രീകളെ പറ്റിയിട്ട് തന്നെയാണ്. സോ വിമൻ ആർ ദ മേജർ കെയർ ടേക്കേഴ്സ്.
ഫസ്റ്റ് ലൈനിൽ തന്നെ അതിന്റെ ആൻസർ എടുക്കുന്നത്. Women are the primary caretakers. Any next comes the next question. What is the next question? Why did the African women fail to meet their basic needs? എന്തുകൊണ്ടാണ് ആഫ്രിക്കൻ വിമൻസ് അവരുടെ ബേസിക് നീഡ്സ് അവർക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റാതെ പോയത്? The major reason from the paragraph, it is clear that it is just because of environmental damage. അവർക്ക് ആവശ്യപ്പെട്ട നാച്ചുറൽ റിസോഴ്സസ് അത് കിട്ടുന്നില്ല. The scarcity of natural resources, it is also mentioned there. The environmental damage and scarce, and they are incapable of sustaining their families. Anyway, next question is, which word in the passage indicates that the meaning to describe how something happened or to recall or remember something? Or can be that എങ്ങനെയാണ് നമ്മൾ ഒരു കാര്യത്തെ റീകോൾ ചെയ്തെടുക്കുക എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ പറയുക. So can you find that word from the passage? എങ്ങനെയാണ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം റീകോൾ ചെയ്യാറ്, പണ്ടത്തെ ഒരു കാര്യം നമ്മൾ വീണ്ടും വീണ്ടും ഓർത്തെടുക്കുക എന്നുള്ളതിനെ പറ്റി പറയുന്നത് ഇറ്റ് ഇസ് ഓഫ് കോഴ്സ് റീകൗണ്ട് അല്ലേ? റീകൗണ്ട്, നമ്മൾ പഴയ കാര്യങ്ങൾ നമ്മൾ ഓർത്തെടുക്കുന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുക. The women who worked with recounted, പഴയ കാര്യങ്ങൾ അവർ ഓർത്തെടുത്ത് അവർ പറയാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു എന്നാണ് റീകൗണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ട് സൂചിപ്പിക്കുന്നത്. സോ പഴയ കാര്യങ്ങൾ ഓർമ്മയിൽ എടുക്കുക. All right, then next comes another part. അവിടെ നമുക്ക് ഒരു poem ആണ് തന്നിട്ടുള്ളത്, Any Women എന്ന് പറയുന്നത്. Read the following lines of the poem Any Women and answer the questions. So I'll just go through the poem. I'm their wall against all danger, their door against the window and snow, to whom a woman laid in a manger, take me not till the children grow. അപ്പം I hope you are familiar with the poem. ഇവിടെ ഈ മാങ്കർ എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ what is the major theme of the poem എന്നൊക്കെയുള്ളത് നിങ്ങൾക്ക് കേൾക്കുമ്പോഴേ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം. And then only you will be able to succeed, അല്ലെങ്കിൽ then only you will be able to understand the questions given. Okay, നോക്കാം. അപ്പോൾ നമുക്ക് ഏതൊക്കെ questions ഉള്ളത് നോക്കാം. What does the poet mean when she says, to whom a woman laid in a manger, take me not till the children grow? അപ്പോൾ ഇവിടെ നമ്മുടെ women എന്താ ആവശ്യപ്പെടുന്നത്? Please don't take me till my children grow. അപ്പോൾ എൻ്റെ മക്കളൊന്ന് വലുതാവുന്നേടം വരെ, അവരുടെ സ്വന്തം കാര്യങ്ങളൊന്ന് നോക്കുന്നേടം വരെ പ്ലീസ് ഡോണ്ട് ടേക്ക് മീ എന്ന് നമ്മുടെ ആ മദർ, അല്ലെങ്കിൽ അവര് നമ്മുടെ ജീസസ് ക്രൈസ്റ്റിന്റെ അമ്മയായിട്ടുള്ള മാങ്കർ എന്ന് പറയുന്ന മേരി അവരുടെ അടുത്ത് പ്രാർത്ഥിക്കുന്നതായിട്ടാണ് പറയുന്നത്. All right. Any, what is the next one? Hey, hello, Phrasal. Okay. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടാ? Yeah, we are going for the next one. What is the symbolic significance of the phrase wind and snow? Windum and snowum. അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? Definitely the dangers as well as the troubles in life. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന dangers as well as troubles. അപ്പം I don't think that I would have to write everything here. ഞാൻ ചെറുതൊക്കെ ആണെങ്കിൽ dangers and troubles, നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ നനച്ചിരിക്കാണ്ട് പെട്ടെന്ന് കയറി വരുന്ന ഡേഞ്ചേഴ്സും ട്രബിൾസും ആണ് അവിടെ നമ്മൾ മീൻ ചെയ്യുന്നത് വിൻഡ് ആൻഡ് സ്നോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആൻഡ് നൗ വിൽ ഗോ ഫോർ ദ നെക്സ്റ്റ് question. Identify the figure of speech in the line. I'm their wall against all danger. I'm their wall against all. എല്ലാ അപകടങ്ങൾക്കും മുന്നിൽ അവരുടെ ഒരു വാളായിട്ട് ഞാനായിരിക്കും നിൽക്കുക. Is it like the mother? ആ അമ്മ ഒരു വാളായിട്ട് നിൽക്കുന്നു എന്നാണോ? അല്ല. അപ്പൊ സോ ദിസ് മദർ ഇസ് കമ്പയറിംഗ്, ഒരു ഡയറക്റ്റ് കമ്പാരിസൺ അല്ല, ഡയറക്റ്റ് ആയിട്ട് അങ്ങോട്ട് പറയണം ഞാനൊരു വാളാണ്. സോ ഇറ്റ് ഇസ് ഡെഫിനറ്റ്ലി what can be? It is definitely what? Is it simile or metaphor? It is metaphor. എന്തുകൊണ്ടാണ് മെറ്റഫർ ആണെന്ന് പറഞ്ഞതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്? ബിക്കോസ് വി ഡോണ്ട് ഹാവ് എനി ഡയറക്റ്റ് ലൈക്കോ ആസോ ഉപയോഗിച്ചിട്ടുള്ള കമ്പാരിസൺ അല്ല. ഇവിടെ പറയുകയാണ് ഞാനൊരു വാളാണ്, ഞാനൊരു ഭിത്തി പോലെ നിൽക്കുകയാണ് എല്ലാ എൻ്റെ മക്കളെ അല്ലെങ്കിൽ എല്ലാ ഡേഞ്ചേഴ്സിൽ നിന്നും രക്ഷിക്കാൻ. അപ്പോൾ ഷീ ഹെർസെൽഫ് is saying that she is a wall. അപ്പോൾ അതുകൊണ്ട് തന്നെ it is a metaphor. And then what do you mean by the word manger? എന്താണ് manger? I have already told you. എന്താണ് അതിൻ്റെ mangerന്റെ meaning? The mother of Jesus Christ, മേരിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. Okay, so she is requesting all these things to Jesus Christ and his mother. Okay, hope that much is clear for you. നമുക്കിനി shall we go for the next part? ഇനി നോക്കി 9 to 12 ആണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ആൻസർ any 3 questions which carries 2 scores. 2 മാർക്ക് വീതമുള്ളതാണ്. The mistake that we always commit is that 3 എണ്ണം എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 4 എണ്ണം എഴുതും. 2 എണ്ണം എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൊടുത്തിരിക്കുന്ന 3 എണ്ണം നമ്മൾ ആൻസർ ചെയ്യും. സോ ദാറ്റ് വിൽ ബി ജസ്റ്റ് ലൂസിങ് our ടൈം. നമുക്ക് ബാക്കിയുള്ളത് എഴുതാനുള്ള സമയമായിരിക്കും വി ആർ ജസ്റ്റ് ലൂസിങ്. സോ പ്ലീസ് റീഡ് ദ ക്വസ്റ്റ്യൻസ് വെരി കെയർഫുള്ളി. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് വി ഹാവ് ഗോട്ട് 3 questions. അതിലേതെങ്കിലും 2 എണ്ണം മാത്രം ആൻസർ ചെയ്യാം. ആൻഡ് ഇറ്റ് ഇസ് ഹാവിംഗ് 2 marks. ഓക്കെ, സോറി, any 3 questions അതിൽ 2 മാർക്കിൽ എടുക്കുക. 4 questions ആയിരിക്കും അവിടെ ഉണ്ടാവുക. What is Horagallu and what is it meant for? എന്താണ് Horagallu?
ആൻഡ് വാട്ട് ഡസ് ഇറ്റ് മീൻ, അല്ലെങ്കിൽ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഹൊറഗുലു എന്ന് പറഞ്ഞാൽ ലിറ്ററലി വാട്ട് ഇസ് ഇറ്റ്സ് മീനിങ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോൺ ബെഞ്ചാണ് വിച്ച് ക്യാരീസ് ഓൾ ദ ബർഡൻസ്, അല്ലെങ്കിൽ ആ ഒരു വെയിറ്റ് ഒക്കെ താങ്ങുന്ന ഒരു സ്റ്റോണിനെയാണ് നമ്മൾ ഹൊറഗല്ലു എന്ന് പറയുന്നത്. സോ ഹിയർ വാട്ട് ഡസ് ഇറ്റ് മീൻ? ഇവിടെ പേഴ്സൺസ് who are acting like ഹൊറഗലുസ്, മറ്റുള്ളവരുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് the one who is always ready, അവരെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഹൊറഗലൂസ് എന്ന് പറയുക. ആൻഡ് they are like ഭയങ്കരമായിട്ട് ട്രാവൽ ചെയ്ത് ടയേർഡ് ആയിട്ടൊക്കെ വന്നിരിക്കുന്ന ആൾക്കാർക്ക് വളരെ പീസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു പ്ലേസും കൂടിയാണ് ഹൊറഗലു. ഓക്കെ, സോ ദാറ്റ് ഇസ് എ ലിറ്ററൽ മീനിങ്. അതിന്റെ ബാക്കിലുള്ള ദ ഇൻസൈഡ് മീനിങ് ഇസ് ദാറ്റ് പീപ്പിൾ, നമ്മുടെ സ്റ്റോറിയുടെ കോണ്ടെക്സ്റ്റിൽ നോക്കുമ്പോൾ ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ ലൈക്ക് പീപ്പിൾ ദോസ് ഹു ആർ സിറ്റിംഗ്, അല്ലെങ്കിൽ പീപ്പിൾ ദോസ് ഹു ആർ ഓൾവേസ് റെഡി ടു ലിസൺ ടു അതേഴ്സ്. മറ്റുള്ളവരുടെ സങ്കടങ്ങളൊക്കെ കേട്ട് അവരേക്ക് ഒന്ന് ആശ്വസിപ്പിക്കാൻ, മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കേൾക്കാൻ നിന്ന് കൊടുക്കുക എന്ന് പറയുന്നത് ദാറ്റ് ഇസ് എ വെരി ഗുഡ് തിങ് അല്ലേ? നോട്ട് എ ഗുഡ് തിങ് ബട്ട് ഇറ്റ്സ് എ വെരി ഗ്രേറ്റ് തിങ്. പലപ്പോഴും നമ്മൾ കേൾക്കാൻ തയ്യാറാവാറില്ല, നമുക്ക് സൗകര്യമില്ല, ഇവന്റെ ഈ കത്തിയടി അല്ലെങ്കിൽ ഇവന്റെ സങ്കടം മുഴുവൻ കേട്ടോണ്ടിരിക്കാൻ ആർക്ക് നേരം ഉണ്ടെന്ന് പറഞ്ഞാൽ വിൽ ബി ജസ്റ്റ് ഗോയിങ് ഔട്ട് ഓഫ് ദാറ്റ്. ബട്ട് അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, ദേ ആർ കോൾഡ് ആസ് ഹൊറഗലൂസ്. ഓൾറൈറ്റ്, അപ്പോൾ ദാ നെക്സ്റ്റ് നോക്കിക്കേ. ഐ ഓൾവേസ് കമ്പയർ വിമൻ ടു മാച്ച് ബോക്സ്. വാട്ട് ഡസ് ആശപൂർണ ദേവി സേ സോ? വൈ ഡസ്, എന്തുകൊണ്ടാണ് വിമനെ എപ്പോഴും മാച്ച് ബോക്സ് ആയിട്ട് കണക്കാക്കാറുള്ളത്? Can anyone answer for that? Can anyone have an answer? എന്തുകൊണ്ടാണ് ആശാപൂർണ ദേവി ഈ മാച്ച് ബോക്സസിനെ അല്ലെങ്കിൽ സ്ത്രീകളുമായിട്ട് കമ്പയർ ചെയ്യുന്നത്? വാട്ട് ഇസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് മാച്ച് ബോക്സ്? എന്താ മാച്ച് ബോക്സിന്റെ പ്രത്യേകത? ഇറ്റ് ഈസ് ലൈക്ക്, അത് നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോഴേക്കും ഇറ്റ്സ് എ വെരി സ്മോൾ തിങ്, ഭയങ്കര ഇതൊന്നുമില്ല, ചെറിയൊരു സാധനമാണ് അല്ലേ, ഒരു ചെറിയൊരു പീസ് ഓഫ് സാധനമാണ്. ബട്ട് ഇറ്റ് ഹാസ് ഗോട്ട് ലോട്ട് ഓഫ് പവർ ഇൻസൈഡ് അല്ലെ. അതൊന്നും ഉരച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ജസ്റ്റ് ബേൺ തിങ്സ് അല്ലെ. ഒരുപാട് സാധനങ്ങൾ നശിപ്പിക്കാൻ വരെ കേപ്പബിൾ ആയിട്ടുള്ള സാധനം ആ ഒരു സംഭവം അതിനുള്ളിലുണ്ട്. ബട്ട് സ്റ്റിൽ ഇറ്റ് ലുക്സ് വെരി ക്യൂട്ട്, വളരെ ചെറിയൊരു സാധനമാണ്. സോ ദാറ്റ് ഇസ് വൈ വിമൻ ആർ ഓൾസോ വെരി പവർഫുൾ, ബട്ട് they don't look like, അവർക്ക് പെട്ടെന്ന് അവരെ കാണുമ്പോഴേക്കും നമുക്ക് we don't feel like they are so much powerful, they are really great or they are really having that much of energy എന്ന് നമുക്ക് തോന്നത്തില്ല. but they have that power inside them. അതുകൊണ്ടാണ് ആശാപൂർണ ദേവി she is comparing women to matchbox. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ അവരെപ്പോഴും calm and quiet ആയിട്ടായിരിക്കും ഇരിക്കുക, but still they have got the power inside. Then what is the humor and sarcasm in the story Crime and Punishment? Explain. നമ്മുടെ Crime and Punishment നമ്മുടെ ആ ടീച്ചറുടെ സ്റ്റുഡന്റിന്റെയും ചാപ്റ്റർ ആണ്. അവിടെ എന്താണ് ഹ്യൂമർ ആൻഡ് സർക്കാസം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വാട്ട് ഇസ് ദിസ് ഹ്യൂമർ? അവിടുത്തെ ഹ്യൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വലി ടീച്ചേഴ്സ് ആയിരിക്കും കുട്ടികളെ ഡീൽ ചെയ്യുക അല്ലെങ്കിൽ അവരെ ഗൈഡ് ചെയ്തുകൊണ്ട് പോവുക. ബട്ട് ഹിയർ ദ സ്റ്റുഡന്റ് ഇസ് ആക്ച്വലി മേക്കിംഗ് ദ ടീച്ചർ ഓൺ ഹിസ് ഓൺ വേ. അപ്പൊ ദാറ്റ് ഇസ് ദി ഹ്യൂമർ. അവനെ ടീച്ചറെ പ്രാങ്ക് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട്. സോ ദാറ്റ് ഇസ് ദ ഹ്യൂമർ ദാറ്റ് ഇസ് ബ്രോട്ട് ഔട്ട് ഇൻ ദി സ്റ്റോറി. ആൻഡ് വാട്ട് ഇസ് ദ സർക്കാസം? ഇവിടെ കുട്ടിയെ റൈറ്റ് ആയിട്ടുള്ള രീതിക്കല്ലാണ്ട് ഒരു ഓവർ പാരന്റിങ്, അതെങ്ങനെയാണ് that influences a child എന്നുള്ളതാണ്. that is a sarcasm which is being discussed in this story. അപ്പൊ ഇവിടെ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് you won't be able to answer all these questions if you are not familiar with the textbook. ടെക്സ്റ്റ് ബുക്ക് നല്ല ഷുവറായിട്ട് നല്ല വൃത്തിയായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ യു വിൽ ബി ഏബിൾ ടു ആൻസർ ഈച്ച് ആൻഡ് എവറി ക്വസ്റ്റ്യൻസ് വിച്ച് ആർ ആസ്ക്ഡ്. ഓക്കെ, അപ്പോൾ ഐ വോണ്ട് സേ ദാറ്റ് നാളെ നിങ്ങൾക്ക് എക്സാം ഉണ്ട് എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഫുള്ള് ചാപ്റ്റർ ഒന്നിരുന്ന് വായിച്ചു കഴിഞ്ഞാൽ യു വെ നോട്ട് ബി ഏബിൾ ടു. ബട്ട് സ്റ്റിൽ യു ഹാവ് ഗോട്ട് ടൈം ഫോർ യുവർ പബ്ലിക് എക്സാം. അപ്പോൾ എന്താണ്, സമയം കിട്ടുമ്പോൾ നിങ്ങൾക്ക് വെനവർ യു ഹാവ് ദ ടൈം വായിച്ച് ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് ജസ്റ്റ് മേക്ക് നോട്ട്സ്. ഓരോരോ പോയിന്റ്സ് ഓരോ ഭാഗത്തു നിന്നും ഇന്നതാണ് ഇമ്പോർട്ടൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് യു ക്യാൻ ജസ്റ്റ് മേക്ക് നോട്ട്സ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാമിൻ്റെ തലേദിവസം ആകുമ്പോഴേക്കും ഇറ്റ് വിൽ ബി വെരി ഈസി ഫോർ യു ടു ഗെറ്റ് ദി പോയിന്റ്സ്. ഇങ്ങനെ മുങ്ങി തപ്പി വലിയ ടെക്സ്റ്റ് ബുക്കിൽ 4, 5, 6 പേജുകളുള്ളത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കര ടയർഡ് ആവുകയും ചെയ്യും. യു വിൽ ഓൾസോ ഗെറ്റ് ടെൻസ്ഡ്. അപ്പോൾ അതിന് പകരം എന്താ, നോട്ട്സ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ, നമ്മുടെ എക്സാമിൻ്റെ ദിവസം ആകുമ്പോഴേക്കും ബുക്ക് എടുക്കുക, നോട്ട്സ് നോക്കുക, ദെൻ ഇറ്റ് ഇസ് ക്ലിയർ. ഓക്കെ, അപ്പോൾ ആ ഒരു നോട്ട് മേക്കിംഗ് പ്രോസസ്സ് എപ്പോഴും ഫോളോ ചെയ്യാം. ഇറ്റ് വിൽ ബി വെരി യൂസ്ഫുൾ ഫോർ യു. അതെ, അപ്പോൾ നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്താലോ. സോ വിൽ ഗോ ഫോർ ദ നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, യു ആർ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ എ ഡിബേറ്റ് ഓൺ ദ ടോപ്പിക് എൻവയോൺമെന്റൽ കൺസർവേഷൻ ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ എക്കണോമിക് ഗ്രോത്ത്. റൈറ്റ് 2 ആർഗ്യുമെന്റ്സ് ഇൻ ഫേവർ ഓഫ് ദ ടോപ്പിക്. അപ്പം നമുക്ക് ഒരു ടോപ്പിക്ക് തന്നിട്ടുണ്ട്, എൻവയോൺമെന്റൽ കൺസർവേഷൻ ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ എക്കണോമിക് ഗ്രോത്ത്. ഫിനാൻഷ്യലി ഉള്ള ഒരു ഗ്രോത്തിനേക്കാളും കൂടുതൽ നമുക്ക് വേണ്ടത് എൻവയോൺമെന്റ്
നേച്ചർ അല്ലെങ്കിൽ നമ്മുടെ പരിസ്ഥിതിപരമായിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ്, അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ നിങ്ങൾ അതിനെ ഫേവർ ചെയ്തുകൊണ്ടുള്ള 2 ആർഗ്യുമെന്റ്സ് കൊടുക്കുക. വാട്ട് ക്യാൻ ബി ദറ്റ് ആർഗ്യുമെന്റ് എന്നൊക്കെ കൊടുക്കാം. എന്തൊക്കെ ആർഗ്യുമെന്റ്സ് കൊടുക്കാം? ഒന്നുകിൽ നിങ്ങൾക്ക് പറയാം എൻവയോൺമെന്റൽ കൺസർവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇറ്റ് വിൽ ജസ്റ്റ് ലീഡ് ടു എക്കണോമിക്. അത് കാരണം പരിസ്ഥിതി ഉണ്ടെങ്കിലേ, അല്ലെങ്കിൽ നമ്മളെപ്പോഴും പറയാറുണ്ട് ചുവരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റൂ അല്ലെ. അപ്പം നേച്ചർ ഉണ്ടെങ്കിലേ മനുഷ്യനുണ്ടാവുള്ളൂ, മനുഷ്യനുണ്ടെങ്കിലേ നമുക്ക് ഈ പറഞ്ഞ എക്കണോമിക് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള സ്റ്റെബിലിറ്റി ഒക്കെ നേടാൻ പറ്റുള്ളൂ. സോ ദാറ്റ് ഇസ് വൺ ആർഗ്യുമെന്റ്. ആൻഡ് അതർ ആർഗ്യുമെന്റ് ക്യാൻ ബി ലൈക്ക് എന്തായിരിക്കും കൊടുക്കാൻ പറ്റുക? എൻവയോൺമെന്റൽ കൺസിഡറേഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രോഗ്രസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഫാമിംഗ് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ഗ്യാരണ്ടി ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അതിൽ നിന്നും നമുക്ക് വി ക്യാൻ ജസ്റ്റ് അറ്റൈൻ എക്കണോമിക് സെക്യൂരിറ്റി. നമ്മുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വി ക്യാൻ ജസ്റ്റ് ഹാവ് ദാറ്റ്. ഓൾറൈറ്റ്, അപ്പൊ അത് കഴിഞ്ഞു. ആൻഡ് നൗ വി ആർ ഗോയിങ് ഫോർ ദ നെക്സ്റ്റ് വൺ. 2 ആർഗ്യുമെന്റ്സ് നമ്മൾ പ്ലേസ് ചെയ്തു. ആൻഡ് നെക്സ്റ്റ് വൺ നോക്കിയേ, ആൻസർ 5 questions. 5 questions തന്നിട്ടുണ്ടാവും. അതിൽ 5 questions ആൻസർ ചെയ്യുക. ആൻഡ് ഈച്ച് ക്യാരീസ് 4 marks. 5 questions അല്ല, 6 questions will be there. ഓക്കെ, അപ്പൊ നോക്കിയേ. ഹലോ, ഗുഡ് ഈവനിങ്. ഓൾറൈറ്റ്, എഡിറ്റ് ദി ഫോളോയിങ് പാസേജ്. ആദ്യത്തെ തന്നെ എഡിറ്റിംഗ് ആണ്. നോക്കിയേ. There is people who is daring enough to go for any extent to pursue their dreams. അപ്പൊ 4 മിസ്റ്റേക്സ് ആയിരിക്കും മോസ്റ്റ് പ്രോബബ്ലി ഉണ്ടാവുക. There is people, അവിടെ തന്നെ നമുക്ക് പരിപാടി മനസ്സിലായിട്ടുണ്ട്. What is happening there? What is a mistake there? There is people എന്ന് പറയാം. People itself is a group of people. അപ്പോൾ that is a plural one. So അവിടെ എന്തായിരിക്കും? What should be the difference? Instead of this is, are should be there are people who is daring. There are people. People എന്നുള്ളത് അവിടെ it's a plural one. Then it should also be who are daring. Who are daring. Any to go for any. ഇവിടെ enough to go for any extent. അവിടെ എന്തായിരിക്കും? What can be the difference? Enough to go for ആണോ enough to go to? Go for എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനായിട്ട് എന്നുള്ള മീനിങ് പറയണമെങ്കിൽ enough to go to any extent to pursue their dreams. Is this right? Their എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടത്തെ ഡ്രീംസ് എന്നാണോ? നോ, ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താ? അവരുടെ ഡ്രീംസ്. സോ ഇറ്റ് ഇസ് ലൈക്ക് THEIR. That should be place. So 4 മിസ്റ്റേക്സ് നമ്മൾ കണ്ടുപിടിച്ചു. We have got 4 marks. 4 marks വെറുതെ പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നു. Alright, അധികം സമയമൊന്നും എടുക്കണ്ട. Within 1 minute, not even 1 minute is needed to get this done right. Okay, അപ്പോൾ നോക്കി അടുത്ത് നോക്കാം. Comment on the aptness of the title of the poem. This is going to hurt just a little bit. ആ ഒരു പോയം ഏതാണെന്ന് മനസ്സിലായെന്ന് വെച്ചിരിക്കുന്നത്. Which is that poem? നമ്മുടെ ഡെന്റിസ്റ്റിനെ കാണാൻ പോകുന്ന ആ ഒരു സിറ്റുവേഷനെ കുറച്ച് പെയിൻഫുൾ ആയിട്ടുള്ളതാണ്. പല്ലൊക്കെ പറിക്കാൻ പോകുമ്പോഴേക്കും ഡെഫിനറ്റ്ലി വിൽ ബി ഹാവിംഗ് പെയിൻ അല്ലെ. അപ്പൊ ആ ഒരു സിറ്റുവേഷനെ കുറച്ച് പ്ലസന്റ് ആയിട്ട് കുഴപ്പമില്ല, നല്ല അടിപൊളി സെറ്റപ്പ് ആയിട്ട് കാണിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുള്ള ഒരു പോയമാണ്. സോ യു ജസ്റ്റ് ഹാവ് ടു കമന്റ് ഓൺ ദ സ്റ്റേറ്റ്മെന്റ്, ഓൺ ദ ടൈറ്റിൽ. ദിസ് ഇസ് ഗോയിങ് ടു ഹേർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ്. അപ്പൊ ഇതിനെ വെച്ചിട്ട് നിങ്ങൾ കമന്റ് ചെയ്യണം. ഈ ഒരു ടൈറ്റിൽ ഈസ് ഇറ്റ് വെരി ആപ്റ്റ് ഫോർ ദി തിങ്. അപ്പൊ ഇവിടെ എന്താ നമ്മുടെ പോയിന്റ് ഉദ്ദേശിക്കുന്നത്? വളരെ വിയേർഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ, നല്ല അത്യാവശ്യം പെയിൻ ഒക്കെ ഉണ്ടാകാൻ പോകുന്ന ഒരു സിറ്റുവേഷന് കുറച്ച് പ്ലസന്റ് ആയിട്ട് നമ്മുടെ മുന്നിൽ പ്രസന്റ് ചെയ്യിക്കാൻ, ഒരു കോമിക് ആയിട്ടുള്ള ഒരു രീതിയിൽ പ്രസന്റ് ചെയ്യിക്കാനാണ് നമ്മുടെ പോയിന്റ് വാസ് ആക്ച്വലി ട്രൈങ്. ബട്ട് ഡിഡ് ദാറ്റ് ഹാപ്പൻ? ഒരു ഡെന്റിസ്റ്റിനെ കാണുന്നുണ്ട് ആൻഡ് ദാറ്റ് ടേൺസ് ഇൻടു വെരി പെയിൻഫുൾ തിങ്സ്. ബട്ട് സ്റ്റിൽ കുറച്ചൊക്കെ അദ്ദേഹത്തിന്റെ ലൈൻസ് കുറച്ചൊക്കെ എക്സാജറേറ്റഡ് ആണ്, ഉള്ളതിനേക്കാളും കുറച്ച് കൂടുതലായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. സോ ദിസ് ഇസ് അബ്സല്യൂട്ട്ലി ദിസ് ഇസ് ഗോയിങ് ടു ഹേർട്ട് ജസ്റ്റ് ലിറ്റിൽ ബിറ്റ്. അത് ആപ്റ്റാണ്. കാരണം പല്ല് പറിക്കാൻ പോകുമ്പോൾ ഏതായാലും ആരും ഒരു വേദന ഇല്ലാണ്ട് ഒരു കാര്യവും അറിയാണ്ട് നമ്മൾ ഏതായാലും തിരിച്ചു വരില്ല. സോ ദിസ് ടൈറ്റിൽ ഇസ് ജസ്റ്റ് ആപ്റ്റ് ഫോർ ദി പോയിന്റ്. കാരണം ഈവൻ ദോ ഹി വാസ് ട്രൈങ് ടു മേക്ക് ദാറ്റ് സിറ്റുവേഷൻ ഇൻടു എ പ്ലസന്റ് വൺ, ഇറ്റ് ഡിഡ്ന്റ് ഹാപ്പൻ. Okay, so one more thing, I should get some comments, I should get some answers from your part too. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കോൺവെർസേഷൻ ഒക്കെ പോലെ പോയിട്ട് മുന്നോട്ട് പോവാം. അപ്പോൾ that would be great. Okay, അല്ലാണ്ട് ഞാൻ തന്നെ അതിന് ആൻസർ പറഞ്ഞുകൊണ്ടിരിക്കുക and you are just sitting like passive learners, അതൊരു സുഖമല്ല. So I want responses from your part too. Okay, അപ്പം വേഗം റെസ്പോൺസസ് അയക്കിച്ചു. I think you are all familiar with all these things. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആൻസേഴ്സും വേഗം പോരട്ടെ കേട്ടോ. Okay, so can I continue? അപ്പോൾ നിങ്ങളുടെ റെസ്പോൺസ് കിട്ടിയാലേ നമുക്ക് ഇറ്റ് ക്യാൻ ബിക്കം എ ലൈവ് വൺ. ഓക്കെ, അതർവൈസ് ഐ വിൽ ബി ജസ്റ്റ് ലൈക്ക് ഞാനിങ്ങനെ ബ്ലാ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യു ആർ ബി ജസ്റ്റ് ലിസണിങ്, കുറച്ച് പേര് അവിടെ ഇട്ടിട്ട് പോകും. ദാറ്റ് ഇസ് നോട്ട് എ ഗുഡ് വൺ. ഓക്കെ, സോ ഐ ഹോപ്പ് ദാറ്റ് യു വിൽ ഓൾസോ റെസ്പോണ്ട്. ശരി, അപ്പം നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഇവിടെ നോക്കിയേ, യു ഹാവ് ഗോട്ട് ദാറ്റ് നമ്മുടെ മേജർ ആയിട്ടുള്ള റൈറ്റിംഗ് പോർഷൻസ് ആണ് നമുക്കിപ്പോൾ വന്നിട്ടുള്ളത്. ഹോപ്പ് ദിസ് ഇസ് വിസിബിൾ ഫോർ യു.
The postal assistant in the play paused early for Christmas, quits her job, commenting, I'm going down the road to work at the animal dispensary. Okay, hope you got the story. മനസ്സിലേക്ക് വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. And animals don't do such silly things. Do you think it was an appropriate remark on the part of a responsible official like the postal assistant? Express your opinion in a paragraph. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻ ആണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ആ ഒരു പോസ്റ്റൽ അസിസ്റ്റന്റ്, ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പൊസിഷൻ വഹിക്കുന്ന ഒരു പോസ്റ്റൽ അസിസ്റ്റന്റിന്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള ഒരു റിമാർക്ക് വന്നത് ഈസ് ഇറ്റ് ഗുഡ്? അത് ശരിയായോ അല്ലെങ്കിൽ അത് തെറ്റായിരുന്നോ? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? അത് ശരിയായിപ്പോ അല്ലെങ്കിൽ തെറ്റായിപ്പോയോ എന്നുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ യു ജസ്റ്റ് ഹാവ് ടു സ്റ്റേ ദർ. നിങ്ങളുടെ എക്സ്പ്രസ് യുവർ ഒപ്പീനിയൻ എന്നാണ് പറഞ്ഞത്. സോ വാട്ട് ഡു യു തിങ്ക്? അപ്പൊ അവിടെ നിങ്ങൾക്ക് മാർക്ക് വരുന്ന ദ റെലവൻസ് ഓഫ് ദ കണ്ടന്റ്, നിങ്ങൾ ആ പ്രസന്റ് ചെയ്യുന്ന കോണ്ടന്റ് എത്രത്തോളം റെലവെന്റ് ആണ് എന്നുള്ളതിനനുസരിച്ചായിരിക്കും യു വിൽ ബി ഗെറ്റിംഗ് ദി മാർക്സ്. അപ്പൊ എന്തൊക്കെയാ അവിടെ പറയേണ്ടത്? എന്തുകൊണ്ടാണ് വൈ ഡിഡ് ദിസ് പോസ്റ്റൽ അസിസ്റ്റന്റ് ടേക്ക് സച്ച് എ ഡിസിഷൻ? കാരണം അവർ സഹി കേട്ടോ, അവരുടെ അടുത്തേക്ക് വരുന്ന കസ്റ്റമേഴ്സിന്റെ ബിഹേവിയർ കൊണ്ട് ദേ ജസ്റ്റ് ഹാവ് ഗോട്ട് ഫെഡ് അപ്പ്. അവർ തീരെ മടുത്തു പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് ക്വസ്റ്റ്യനിങ് ദി ഡിഗ്നിറ്റി ഓഫ് ഹർ പ്രൊഫഷൻ. ആ ഒരു പ്രൊഫഷനെ പോലും ഇല്ലാണ്ടാക്കുന്ന പോലെയായിരുന്നു. ആൻഡ് ദാറ്റ് ഇസ് വൈ ഷീ ജസ്റ്റ് കൺസിഡേർഡ് അല്ലെങ്കിൽ ഷീ ജസ്റ്റ് മെയ്ഡ് ദിസ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ അബ്രപ്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല അവർ ചെയ്തത് തീരെ ശരിയായില്ല എന്ന് നമുക്ക് പറയുന്നതിൽ ഒരർത്ഥമില്ല. ബിക്കോസ് ഷീ വാസ് സഫറിങ് ത്രൂ എ ലോട്ട് ഓഫ് തിങ്സ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഷീ വാസ് ഡീലിംഗ് ത്രൂ. അപ്പൊ ആ ഒരു കാര്യം മനസ്സിലാക്കി വെച്ചിട്ട് വി കൻ ജസ്റ്റ് സേ ദാറ്റ് ഇറ്റ് വാസ് നോട്ട് എൻ അബ്രപ്റ്റ് സ്റ്റേറ്റ്മെന്റ്. അവർ പറഞ്ഞത് എൻറ്റയർലി റോങ് ആയിരുന്നു നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. എന്താ നമ്മൾ എപ്പോഴും പറയാറില്ല, നമ്മൾ ഒരാളുടെ ക്ഷമയെ പരീക്ഷിക്കുന്നതിനൊക്കെ ഒരു അതിരുണ്ടെന്ന്. അപ്പൊ ഏതൊരു മനുഷ്യനാണെങ്കിലും ഇഫ് ദേ ജസ്റ്റ് ഹാവ് ലോസ്റ്റ് ദെയർ പേഷ്യൻസ് ദേ കാൻ കൺട്രോൾ, ബട്ട് സ്റ്റിൽ ഷീ ജസ്റ്റ് ഹാവ് മെയ്ഡ് ദാറ്റ് കമന്റ്. ഓക്കെ, അപ്പൊ അത്രത്തിലേ നമുക്ക് പറയാൻ പറ്റില്ല. ആൻഡ് വാട്ട് എവർ യുവർ ആൻസേഴ്സ് യു ഷുഡ് പ്രൂവ് ഇറ്റ്, യു ഷുഡ് എക്സ്പ്രസ് ഇറ്റ് ത്രൂ യുവർ സ്ട്രോങ് ആർഗ്യുമെന്റ്സ്. നിങ്ങളുടെ ആ ആർഗ്യുമെന്റ്സ് ക്ലിയർ ആയിട്ട് അവിടെ പ്ലേസ് ചെയ്തിരിക്കണം. ആൻഡ് ദാറ്റ് ഡു ഹാവ് ദി മാർക്സ് ഫോർ ഇറ്റ്. ഓക്കെ, നൗ ഷാൽ വി ജസ്റ്റ് ഗോ ഫോർ ദി നെക്സ്റ്റ് വൺ? ഓക്കെ, അപ്പൊ നോക്കിയേ അടുത്തതിലേക്ക് പോവാം. ഓക്കെ, elaborate the idea in the line good fences make good neighbors from the poem Mending Wall. മെൻഡിങ് വാൾ റോബർട്ട് ഫ്രോസ്റ്റിന്റെ. അപ്പൊ അവിടെ നമുക്കൊരു ഒരു ലൈനാണ് തന്നിട്ടുള്ളത്, ഗുഡ് ഫ്രണ്ട്സ്, ഐ മീൻ ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. നല്ല ചുമരുകളാണ് അല്ലെങ്കിൽ നല്ല മതിലുകളാണ് നല്ല നെയ്ബേഴ്സിനെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. സോ യു ഹാവ് ടു എക്സ്പ്രസ് അല്ലെങ്കിൽ ഇതിനെ നിങ്ങളൊന്ന് എലാബറേറ്റ് ചെയ്യണം. ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിന് വാട്ട് യു തിങ്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് നിങ്ങൾ സ്റ്റേറ്റ് ചെയ്യുക. ഇസ് ഇറ്റ് ട്രൂ? വാട്ട് യു തിങ്ക്? ഹേ അഖില, ഹലോ, എന്താണ് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ? ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്, ശരിയാണോ? വാട്ട് യു തിങ്ക് അബൌട്ട് ദാറ്റ്? നിങ്ങൾ ഇത് പഠിച്ചിട്ടുള്ള സെയിം സാധനം തന്നെയാണ്. ഈ പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ? നമ്മൾ വേറൊരു ചൊല്ലും കൂടെ അതിന്റെ കൂട്ടത്തിൽ പറയാറുണ്ട്, എന്താണ്, സ്വരം നന്നായിരിക്കുമ്പോഴേ പാട്ട് നിർത്തുക. അപ്പൊ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് യു ആർ ഹാവിങ് സം ഗുഡ് റിലേഷൻസ് അതിന് എപ്പോഴും ഒരു ബൗണ്ടറി ഉണ്ടായിരിക്കണം. ഒരു ബൗണ്ടറിയും ഇല്ലാണ്ട് ഭയങ്കരമായിട്ട് ഓവറായി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ഹാവ് സം പ്രോബ്ലംസ്. ഒരു ബൗണ്ടറി ഇല്ലാണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാധനത്തിന് ഇറ്റ് ക്യാൻ ക്രിയേറ്റ് ലോട്ട് ഓഫ് പ്രോബ്ലംസ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ നല്ല സൗഹൃദങ്ങൾ, നല്ല അയൽവാസി ബന്ധങ്ങൾ ഉണ്ടാവണമെങ്കിൽ തീർച്ചയായിട്ടും അതിനിടയ്ക്ക് ഒരു വാൾ ഉണ്ടാവണം. അങ്ങനെ ഒരു വാൾ ഉണ്ടായാൽ എന്താ സംഭവിക്കുക? അങ്ങോട്ടുള്ള ഇന്ററാക്ഷൻസിന് ഒരു ചെറിയൊരു ലിമിറ്റ് ഒക്കെ ഉണ്ടാവും. സോ ദാറ്റ് ഈസ് റിയലി ഗുഡ് ഫോർ റിലേഷൻഷിപ്പ്. രണ്ട് കൂട്ടർ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ദാറ്റ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് അതിരിക്കും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാം? ഈ പറഞ്ഞ മതിൽ അവിടെ ഇല്ലെങ്കിൽ എന്തായിരിക്കും ചിലപ്പോൾ സംഭവിക്കുക? there won't be a privacy. ചിലപ്പം അത് കാരണം ഒരു കൂട്ടർ ചെയ്യുന്ന കാരണം the other people, the next set of group അല്ലെങ്കിൽ the next people can have a purpose അല്ലെങ്കിൽ can have a chance of getting irritated. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ എപ്പോഴും ഇറ്റ് ഈസ് ബെറ്റർ ടു ഹാവ് എ ബൗണ്ടറി ഇൻ ഈച്ച് ആൻഡ് എവറി റിലേഷൻഷിപ്പ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഗുഡ് ഫെൻസസ് ആർ ഗുഡ് ഫോർ എ ഗുഡ് റിലേഷൻ, ഗുഡ് നെയ്ബർഹുഡ് റിലേഷൻഷിപ്പ്. ഓക്കെ, അപ്പം അതാണ് that is what the poem is saying about. Okay, now shall we go for the next one? അടുത്തലേക്ക് പോയാലോ? Yeah, here is the next question. You're doing a project on social entrepreneurship. If you're given the opportunity to interview the social actor Shaheen Misri, what would you ask for? So it's another one. ഒരു ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുടെ അടുത്ത് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത്. സോഷ്യൽ ഓണ്ടർപ്രണർഷിപ്പിനായിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ആദ്യം നിങ്ങൾക്ക് അവിടെ തന്നെ കൊടുക്കാവുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് സോഷ്യൽ ഓണ്ടർപ്രണർഷിപ്പ്, അല്ലെങ്കിൽ ആ സോഷ്യൽ ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയുന്ന ആ ഒരു മാറ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കാം.
ആൻഡ് ഇൻ സോഷ്യൽ ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ വെരി പ്രോഫിറ്റബിൾ വൺ. ലാഭം നോക്കി പോകുന്ന ഒരു കൈൻഡ് ഓഫ് ഒരു മെത്തേഡ് അല്ല അത്. പകരം ആൾക്കാരുടെ ബെറ്റർമെന്റ് അതിന്റെ കൂട്ടത്തിൽ ദാറ്റ് ഗോസ് ഇൻ എ വെരി ഫ്ലോ. അത് മാത്രമേ അവിടെ ഉദ്ദേശിക്കുന്നത്. സോ യു ക്യാൻ ജസ്റ്റ് ആസ്ക് അബൌട്ട് ദാറ്റ് ആൻഡ് യു ക്യാൻ ജസ്റ്റ് ആസ്ക് അബൌട്ട് ദി ഫസ്റ്റ് ഐഡിയ, ഫസ്റ്റ് തോട്ട്, വെൻ ഡിഡ് യു ഗെറ്റ് ദിസ് ഫസ്റ്റ് തോട്ട് ഓഫ് സോഷ്യൽ ഓണ്ടർപ്രണർഷിപ്പ്? എങ്ങനെയാണ്, ഹൗ ആർ യു ഗോയിങ് ടു ഡെവലപ്പ് ദിസ്? ഇനി ഭാവിയിലേക്ക് എന്തൊക്കെ ഐഡിയാസ് ആണ്, വാട്ട് ആർ യു പ്ലാനിങ് ടു ഡു ഇൻ ദിസ് എന്നുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. ആൻഡ് ദെൻ ഇഫ് ഇറ്റ് ഇസ് നോട്ട് എ പ്രോഫിറ്റബിൾ വൺ, എങ്ങനെയാണ് അത് ഇന്നത്തെ കാലത്ത് ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള നമ്മുടെ ഈ വേൾഡിന് വിൽ ഇറ്റ് ബി ഏബിൾ ടു സർവൈവ്? ഈ പറഞ്ഞ പോസിബിലിറ്റീസ് എല്ലാം നിങ്ങളുടെ ക്വസ്റ്റ്യൻസ്, നിങ്ങൾ ചോദിക്കുന്ന ആ ചോദ്യങ്ങളിൽ അവിടെ ഉണ്ടായിരിക്കണം. അതല്ലാണ്ട് നിങ്ങൾ എവിടെയാണ് ജനിച്ചത്, നിങ്ങൾ എവിടെയാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്, അത്തരത്തിലുള്ള മറ്റേ നമ്മുടെ ക്ലീഷേഡ് ആയിട്ടുള്ള വെറുതെ ഒരു ഒറ്റ വാക്കിൽ ഒതുക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ചോദിക്കരുത്. ക്വസ്റ്റ്യൻ ഷുഡ് ബി ഓപ്പൺ എൻഡഡ്. അവർക്ക് അതിനെ പറ്റിയിട്ട് ഇഷ്ടംപോലെ സംസാരിക്കാൻ പാകത്തിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കണം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ. Alright, hope that one is clear for you. അപ്പോൾ അത് ക്ലിയർ ആയിട്ടെന്ന് വിചാരിക്കുന്നു. ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കേണ്ടതെന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഓക്കെ, സോ വിൽ ജസ്റ്റ് ഗോ ഫോർ ദ നെക്സ്റ്റ് പാർട്ട്. ഷഹീൻ മിസ്റ്ററിനെ പറ്റി മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മറ്റേ നമ്മുടെ ഓട്ടോയിനെയൊക്കെ റെഡിയാക്കി എടുക്കുന്ന ആ ഒരു പരിപാടിനെ പറ്റി തന്നെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സോഷ്യൽ ഓണ്ടർപ്രണർഷിപ്പ്, എല്ലാവരെയും കൂടെ ഒന്ന് നന്നാക്കി എടുക്കുന്ന ആ ഒരു പരിപാടി. ഓക്കെ, ആൻഡ് ദെൻ നെക്സ്റ്റ് കംസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ നോക്കിയേ, ഫ്രേസൽ വെർബ്സ് ആണ്. another easy way to score marks. പെട്ടെന്ന് നമുക്കിവിടെ മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് ഓഫ് തിങ് ആണ്. അപ്പോൾ അവിടെ എന്താണ് വരുന്നത് നോക്കാം. ഫസ്റ്റ് വൺ, use appropriate phrasal verbs, fill in the blanks. Okay, break out, run out, called off and keep up. First one, a friend of mine has dashed her wedding. എൻ്റെ ഒരു ഫ്രണ്ട് അവളുടെ വെഡിങ് എന്ത് ചെയ്തു? വേണ്ടാന്ന് വെച്ചു, അല്ലെങ്കിൽ ജസ്റ്റ് വേണ്ട, അല്ലെങ്കിൽ ഷീ ജസ്റ്റ് called off. വേണ്ട, അല്ലെങ്കിൽ പെട്ടെന്ന് വേണ്ടാന്ന് അങ്ങ് തീരുമാനിച്ചു. So the answer for the first one is called off. Called off. So you have the option here, called off. പെട്ടെന്ന് നിർത്തി വെച്ചു. And the next one, your website has helped me a lot to dash the good work. അപ്പം നിങ്ങളുടെ വെബ്സൈറ്റ് എൻ്റെ വർക്ക് നല്ലോണം ഡാഷ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്തു. ഒന്ന് നല്ലോണം കീപ്പ് അപ്പ് ചെയ്യുന്നതിന്, നല്ല രീതിക്ക് കൊണ്ടുപോകുന്നതിന് ഹെൽപ്പ് ചെയ്തു. സോ കീപ്പ് അപ്പ്. ഓൾറൈറ്റ്, ദെൻ അടുത്ത് നോക്കിയേ, വി ഓൺലി ഹാവ് 2 more things left. അപ്പം അതിൻ്റെ ആൻസർ നോക്കാം. ഡോണ്ട് സ്മോക്ക് ഇൻ ദി ഫോറസ്റ്റ്, ഫയർസ് ഡാഷ് ഈസിലി അറ്റ് ദിസ് ടൈം ഓഫ് ദി ഇയർ. അപ്പം ഫോറസ്റ്റിൽ പോയിട്ട് ഡോണ്ട് ജസ്റ്റ് സ്മോക്ക്, കാരണം ഈ ഒരു ടൈമിലാണ് ഫയർ, കാട്ടുതീ എപ്പോഴും പെട്ടെന്ന് ഉണ്ടാവുന്നത്. ബ്രേക്ക് ഔട്ട്. സോ ദിസ് ഇസ് ദ ആൻസർ, ബ്രേക്ക് ഔട്ട്. ഇനി നോക്കിക്കേ, ഐ ആം അഫ്രൈഡ് വി ഹാവ് ഡാഷ് ഓഫ് ആപ്പിൾ ജ്യൂസ്, will an oranges do? Oh my god, നമ്മുടെ ആപ്പിൾ ജ്യൂസ് ഏതാണ്ട് തീർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇപ്പം നമുക്ക് മാംഗോ കൊടുത്താൽ മതിയാവോ? തീർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. വി ആർ റണ്ണിങ് ഔട്ട്. ഓക്കെ, വി ആർ റണ്ണിങ് ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധനം തീർന്നുകൊണ്ടിരിക്കുകയാണ്. വാട്ട് ആർ വി ഗോയിങ് ടു ഡു? ഓക്കെ, അപ്പം നിങ്ങളുടെ ഫ്രേസൽ വെർബ്സ് വരുമ്പോഴേക്കും ബി തറോ വിത്ത് മീനിങ്സ് ഓഫ് ഫ്രേസൽ വെർബ്സ്. നല്ല ഭംഗിയായിട്ട് നിങ്ങളുടെ മീനിങ്സ് ഉഷാറായിട്ട് കൊണ്ട് നടക്കുക. ഓൾറൈറ്റ്, ഫൈൻ. അപ്പം നമ്മുടെ ഫ്രേസൽ വെർബ്സിന്റെ മീനിങ്സ് പരമാവധി പഠിച്ചു വെക്കാൻ വേണ്ടിയിട്ട് തന്നെ നോക്കുക. അതിന് നമുക്ക് വേറെ ഷോർട്ട് കട്ട്സ് ഒന്നുമില്ല. ഓക്കെ, സോ ട്രൈ ടു കീപ്പ് ഇറ്റ് ആൻഡ് ദെൻ ഓൾ ദീസ് മാർക്സ് വിൽ ബി യോഴ്സ്. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ഓൾറൈറ്റ്, സോ ഐ ഹോപ്പ് ഓൾ ഓഫ് യു ഹിയർ ലിസണിങ് ടു ദിസ്. സോ ഹൗ ഡു യു ഫീൽ നൗ? ഇസ് ഇറ്റ് ഓക്കെ? ക്ലിയർ ആവുന്നുണ്ടോ? ഡു യു തിങ്ക് ദാറ്റ് യു വിൽ ബി ഏബിൾ ടു ആൻസർ ഓൾ ദീസ് ക്വസ്റ്റ്യൻസ് ദാറ്റ് വി ഹാവ് ഡിസ്കസ്? നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തതിൽ ഇറ്റ്സ് നോട്ട് റിയലി ടഫ്, റൈറ്റ്? നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതുവരെ നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഷാൽ വി ജസ്റ്റ് കണ്ടിന്യൂ? അടുത്തതിലേക്ക് പോയാലോ? ഓൾറൈറ്റ്, സോ വി ആർ ഗോയിങ് ഫോർ ദ നെക്സ്റ്റ് പാർട്ട്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത്. വാട്ട് ഇസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? One of the most sincere forms of respect is actually listening to what another has to say. Byron Schmeckel attempt a character sketch of the narrator's grandfather in the light of the above statement with special emphasis on Horogallu by Sudhamurthy. Hope you understood. Character sketch of grandfather from Horogallu. ആൻഡ് അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങൾ വെറും ക്ലീഷേഡ് ക്യാരക്ടർ സ്കെച്ചിലേക്ക് പോവാണ്ട് വൺ പെർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക്സ്, ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ, ഒരു ആറ്റിറ്റ്യൂഡ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. വിച്ച് ഇസ് ദാറ്റ് one of the most sincere forms of respect is actually listening to what another has to say. അപ്പോൾ അവിടെ being a good listener, അത് തന്നെയാണ് അവിടുത്തെ ടോപ്പിക് വരുന്നത്, അല്ലേ? Being a good listener.
ഓക്കെ, ഈ പറഞ്ഞ എത്രയും വലിയ സെന്റൻസ് ഞാൻ ഒന്നുകൂടെ ചുരുക്കി എഴുതിയിട്ടാണ്. ബീങ് എ ഗുഡ് ലിസണർ, ദാറ്റ് എബിലിറ്റി ഓഫ് ഗ്രാൻഡ് ഫാദർ ഫ്രം ദി സ്റ്റോറി ഹൊറഗലു ബൈ സുധാമൂർത്തി. അപ്പൊ ആ ഗ്രാൻഡ് ഫാദറിന്റെ ഒരു എബിലിറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടർ സ്കെച്ചാണ് അവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സോ ക്യാരക്ടർ സ്കെച്ച് ഒബ്വിയസ്ലി യു ഷുഡ് നോ ദ ഫിസിക്കൽ, അദ്ദേഹം എങ്ങനെയായിരുന്നു ഇരുന്നതെന്ന് പറയണം. വാട്ട് ഓൾ വർ ഹിസ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പൊ അദ്ദേഹത്തിന്റെ മേജർ ക്യാരക്ടറിസ്റ്റിക്സ് പ്രോമിനന്റ് വൺ ഇത് തന്നെയായിരിക്കണം. ഹി വാസ് എ വെരി ഗുഡ് ലിസണർ, ഹി വാസ് റെഡി ടു ലിസൺ ടു ഓൾ അതേഴ്സ് പ്രോബ്ലംസ്. മറ്റുള്ളവരെ കേൾക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിരുന്നു എന്നുള്ള കാര്യം ഇറ്റ് ഷുഡ് ബി എംഫസൈസ്ഡ്. ആൻഡ് ഹി വാസ് എ വെരി സൈലന്റ് ലിസണർ. അപ്പൊ ദാ ഒന്നാമത്തെ കാര്യം, ഹി വാസ് എ സൈലന്റ് ലിസണർ. അങ്ങോട്ട് തിരിച്ചു ഒന്നും കൂടുതൽ പറയാൻ തരുന്നില്ല. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് തിങ്, ഹി വാസ് വെരി ഫ്രണ്ട്ലി. ഒരു ഫ്രണ്ട്ലി അല്ലാത്ത ഒരാളുടെ അടുത്ത് ആരും വന്നിട്ട് എൻ്റെ കാര്യം ഒന്ന് കേൾക്കൂ, ക്യാൻ ഐ ജസ്റ്റ് സേ സംതിങ് ടു യു എന്ന് പറഞ്ഞുകൊണ്ട് വരത്തില്ല. ഓക്കെ, ദ നെക്സ്റ്റ് തിങ്, ഹി വാസ് വെരി കാം. അല്ലെങ്കിൽ എന്തൊക്കെ ഒരു കാര്യം കേട്ട് പെട്ടെന്ന് അങ്ങോട്ട് ചാടിക്കടിക്കാൻ നിൽക്കുന്ന ഒരാളായിരുന്നെങ്കിൽ നൺ ഓഫ് ദം വുഡ് ഹാവ് told any of the stories to that person. അപ്പോൾ he was a very calm, he was very peaceful, നല്ല ക്ഷമയുള്ള, എന്ത് കേട്ടാലും ഓക്കെ ഫൈൻ ഐ ജസ്റ്റ് ലിസൺ ടു ദിസ് എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാളായിരുന്നു. ആൻഡ് ഹി റെസ്പെക്ട്സ് ഇമോഷൻസ്, റെസ്പെക്ട്ഫുൾ ആയിരുന്നു. എന്തിനോടായിരുന്നു റെസ്പെക്ട്ഫുൾ? മറ്റുള്ളവരുടെ ഇമോഷൻസിനോട്, മറ്റുള്ളവർ പറയുന്ന അവരുടെ ഫീലിങ്സ്, അവരുടെ ഇമോഷൻസിനോട് ഹി വാസ് റിയലി റെസ്പെക്ട്ഫുൾ. അവരുടെ അടുത്ത് ഭയങ്കര റെസ്പെക്ട്ഫുൾ ആയിരുന്നു. ആൻഡ് ദെൻ ഹി വാസ് വെരി ഓണസ്റ്റ്. മറ്റേ ഭയങ്കര ജാടയൊന്നും ഇടാതെ ഭയങ്കര ഓണസ്റ്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ഹി വാസ് ഡിപ്പെൻഡബിൾ. ആൾക്കാർക്ക് എന്തും വന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ഒന്ന് ഡിപ്പെൻഡ് ചെയ്യാം. തങ്ങളുടെ കാര്യങ്ങൾ വേറെ ആരുടെ അടുത്തും പോയി ഒന്നും പറയത്തൊന്നുമില്ല. അത്തരത്തിലൊരു ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനും കൂടിയായിരുന്നു ദിസ് ഗ്രാൻഡ് ഫാദർ. സോ ഓൾ ദീസ് ക്യാരക്ടറിസ്റ്റിക്സ് ഷുഡ് ബി മെൻഷൻഡ് വൈൽ യു ആർ ഡിസ്കസിങ് ദി ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഗ്രാൻഡ് ഫാദർ ഫ്രം ഹൊറഗല്ലു. ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ ക്യാരക്ടർ സ്കെച്ചുകളും ക്യാരക്ടറിസ്റ്റിക്സും മുഴുവൻ നിങ്ങളുടെ ക്യാരക്ടർ സ്കെച്ചിൽ വന്നു പോവണം. Okay, hope this one is actually clear for you. So shall we just go for the next part? Okay, അപ്പോൾ ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് പ്ലീസ് ഡു കീപ് ദാറ്റ് ഇൻ യുവർ നോട്ട്ബുക്ക്. ഓക്കെ, നെക്സ്റ്റ് കംസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത നമ്മുടെ വളരെ ഫ്രീക്വന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രൊഫൈൽ റൈറ്റിംഗ് ആണ്. അത് നോക്കിക്കേ, ഇറ്റ് ഈസ് ഓഫ് ദ്രൗപദി മുർമുവിന്റെ ആണ്. ഷീ ഈസ് ദ 15th president of India, first person belonging to the tribal community to hold this office, and youngest person to occupy the position of president. 20th June 1958 she became the president. And her birthplace, her profession, education and previous offices എന്തൊക്കെയായിട്ട് ഉണ്ടായിരുന്നു. So you just have to go for the profile writing. Profile writing ഏറ്റവും ബേസിക് ആയിട്ട് വരേണ്ടത് ഇറ്റ് ഇസ് ടൈറ്റിൽ അല്ലേ. ഈ ടൈറ്റിൽ, ദ നെയിം ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ പേഴ്സൺ എന്നുള്ളത് ഇറ്റ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ആൻഡ് നെക്സ്റ്റ് കംസ് ദി എന്താണ് ഓർഗനൈസേഷൻ ഓഫ് ദി ഇന്റർപ്രിട്ടേഷൻ. നിങ്ങൾ ഇവിടെ തന്നിട്ടുള്ള ഡാറ്റാസിനെ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുക, ഐഡിയാസിനെ ഒരു നല്ല രീതിക്ക് അതിനെ ഇന്റർപ്രറ്റ് ചെയ്ത് ഒരു നല്ല ഫോമിലേക്ക് ആക്കി വെക്കുക. ഓക്കെ, ആൻഡ് ദ ക്ലാരിറ്റി ഓഫ് ലാംഗ്വേജ്, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഓൺ, ആറ്റ് എന്നൊക്കെ പറയുന്ന പ്ലേസിനാണെങ്കിലും ഡേറ്റ്സിനാണെങ്കിലും ഒക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു കാര്യം ഇറ്റ് ഷുഡ് ബി വെരി ക്ലിയർ. ആ ക്ലാരിറ്റി ഇറ്റ് ഷുഡ് ബി ദർ. ദെൻ ദ നെക്സ്റ്റ് തിങ് ഇസ് ദാറ്റ് അടുത്തത് chronological order. ഇത് ആദ്യം നമുക്ക് പറയാം, ഷീ ഈസ് 15th president of India എന്നൊക്കെ പറഞ്ഞ് യു ക്യാൻ ജസ്റ്റ് ബിഗിൻ. ബട്ട് അതിനുശേഷം യു ക്യാൻ ജസ്റ്റ് ഗോ ഫോർ എന്താണ് ആദ്യത്തെ ഓഫീസുകൾ എന്നതായിരുന്നു എന്ന് പറഞ്ഞിട്ടായിരിക്കില്ല നമ്മൾ തുടങ്ങുന്നത്. ഒബ്വിയസ്ലി വിൽ സ്റ്റാർട്ട് വിത്ത് ഷീ വാസ് ബോൺ ഇൻ ദിസ് ആൻഡ് ദിസ് ഇയർ, ആൻഡ് ദെൻ ഹർ ബർത്ത് ഓഫ് പ്ലേസ്, വാട്ട് വാസ് ഹർ പ്രൊഫഷൻ, ആൻഡ് ദെൻ ഹർ എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ്, ആൻഡ് ദെൻ വാട്ട് ഓൾ ഓഫീസസ്, വാട്ട് ഓൾ വർ ദി ഓഫീസസ് ഹെൽഡ് ബൈ ഹർ എന്നുള്ള ആ ഒരു സീക്വൻസിങ്, ആ ഐഡിയാസ് ആ ഒരു പെർട്ടിക്കുലർ സീക്വൻസിൽ ഇറ്റ് ഷുഡ് ബി ഓർഡർഡ്. ആൻഡ് ഇഫ് യു നോ സംതിങ് എക്സ്ട്രാ അബൌട്ട് ഇറ്റ് യു ക്യാൻ ജസ്റ്റ് ആഡ് ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദി പ്രൊഫൈൽ. സോ ദിസ് ഇസ് ഓൾസോ എ വെരി ഈസി മെത്തേഡ് ടു ഗെറ്റ് മാർക്സ്. ഓക്കെ, അപ്പോൾ സോ ദിസ് ഇസ് ഓഫ് ഹാവിങ് 6 മാർക്സ്. വളരെ ക്രൂഷ്യൽ ആയിട്ട് വളരെ ശ്രദ്ധിച്ച് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ആ 6 മാർക്സ് ഇങ്ങോട്ട് സ്കോർ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ സോ ദാറ്റ് ഇസ് ഓൾ അബൌട്ട് ദിസ് വൺ. ഇനി നെക്സ്റ്റ് വൺ, prepare a blurb using the following hints. Blurb ആണ് പറഞ്ഞിട്ടുള്ളത്. Blurb is a description of a book on its back cover and it is a brief summary of the book designed for marketing. All right, അപ്പോൾ കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അരുന്ധതി റോയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ആണ് പറഞ്ഞത്. ഇറ്റ്സ് എ വെരി ഫേമസ് വൺ. ഹോപ്പ് യു ആർ ഓൾ ഫെമിലിയർ വിത്ത് ദാറ്റ്. അപ്പോൾ നമ്മുടെ ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ജസ്റ്റ് ഹാവ് ടു പ്രിപ്പയർ എ ബ്ലർബ്. ഹോപ്പ് യു ആർ ഫെമിലിയർ വിത്ത് ദി ഐഡിയ ഓഫ് ബ്ലർബ്. എന്താണ് ബ്ലർബ് എന്നുള്ളതിനെ പറ്റിയൊക്കെ നിങ്ങൾക്കൊരു നല്ലൊരു ഐഡിയ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. സോ ദ മേജർ തിങ് അബൌട്ട് എ ബ്ലർബ്, അപ്പോൾ ഒരു ബ്ലർബാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ
യു ഹാവ് ടു ഗോ ലൈക്ക് ദിസ്. ഇവിടെ നോക്കിയേ കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട്. ആൻഡ് വെനവർ യു ആർ റൈറ്റിംഗ് എ ബ്ലർബ് ആദ്യം തന്നെ കൊടുക്കേണ്ടത് ഇറ്റ് ഷുഡ് ബി ദ ടൈറ്റിൽ. ഓക്കെ, ബുക്കിന്റെ ടൈറ്റിൽ ഏതാണ്? അപ്പം നമ്മുടെ ടൈറ്റിൽ എന്താ? ഇറ്റ് ഇസ് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. ആൻഡ് ദെൻ അതിന് തൊട്ട് താഴെ എന്ത് നമുക്ക് കൊടുക്കാം? യു ക്യാൻ ജസ്റ്റ് ഗിവ് ദി നറേറ്റർ, ഹു ഇസ് ദി ഓത്തർ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ വൺ. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം കൊടുക്കുക. ദെൻ നെക്സ്റ്റ് കംസ് ഒരു ഷോർട്ട് പാരഗ്രാഫിൽ വി ജസ്റ്റ് ഹാവ് ടു സേ, I'll just say that once more. First one is the title of the book, and the next one author's name. Okay, author vannu, and the first paragraph it should have details about the author. Author ane pattittulla detailings namukku kodukam. And what about his style? Author, her style, അവരുടെ ലൈക്ക് എന്താണ്, അവർ എഴുതുന്നതിൻ്റെ ഒരു പ്രത്യേക സ്റ്റൈൽ എങ്ങനെയാണെന്നുള്ളത് കൊടുക്കാം. ഇറ്റ് ക്യാൻ ഓൾസോ ബി ജസ്റ്റ് ഗിവൻ ഇവരുടെ ഏത് ടൈപ്പ് ഓഫ് ആണ്, എന്തൊക്കെയാണെന്നുള്ളൊരു മനസ്സിലായി. ജോണർ ഏതാണ്? നോവൽ ടൈപ്പാണ്, ബുക്ക് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് യു ക്യാൻ ജസ്റ്റ് ഗെറ്റ് ആൻ ഐഡിയ ഫ്രം ദിസ് പെർട്ടിക്കുലർ ഈ ഒരു കോളത്തിൽ നിന്ന് തന്നെ അതിനെപ്പറ്റിയൊക്കെ നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടും. ആൻഡ് നെക്സ്റ്റ് കംസ് ഇതിനകത്ത് വേറെ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബൌട്ട് ദി പബ്ലിഷർ. ഇവിടെ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. പബ്ലിഷറുടെ ഡീറ്റെയിൽസ് കൊടുക്കാം. ആൻഡ് ദെൻ നെക്സ്റ്റ് കംസ് ഇയർ. ഏത് പെർട്ടിക്കുലർ ഇയറിലാണ് ഈ ഒരു പബ്ലിഷിംഗ് നടക്കുന്നത്? ദാറ്റ് ഇയർ ക്യാൻ ഓൾസോ ബി മെൻഷൻഡ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അടുത്തൊരു രീതിയിലേക്ക് അടുത്തൊരു സെറ്റിൽ എഴുതേണ്ടത് ബുക്കിനെ പറ്റിയിട്ടാണ്. ഇറ്റ് ഷുഡ് ബി അബൌട്ട് ദി ബുക്ക്. ബുക്കിന്റെ സെറ്റിംഗ് എന്താണ്? ഓക്കെ, സെറ്റിംഗ് ഓഫ് ദി ബുക്ക് എന്താണ്, ഏത് ഒരു സെറ്റിംഗിലാണ് കഥ നടക്കുന്നത് എന്നുള്ളൊരു കാര്യം. ആൻഡ് ദെൻ യു ക്യാൻ ഗിവ് ദി ജിസ്റ്റ് ഓഫ് ദി സ്റ്റോറി. എന്താണ് ആ സ്റ്റോറിയുടെ ഒരു ജിസ്റ്റ്? പെട്ടെന്ന് ആൾക്കാർക്ക് നോക്കുമ്പോഴേക്കും നമ്മൾ സാധാരണഗതിയിൽ ഏതൊരു ബുക്കും എടുത്ത് നോക്കുമ്പോൾ ലൈബ്രറിയിൽ നിന്നൊക്കെ നമ്മൾ ബുക്ക് എടുക്കുമ്പോൾ ആദ്യം നോക്കുന്നത് എവിടെയാ? ദി ബാക്ക് സൈഡ് ഓഫ് ദാറ്റ്. ഒരു 2 ലൈനിൽ നമുക്ക് ആ സ്റ്റോറി ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ വിൽ ബി ജസ്റ്റ് ടേക്കിംഗ് ദാറ്റ് ബുക്ക്. അതല്ലെങ്കിൽ അത് ഭയങ്കര ബോറായി പോയിട്ടുണ്ടെങ്കിൽ വി വോണ്ട് ടേക്ക് ദാറ്റ് ബുക്ക്. So gist of the story, setting കൊടുക്കുന്നുണ്ട്, gist of the story, and then the significance of that. എത്രത്തോളം significant ആണ് ഇന്നത്തെ കാലത്ത് അത് എന്നുള്ളത് it's also given, should also be given there in the blurb writing. അത്രയും കാര്യങ്ങൾ കൊടുത്തു. Then next comes അടുത്ത എന്താണ്? You can just give a quote. നമ്മൾ എപ്പോഴും കാണാം ഇവിടെ significance നമ്മൾ പറഞ്ഞു. ഇനി ഒരു കോട്ട് നമുക്ക് പ്ലേസ് ചെയ്യാം. കോട്ട് ഷുഡ് ബി ഗിവൻ. ഇവിടെ ഒരു കോട്ട് നമ്മൾ കൊടുക്കുകയാണ്. ആൻഡ് ആ കോട്ട് ആരുടെയാണെന്നുള്ള നെയിം ഷുഡ് ഓൾസോ ബി ഗിവൻ. ഒരു കോട്ട് കൊടുക്കുക. ഇറ്റ് ക്യാൻ ബി അബൌട്ട് ദ ബുക്ക്. ആ ഒരു ബുക്കിനെ പറ്റി ഒരാൾ പറഞ്ഞിട്ടുള്ളതാവാം, ഓരോ വേറൊരു ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ളതാവാം. എനിവേസ് വൺ കോട്ട് ഷുഡ് ബി ഗിവൻ ആൻഡ് ദെൻ ദ നെയിം. ആരാണ് ആ ഒരു കോട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം യു ജസ്റ്റ് ഹാവ് ടു ഗിവ്. ഇനി അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് തന്നെ കൊടുക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് ഇവിടെ കൊടുക്കാം ദി അതർ വർക്ക്സ്. അടുത്തത് നിങ്ങൾ മെൻഷൻ ചെയ്യേണ്ടത് വാട്ട് ഓൾ ആർ ദി അതർ വർക്ക്സ് ഓഫ് ദറ്റ് പെർട്ടിക്കുലർ പേഴ്സൺ. നമ്മുടെ അരുന്ധതി റോയ് ആണ് നമ്മുടെ ഇവിടുത്തെ ഓതർ വന്നിട്ടുള്ളത്. അവരുടെ മറ്റേതെങ്കിലും വർക്ക്സ് ആണ്, വളരെ ഫേമസ് ആയിട്ടുള്ള വർക്ക്സ് ഏതൊക്കെയാണെന്നുള്ളത് യു ക്യാൻ ജസ്റ്റ് ഗിവ് ദർ ഇൻ ദ ലാസ്റ്റ് പാർട്ട്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഒരു ബ്ലർബ് റൈറ്റിംഗിൽ നമുക്ക് വരേണ്ടത്. വൺ ഷുഡ് ബി ദ ടൈറ്റിൽ, ഓതേഴ്സ് നെയിം, ആൻഡ് അടുത്ത പാരഗ്രാഫ് സീക്വൻഷ്യൽ ആയിട്ട് പോകുമ്പോൾ ഓതറിനെ പറ്റി കൊടുക്കുക, ഓതറിന്റെ സ്റ്റൈൽ ആൻഡ് ദ പബ്ലിഷർ ആൻഡ് ഇറ്റ്സ് ഇയർ ഡീറ്റെയിൽസ്. ഇനി അത് കഴിഞ്ഞിട്ട് ബുക്കിനെ പറ്റി നമുക്ക് പറയാം. ഇറ്റ് ഷുഡ് ഹാവ് ദ ജസ്റ്റ്, it should have the setting, and അതിനകത്ത് ക്യാരക്ടേഴ്സ് അതിന്റെ സിഗ്നിഫിക്കൻസ് കൊടുക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ കൊടുക്കേണ്ടത് പെർട്ടിക്കുലർ കോട്ട് ഷുഡ് ബി ഗിവൻ. ആ കോട്ട് ഏതാണെന്നുള്ളത് കൊട്ടേഷൻ മാർക്സിൽ കൊടുക്കുക. ദെൻ ആരാണ് അല്ലെങ്കിൽ ഹൂ ഇസ് ദ പ്രൊഡ്യൂസർ എന്നുള്ളത് കൊടുക്കുക, ആരുടെ കോട്ടാണെന്ന് കൊടുക്കുക. ടുവേർഡ്സ് ദി എൻഡ് യു ക്യാൻ ജസ്റ്റ് ഗിവ് ദി അതർ വർക്ക്സ് ഓഫ് ദി പെർട്ടിക്കുലർ പേഴ്സൺ. ഓക്കെ, ബാക്കിയുള്ള അതർ വർക്ക്സും നമുക്ക് അവിടെ കൊടുക്കാം. ഓക്കെ, സോ ഐ ഹോപ്പ് ദിസ് വൺ ഈസ് ആക്ച്വലി ക്ലിയർ ഫോർ യു. അപ്പോൾ നമ്മുടെ ബ്ലർബ് റൈറ്റിംഗും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ, ഷാൽ വി ജസ്റ്റ് ഗോ ഫോർ ദ നെക്സ്റ്റ് വൺ? അപ്പോൾ ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്തതിലേക്ക് പോവാം. ബ്ലർബ് റൈറ്റിംഗ് ഇറ്റ്സ് എ വെരി ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ കളക്ട് ആയിട്ടൊന്ന് ഓർമ്മിച്ച് വെച്ചോളാം. ഓക്കെ, സോ നൗ വിൽ ജസ്റ്റ് ഗോ ഫോർ ദ നെക്സ്റ്റ് പാർട്ട്. ഇവിടെ നോക്കിയേ. The sun is shining, the flowers are in bloom, and I know these are signs of a good day, but I don't feel it in here, said the rehabilitated drug addict, pressing his chest. Write a blog expressing your thoughts on the above lines. അപ്പോൾ ഇവിടെ ഒരു ബ്ലോഗ് റൈറ്റിംഗ് ആണ് പറഞ്ഞിട്ടുള്ളത്. What all things should be there in a blog writing? നമ്മുടെ ബ്ലോഗ് ആണെങ്കിൽ ആ ബ്ലോഗിന്റെ ഒരു പെർട്ടിക്കുലർ ടൈറ്റിൽ ഉണ്ടാവും. ഇറ്റ് ഷുഡ് ബി ദർ. ആൻഡ് ദെൻ നെക്സ്റ്റ് കംസ് നമ്മൾ ഇന്ന് എഴുതാൻ പോകുന്ന പെർട്ടിക്കുലർ ടോപ്പിക്കിന് ഒരു ടൈറ്റിൽ കൊടുക്കുക. ഓക്കെ, അപ്പോൾ all these things should be mentioned when you are writing a blog. ഓക്കെ, ആൻഡ് വേറെ കൂടുതലായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഐഡിയാസ് അവിടെ നല്ല രീതിക്ക് പ്രസന്റ് ചെയ്യണം. ഇറ്റ് ഷുഡ് ബി ആസ് എ ബ്ലോഗ്. ബ്ലോഗിൽ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് പോകാറില്ല, ബട്ട് സ്റ്റിൽ യു ക്യാൻ ജസ്റ്റ് എക്സ്പ്രസ് യുവർ ഐഡിയാസ്. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളതാണ് നിങ്ങൾ അവിടെ എക്സ്പ്രസ് ചെയ്യുക. സോ ഡോണ്ട് ഫർഗെറ്റ് ടു ഗിവ്
the real name of your entire blog, നിങ്ങളുടെ ബ്ലോഗിന്റെ entire name കൊടുക്കാം, and the title should be given. നിങ്ങൾ ഏത് particular പോയിന്റിനെ പറ്റിയിട്ടാണ് കൊടുക്കുന്നത് എന്നുള്ള ആ ഒരു particular പോയിന്റിന്റെ ടൈറ്റിലും it should be given there in your blog. ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ it will be easy for you to write a blog. അപ്പോൾ നമ്മുടെ ഇവിടെ തന്നിരിക്കുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾ അബൌട്ട് ദി ഫീലിങ്സ്, അല്ലെങ്കിൽ ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളുടെ റീഹാബിലിറ്റേഷൻ. ആ ഒരു സെന്ററിൽ നിൽക്കുമ്പോൾ അയാൾക്ക് തോന്നുന്ന ഒരു ഫീൽ ഓഫ് കൈൻഡ് ഓഫ് തിങ് ആണ്. അപ്പോൾ അവിടെ നിങ്ങളുടെ എക്സ്പ്രസ്, നിങ്ങളുടെ തോട്ട്സ് ഇതുമായിട്ട് റിലേറ്റ്സ് ടു, ഇറ്റ് ഇസ് റിലേറ്റഡ് ടു ഡ്രഗ് അഡിക്ഷൻ. ഒരു റീഹാബിലിറ്റേഷനിൽ പോകുമ്പോൾ അവരുടെ അവസ്ഥ എന്താണെന്നൊക്കെയാണ്. സോ ആ ഒരു ഐഡിയയുമായിട്ട് നിങ്ങൾക്ക് എന്താണോ കണക്ട് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങളുടെ തോട്ട്സ് എന്താണോ അതാണ് നിങ്ങൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ദാറ്റ് ഇസ് ഓൾ അബൌട്ട് ദ ബ്ലോഗ് റൈറ്റിംഗ്. ഇനി അടുത്തത് നോക്കിക്കേ. You have dreams of setting up a business of your own soon after studies. You are greatly influenced by Irfan Alam's views and ideas. Draft a letter of enquiry to Saman Foundation seeking clarifications regarding financial investment of the organization, mode of operation, security of the members, etc. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇറ്റ് ഇസ് ഓഫ് ഡ്രാഫ്റ്റിംഗ് എ ലെറ്റർ ഓഫ് എൻക്വയറി. ഒരു കാര്യത്തെ പറ്റി നിങ്ങൾ എൻക്വയറി ചെയ്തുകൊണ്ട് നിങ്ങൾ ഒരു ലെറ്റർ എഴുതുകയാണ്. സോ ഇറ്റ് ഇസ് ഒബ്വിയസ്ലി ഇൻ ദ ഫോം ഓഫ് എ ഫോമൽ ലെറ്റർ. അല്ലാണ്ട് നിങ്ങളൊരു ഓർഗനൈസേഷനിലേക്ക് യു വോണ്ട് ബി ജസ്റ്റ് റൈറ്റിംഗ് ആസ് എ ഫ്രണ്ട്ലി ലെറ്റർ, ഹലോ നിങ്ങൾക്ക് സുഖമാണോ എന്ന് പറഞ്ഞിട്ടായിരിക്കില്ല നമ്മൾ ആ ഒരു ലെറ്റർ പ്ലേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഓൾ തിങ്സ് ഷുഡ് ബി ദർ ഇൻ എ ഫോമൽ ലെറ്റർ. നമ്മൾ ഫ്രീക്വൻറ്റ് ആയിട്ട് എഴുതി ശീലിച്ചിട്ടുള്ളതാണ്. ഇറ്റ് ഷുഡ് ഹാവ് ദ ഫ്രം അഡ്രസ്. ആദ്യം ഇറ്റ് ഷുഡ് ഹാവ് ദ ഫ്രം അഡ്രസ്. ഐ ജസ്റ്റ് note down the major points here. ആദ്യം ദാ ഫ്രം അഡ്രസ്. ഫ്രം എന്നുള്ളത് നമ്മളിവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഐ എം ജസ്റ്റ് റൈറ്റിംഗ് ഇറ്റ് ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ്. ഓക്കെ, അപ്പോൾ അതിനുശേഷം യു ക്യാൻ ജസ്റ്റ് ഗിവ് ദ ഡേറ്റ് നമ്മൾ പ്ലേസ് ചെയ്തു. ആൻഡ് ദെൻ ടു. അപ്പോൾ ആ ടു എന്നുള്ളതിൻ്റെ ഭാഗത്ത് യു ക്യാൻ ജസ്റ്റ് ഗിവ് ഇറ്റ് ആസ് ദ സമാൻ ഫൗണ്ടേഷൻ, ആൻഡ് യു ക്യാൻ ജസ്റ്റ് ഗിവ് ദ പ്ലേസ് നെയിം ടു. ആൻഡ് ദെൻ നെക്സ്റ്റ് കംസ് സല്യൂട്ടേഷൻ, ഡിയർ സർ അല്ലെങ്കിൽ സർ എന്ന് പറഞ്ഞ് കൊടുക്കുക. Then you can give the subject എന്താണ്, എൻക്വയറി, ലെറ്റർ ഓഫ് എൻക്വയറി അബൌട്ട് ദി ഓർഗനൈസേഷൻ ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. Then you can just start writing the content. ഇവിടെ നമുക്ക് നമ്മുടെ കോണ്ടന്റ് പ്ലേസ് ചെയ്യാം. Alright, അവിടെ നിങ്ങൾക്ക് നിങ്ങൾ എന്താ ചോദിക്കുന്നത്, യു വോണ്ടഡ് ടു നോ സംതിങ് അബൌട്ട് ദി ഓർഗനൈസേഷൻ, ദി മോഡ് ഓഫ് ഓപ്പറേഷൻ ആൻഡ് ദി സെക്യൂരിറ്റി ഓഫ് ദി മെമ്പേഴ്സ്. ഇതിനെ പറ്റിയിട്ടായിരിക്കും യു വിൽ ബി എൻക്വയറിങ്. അല്ലാണ്ട് നിങ്ങൾ വേറെ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യത്തെ പറ്റിയിട്ടല്ല ചോദിക്കുന്നത്. യു ആർ എൻക്വയറിങ് അബൌട്ട്. സോ ഐ വുഡ് ലൈക്ക് ടു, ഞാൻ ഈ ലെറ്റർ എഴുതുന്നത് ഐ എം ദിസ് ആൻഡ് സോ ഐ എം റൈറ്റ്, ഐ വുഡ് ലൈക്ക് ടു എൻക്വയർ അബൌട്ട് ദി ഓപ്പറേഷൻ ഓഫ് യുവർ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് വേണം നിങ്ങളുടെ ലെറ്റർ പ്ലേസ് ചെയ്ത് പോകാൻ. ഓക്കെ, and വേറെ എന്തെങ്കിലും നമ്മൾ പഠിച്ച കാര്യമായിട്ട് റിലേറ്റ് ആയിട്ട് അത് പോയിട്ട് കാര്യമില്ല. ഇറ്റ് ഷുഡ് ബി ലൈക്ക് ദിസ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഫോമിൽ കോണ്ടന്റ് പോവാ. ദെൻ ടുവേർഡ്സ് ദി എൻഡ് മാർജിനോട് ചേർന്ന് തന്നെ യുവേഴ്സ് അല്ലെങ്കിൽ ഹോപ്പിംഗ് ഫോർ എ റിപ്ലൈ എന്ന് കൊടുത്തിട്ട് യുവേഴ്സ്, സോറി ദിസ് ഷുഡ് ബി അവോയ്ഡഡ്, യുവേഴ്സ് സിൻസിയർലി, യുവർ നെയിം ആൻഡ് സൈൻ. Okay, yours sincerely, your name as well as sign and name, not name and sign and name. All right, but from, date, to, salutation or addressing, subject and the content, yeah, sincerely, and that concluding part 2. Okay, so I hope that one is also clear for you. Adutha nokam. Bring out the elements of satire in the poem, rise, highlighting the changes in the attitude of people with the changing times. അപ്പോൾ റൈസ് എന്ന് പറയുന്ന ആ ഒരു പോയത്തിൽ നിന്നുള്ള സർക്കാസ്റ്റിക് ആയിട്ടുള്ള നമ്മളിങ്ങനെ കളിയാക്കിക്കൊണ്ട് പറയുന്ന കുറച്ച് എലമെന്റ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ്സ് വെരി റെലവെന്റ് പോയം. നമ്മുടെ ഇന്നത്തെ കാലത്തൊക്കെ നമുക്ക് വളരെ റെലവെന്റ് ആയിട്ട് ചിന്തിക്കാൻ പറ്റുന്ന ഒരു പോയമാണ് അല്ലേ. നമ്മൾ മറ്റേ കൃഷിയൊന്നും വേണ്ടാന്ന് വെച്ചിട്ട് എവ്രി വൺ ഇസ് ഗോയിങ്, കൃഷി ഉണ്ട് ബട്ട് സ്റ്റിൽ പാഡി ഫീൽഡ്സ് ഒന്നും നമുക്ക് വേണ്ട, വി ആർ ജസ്റ്റ് ഓൾ ഗോയിങ് ഫോർ ദ ക്യാഷ് ക്രോപ്സ് അല്ലേ. കുറച്ച് അരക്കനായിട്ട് കുറച്ച് അങ്ങനെ പൈസ നമുക്ക് റബ്ബർ, അരക്കനായിട്ട് പോലുള്ള സാധനം പൈസ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കിട്ടുന്ന സാധനങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. വി ആർ നോട്ട് കൺസേൺഡ് അബൌട്ട് എനി ഓഫ് അതർ തിങ്സ്. നമുക്ക് ഫുഡ് ഇല്ലാണ്ട് പോകും, ഈ പറഞ്ഞ അരി അല്ലെങ്കിൽ പാഡി ഫീൽഡ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അരി കിട്ടും എന്നുള്ളതിനെ പറ്റി നമ്മൾ കൺസേൺഡ് അല്ല. ബട്ട് വി ആർ ഓൺലി കൺസേൺഡ് അബൌട്ട് ദി ക്യാഷ് ഓഫ് ദ മണി ദാറ്റ് വി ആർ ഗെറ്റിംഗ്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ഒരു തീം പ്രസന്റ് ചെയ്യുന്ന പോയമാണ് നമ്മുടെ റൈസ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്തൊക്കെയാണ് സർക്കാസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രസന്റ് ചെയ്തിട്ടുള്ളത്? ദ ഫസ്റ്റ് തിങ് ദാറ്റ് ഷുഡ് കം ടു യുവർ മൈൻഡ് ഇസ് ദാറ്റ് സബ്സിഡീസ് കിട്ടുന്ന ആൾക്കാരുടെ കാര്യം പറയുന്നുണ്ട്. ഇറ്റ് ഇസ് നോട്ട് ദ റിയൽ ഫാമേഴ്സ് ആർ ദേ ആർ ഗെറ്റിംഗ് ദ സബ്സിഡീസ്. പകരം വേറെ ഒരു കൃഷിയും ചെയ്യാണ്ട് വേറെ എന്തൊക്കെയോ പരിപാടികൾ ചെയ്തുകൊണ്ട് നടക്കുന്ന ആൾക്കാർക്കാണ് ദേ ആർ ഗെറ്റിംഗ് ദ സബ്സിഡീസ്. സോ ദാറ്റ് ഇസ് എ സർക്കാസ്റ്റിക് എലമെന്റ്. ഓക്കെ, ഒന്നാമത്തെ സർക്കാസ്റ്റിക് എലമെന്റ് അവിടെയാണ് വരുന്നത്. ആൻഡ് വാട്ട് അബൌട്ട് ദി അതർ വൺസ്? ഇനി എന്താണ് സർക്കാസം അവിടെ വരുന്നത്? What should be the next one? ഈ റൈസിനൊക്കെ പകരം അല്ലെങ്കിൽ പാഡി ഫീൽഡ്സിന് പകരം they are just going for something else.
അതായത് ഈ പറഞ്ഞ ക്യാഷ് ക്രോപ്സിന്റെ പുറകെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വേറെ ഒന്നിനും നമുക്ക് നേരല്ല. നമ്മൾ എപ്പോഴും എന്താ കുറെ പൈസ വേണം, അല്ലെങ്കിൽ ഇത് കാരണം നമ്മൾ പാഡി ഫീൽഡ്സ് നിരത്തുന്നത് കാരണം നമുക്ക് ഉണ്ടാവാൻ പോകുന്ന ഡിസാസ്റ്റേഴ്സ്, സ്കേഴ്സിറ്റി ഓഫ് വാട്ടർ അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ചേഞ്ചസിനെ പറ്റിയിട്ടൊന്നും നമ്മൾ ഒട്ടും തന്നെ കൺസേൺഡ് അല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇറ്റ് ഷുഡ് ബി ജസ്റ്റ് ഗിവൻ. ആൻഡ് ഇവിടെ നമ്മുടെ ഗവൺമെന്റ് ഇസ് ഗിവിങ് ലോട്ട് ഓഫ് അതർ സബ്സിഡീസ്, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് ക്യാഷ് ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യാൻ ഒരുപാട് സപ്പോർട്ട് നൽകുന്നുണ്ട്. ആൻഡ് ദേ ആർ നോട്ട് ഗിവിങ് എനി പ്രോമിനൻസ് ടു കൾട്ടിവേറ്റ് ദ ഫുഡ് ക്രോപ്സ്. നമുക്ക് ആവശ്യത്തിന് ഭക്ഷണം കഴിക്കാനുള്ള ഫുഡ് ക്രോപ്സ് കൊടുക്കാനുള്ള അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടൊന്നും ഗവൺമെന്റിന്റെ അടുത്തൊന്നോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സബ്സിഡീസ് ഒന്നും അവൈലബിൾ അല്ല. സോ ഓൾ ദീസ് ആർ സർക്കാസ്റ്റിക് എലമെന്റ്സ് വിച്ച് ആർ പ്ലേസ്ഡ് ഇൻ ദി പോയം റൈസ്. ഓക്കെ, ഹോപ്പ് യു ആർ ഗെറ്റിംഗ് എൻ ഐഡിയ. അപ്പോൾ ഇതുകൊണ്ടുണ്ടാകുന്ന കോൺസിക്വൻസസ്, എന്ത് സോഷ്യൽ ട്രാജഡിയിലേക്കായിരിക്കും ഇത് നയിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഇറ്റ് ഷുഡ് ബി പ്ലേസ്ഡ്. ആൻഡ് യു ഷുഡ് ഹാവ് എൻ അപ്രോപ്രിയേറ്റ് ലാംഗ്വേജ്, നല്ലൊരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ലാംഗ്വേജിൽ അത് പ്ലേസ് ചെയ്യണം. ആൻഡ് അലോങ് വിത്ത് ദാറ്റ് യുവർ ഐഡിയ ഷുഡ് ബി പെർഫെക്റ്റ്ലി ഓർഗനൈസ്ഡ്. അപ്പോൾ അതിനൊക്കെ ഡു ഹാവ് ക്ലിയർ മാർക്സ്. ഓക്കെ, ലാംഗ്വേജിന് 1 മാർക്ക് വരുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ ഐഡിയാസ് പ്ലേസ് ചെയ്തിട്ടുള്ളത് അതിന് 2 മാർക്ക്. ആൻഡ് മേജർ പോയിന്റ്സ്, ഇപ്പം ഈ നേരത്തെ പറഞ്ഞ പോയിന്റ്സ്, sarcastic elements ഏതൊക്കെയാണെന്ന് പറയുന്നത് you'll be just having 3 marks, and total you'll be just having 6 marks. Okay, so shall we just go for the next part? അടുത്തതിലേക്ക് പോയാലോ? Okay, so the next one is again of report. It's a newspaper report. A newspaper report ആണ് അവിടെ വരുന്നത്. Mr. Prashant, the owner of the bank, has been arrested for misappropriating the funds of the depositors. The media reported this news. What can be that likely news report? എന്താണ് ആ ഒരു likely news report ആയിട്ട് വരിക? ന്യൂസ് റിപ്പോർട്ടിന്റെ ഫോമാറ്റ് നമുക്കറിയാം. സോ ഐ ജസ്റ്റ് ഡിസ്ക്രൈബ് ഇറ്റ് വൺസ് മോർ. എന്തായിരിക്കും അതിന്റെ ഒരു ന്യൂസ് റിപ്പോർട്ട് എന്നുള്ളത്? അപ്പോൾ മേജർ തിങ്, ഒരു ന്യൂസ് റിപ്പോർട്ടിന്റെ ഏറ്റവും ക്രക്സ് ആയിട്ടുള്ള മേജർ ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇറ്റ്സ് ടൈറ്റിൽ. ന്യൂസ് റിപ്പോർട്ടിന്റെ ടൈറ്റിൽ തന്നെയാണ് വരേണ്ടത്. ദെൻ നെക്സ്റ്റ് കംസ് സ്റ്റാഫ് റിപ്പോർട്ടേഴ്സ് നെയിം, അല്ലേ? സ്റ്റാഫ് ആരാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? സ്റ്റാഫ് റിപ്പോർട്ടേഴ്സ് നെയിം. ഇനി നെക്സ്റ്റ് കംസ് പ്ലേസ് ആസ് വെൽ ആസ് ഡേറ്റ് ഷുഡ് ഓൾസോ ബി ഗിവൻ. നെക്സ്റ്റ് ഇസ് ദ പ്ലേസ്. പ്ലേസ് മെൻഷൻ ചെയ്ത് ഒരു കോളൻ ഇട്ടിട്ട് നമ്മൾ വി ആർ ജസ്റ്റ് സ്റ്റാർട്ടിങ് വിത്ത് ദി ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. ആ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ വാട്ട് ഓൾ തിങ്സ് ഷുഡ് ബി മെൻഷൻ, അവിടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. Who all the WH questions should be answered. ഏതൊക്കെ WH questions, what is happening, അല്ലെങ്കിൽ എന്താ സംഭവിച്ചിട്ടുള്ളത്? This man got the Gresham, the owner of the bank, got arrested. That is the thing. What എന്നുള്ളതിന്റെ ആൻസർ ആയി. Who ആരാണ്, അതിലും ആൻസർ വന്നിട്ടുണ്ട്. മിസ്റ്റർ ഗ്രഷാം എന്നുള്ള ഓണർ വന്നിട്ടുണ്ട്. ആൻഡ് വെൻ അല്ലെങ്കിൽ വൈ എന്തുകൊണ്ട്, വൈ he misappropriated the funds of bank. ആൻഡ് വേർ അല്ലെങ്കിൽ അറ്റ് വാട്ട് ടൈം എന്തിനു വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ്, എവിടെ വെച്ചിട്ടാണ്. ഇറ്റ് ക്യാൻ ബി ജസ്റ്റ് ലൈക്ക് യുവർ ഇമാജിനേഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് തന്നിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റിൽ യു ക്യാൻ ജസ്റ്റ് ക്രിയേറ്റ് എവിടെ നിന്നാണ് എപ്പോഴാണ് സമയം എന്നൊക്കെയുള്ളത് യു ക്യാൻ ജസ്റ്റ് മെൻഷൻ. സോ ഓൾ ദി WH questions should be answered in the content part of this newspaper report. Okay, the idea should be fully organized and the appropriate language, നിങ്ങളുടെ ലാംഗ്വേജ് യൂസിന് it will also have the marks for newspaper report. Clear? അപ്പോൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് കഴിഞ്ഞു. ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഐ വിൽ ഹാവ് ടു ഡിസ്ക്രൈബ്, മറ്റുള്ളതിനെ പോലെ അത്ര ബുദ്ധിമുട്ടായിട്ട് വരുന്ന ഒരു സംഭവമല്ല ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. സോ ഷാൽ ഐ ജസ്റ്റ് ഗോ ഫോർ ദി നെക്സ്റ്റ് പാർട്ട്. നിങ്ങൾ ചാപ്റ്റർ ഇഫ് ഇറ്റ് ഇസ് ഫെമിലിയർ ഫോർ യു, നിങ്ങൾക്ക് അതിൽ കോണ്ടന്റിന് യാതൊരു ബുദ്ധിമുട്ട്, എലമെന്റ്സ് നിങ്ങൾക്ക് ജസ്റ്റ് പ്ലേസ് ചെയ്ത് അങ്ങോട്ട് പോയാൽ മതി. പിന്നെ ആകപ്പാടെ അറിയേണ്ടത് യു ഷുഡ് ബി വെരി ഫെമിലിയർ വിത്ത് ദി ഫോമാറ്റ്. ഓക്കെ, then next comes the next set of question 26 to 28 ആണ്. Answer the any two questions, each carries 8 scores. 2 questions ഉണ്ട്, ഓരോന്നിനും it has got 8 marks. ഒന്നാമത്തെ നോക്കാം. Vacancy senior assistant research and development wing, Samman Foundation, Chanakyapuri. Okay, and the qualification, some qualifications are given and some necessary skills: good communication, well groomed, friendly, energetic, previous experience will be added advantage. Interested candidates can submit the application and resume. അപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. We just have got ഒരു അഡ്വർടൈസ്മെന്റ് ഫോം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഒബ്വിയസ്ലി ദി ക്വസ്റ്റ്യൻ വിൽ ബി ദാറ്റ് യു ആർ ഓൾസോ അപ്ലൈയിങ് ഫോർ ദി പോസ്റ്റ് ഓഫ് സീനിയർ അസിസ്റ്റന്റ്. സമ്മാൻ ഫൗണ്ടേഷൻ്റെ ഒരു സീനിയർ അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് ആ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാണ്. സോ യു ഹാവ് ടു ഡ്രാഫ്റ്റ് എ ലെറ്റർ ഓഫ് ആപ്ലിക്കേഷൻ. നിങ്ങൾക്ക് ഒരു ലെറ്റർ ഓഫ് ആപ്ലിക്കേഷൻ അങ്ങോട്ട് കൊടുക്കേണ്ട ഒരു ലെറ്റർ യു വിൽ ഹാവ് ടു പ്ലേസ്, ആൻഡ് അലോങ് വിത്ത് ദാറ്റ് യു ഹാവ് ടു പ്ലേസ് എ റെസ്യൂമെ ഓൾസോ. സിവിയും കൂടെ അറ്റാച്ച് ചെയ്യണം. ഓക്കെ, അപ്പം ലെറ്റർ എഴുതാൻ ബുദ്ധിമുട്ടില്ല, ബിക്കോസ് വി ഹാവ് ഓൾറെഡി സ്റ്റഡീഡ് ദ ഫോമാറ്റ് ഓഫ് എ ഫോർമൽ ലെറ്റർ. ഫോർമൽ ലെറ്റർ എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഇറ്റ് ഷുഡ് ഹാവ് ദ ഫ്രം അഡ്രസ്, ഡേറ്റ്, 2
salutation, dear sir എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. Then it should have the title. And then next thing is very very important thing. അതിന്റെ തുടക്കത്തിൽ where did you find this advertisement? നിങ്ങൾ ന്യൂസ് പേപ്പറിലൂടെയാണോ or either through any other social media platforms? അപ്പോൾ ഞാൻ ഇങ്ങനെ ന്യൂസ് പേപ്പറിലെ ആഡ് കണ്ടിട്ട് ആണ് ഞാൻ ഈ ഒരു സംഭവം ഈ ഒരു ലെറ്റർ അയക്കുന്നത് എന്നുള്ളൊരു കാര്യം. It should be placed in the introductory part of the letter. Okay, then you can just continue. ഞാൻ ഇന്നൊരു പോസ്റ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാണ് എന്ന് പറഞ്ഞിട്ട് you can just conclude it and അതിന്റെ കൂടുതൽ you just സാധാരണ നോർമൽ ലെറ്റർ കൺക്ലൂഡ് ചെയ്യുന്ന പോലെ തന്നെ കൺക്ലൂഡ് ചെയ്യുക. Then the next task is to present the resume. Resume all your details should be filled. Resume the title കൊടുക്കുക, your name, your email address, your mobile number, and along with that നിങ്ങളുടെ skills, your educational details, your qualifications. Okay, all these things should be placed. Okay, and towards the end ഇതെല്ലാം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് your education അതൊക്കെ നമ്മൾ പറഞ്ഞു. Towards the end you have to place one more thing. I declare that all the above stated things are true. അല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ സത്യമാണെന്ന് ഞാൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് you just have to make your name as well as signature. Then only that resume will become a complete one. So hope that one is clear for you. നമ്മുടെ റെസ്യൂമിൽ വേണ്ട ഡീറ്റെയിൽസ് ആണ് ഞാനിപ്പോൾ മെൻഷൻ ചെയ്തിട്ട് all your details including mail ID, phone number, your schooling, your educational details, your experience. I just missed out experience when I was saying the first one. Experience mentioned and then your skills. നിങ്ങളുടെ എന്തൊക്കെയാണ് നിങ്ങൾക്ക് സ്കിൽസ് ഉള്ളത് അതിനുശേഷമാണ് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു acknowledgement കൊടുക്കുക. ഇത് ഞാൻ തന്നെയാണ് ഈ എഴുതുന്നത് and towards the end you can just give your name as well as your sign. Okay, so hope the letter as well as the resume or CV is clear for you. And now we'll just go for it. It is having 8 marks, so be very careful when you're writing both of these things. And next one is an essay. It should be on the topic the hazards of drug abuse. Drug abuse ന്റെ ദോഷങ്ങൾ അല്ലെങ്കിൽ അതെങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത് എന്നുള്ളൊരു കാര്യത്തെ പറ്റിയിട്ടാണ് you will have to place an essay. Damage to the brain, however, is the most subtle, most often unrecognized and least understood consequence of drug abuse. അപ്പോൾ അത്ര പെട്ടെന്നൊന്നും ഐഡന്റിഫയബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഇറ്റ് ക്യാൻ ജസ്റ്റ് ഈസിലി കോസ് ഇപ്പം വളരെയധികം റെക്കഗ്നൈസ് ചെയ്യപ്പെടാതെ പോകുന്ന ഒരു കൈൻഡ് ഓഫ് സോഷ്യൽ ഈവിൾ തന്നെയാണ് ഇതെന്ന് പറഞ്ഞിട്ടുള്ളതാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ എസ്സേ ഓൺ ദിസ് ടോപ്പിക് ഹസാർഡ്സ് ഓഫ് ഡ്രഗ് അബ്യൂസ്. സോ എസ്സേ ആണ്. ഇറ്റ് ഷുഡ് ഹാവ് എ പ്രോപ്പർ ടൈറ്റിൽ, നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൈറ്റിൽ ഇറ്റ് ഷുഡ് ബി ഗിവൻ ആൻഡ് ദെൻ ആൻ ഇൻട്രോഡക്ടറി പാരഗ്രാഫ് അബൌട്ട് ദി ടോപ്പിക്. ഡ്രഗ് അബ്യൂസിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ, ആദ്യം തന്നെ ഡ്രഗ് എന്നതാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മെഡിക്കൽ ആ ഒരു കോൺസെപ്റ്റിലേക്കൊന്നും അല്ല പോകുന്നത്, എന്താണ് ജനറലി ബേസിക്കലി ഡ്രഗ് അബ്യൂസ് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളൊരു ഐഡിയ കൊടുക്കുക. ദെൻ യു ക്യാൻ ഡിവൈഡ് ഈച്ച് പാരഗ്രാഫ്സ് ഓരോ ഐഡിയാസ് വെച്ചിട്ട് വാട്ട് ഓൾ ആർ ദി പ്രോബ്ലംസ്, അഡ്വാൻറ്റേജസ്. ഡ്രഗ്സ് ഇന്നതിന് ഉപയോഗിക്കാം, ബട്ട് അതിൻ്റെ കൂടെ തന്നെ ഇറ്റ് ഹാസ് ഗോട്ട് എ ലോട്ട് ഓഫ് ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ യു ക്യാൻ ജസ്റ്റ് ഡിവൈഡ് ദാറ്റ് ഇൻ ടു ഡിഫറെൻറ്റ് പാരഗ്രാഫ്സ് ആയിട്ട് തിരിക്കുക. യു ക്യാൻ ഗിവ് സബ് ടൈറ്റിൽസ് ടു ഓരോ പാരഗ്രാഫിനും അല്ലെങ്കിൽ നെസസറി ആയിട്ടുള്ള സ്ഥലങ്ങളിൽ അതിന് പറ്റി ആപ്റ്റ് ആയിട്ടുള്ള സബ് ടൈറ്റിൽസ് കൊടുത്തെഴുതുക. ആൻഡ് ടുവേർഡ്സ് എൻഡ് ഇറ്റ് ഇസ് ഓഫ് 8 marks. 8 marksന്റെ ആണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഷുഡ് ബി ഡിസ്ക്രിപ്റ്റീവ്. ഓക്കെ, ആൻഡ് നല്ല സീക്വൻസ്ഡ് ആയിട്ട് നിങ്ങളുടെ ഐഡിയാസ് പോകണം. ആൻഡ് ദെൻ ടുവേർഡ്സ് ദി എൻഡ് നിങ്ങൾ മേലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് സമ്മറൈസ് ചെയ്ത് യു ഷുഡ് ഗിവ് എ കൺക്ലൂഡിംഗ് പാരഗ്രാഫ് ടു. അതിൻ്റെ കൂടുതൽ നിങ്ങളുടെ എസ്സേയിൽ നിങ്ങൾക്ക് യു ക്യാൻ യൂസ് അനക്ഡോട്ട്സ്, എന്തെങ്കിലും റിയൽ ലൈഫ് സിറ്റുവേഷൻസ് ഉപയോഗിക്കാം, അതിൻ്റെ എഫക്ട്സ് എന്തൊക്കെയാണ്. യുവർ ഒപ്പീനിയൻ ക്യാൻ ഓൾസോ ബി പ്ലേസ്ഡ് ഇൻ യുവർ essay. So essay writing is also clear for you, I hope. So we are just going for the last poem from this question paper. Read the poem given below. Attempt a comparison between Mending Wall by Robert Frost, focusing on the stylistic features and content of the poem. Main ആയിട്ടുള്ള കോണ്ടന്റും നമ്മുടെ poetic devices കൂടെ ബ്ലെൻഡ് ചെയ്തിട്ട് നിങ്ങളുടെ ഒരു കമ്പാരിസൺ ആണ് പോയി പറഞ്ഞിട്ടുള്ളത്. ഒരെണ്ണം നിങ്ങൾക്ക് ഇറ്റ്സ് ഓൾറെഡി ഗിവൻ ദർ, ഒരെണ്ണം യു ഹാവ് ഓൾറെഡി മെൻഡിങ് വാൾ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഒബ്വിയസ്ലി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം രണ്ടിൻ്റെയും തീം അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ ഒരു സിമിലാരിറ്റി അതിന് വന്നിട്ടുണ്ടാവും. അതല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഈ പറഞ്ഞ ഒരു കമ്പാരിസൺ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും പറയില്ല. ഓക്കെ, ഒന്നെങ്കിൽ അതിൻ്റെ സ്റ്റൈലിൽ അല്ലെങ്കിൽ അതിൻ്റെ കോണ്ടന്റിലൊക്കെ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ഹാവ് സം സിമിലാരിറ്റീസ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ നോക്കിക്കേ വാട്ട് ഇസ് ഇറ്റ് സിമിലാരിറ്റി എന്നുള്ളത്. ആസ് ഐ ഗ്രൂ ഓൾഡർ ഇറ്റ് വാസ് എ ലോങ് ടൈം എഗോ ഐ ഹാവ് ഓൾമോസ്റ്റ് ഫോർഗട്ടൺ മൈ ഡ്രീം. But it was there then in front of me, bright like a sun, my dream. And then the wall rose slowly. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ നമുക്ക് we have got that content of that wall. എൻ്റെ ഡ്രീംസിൻ്റെ ഇടയിൽ സംതിങ് കെയിം ഇൻ ബിറ്റ്വീൻ മൈ ഡ്രീംസ്. ഞാൻ വലുതായിക്കൊണ്ടിരിക്കുന്നിടത്തോളം അല്ലെങ്കിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നിടത്തോളം ചെറുപ്പത്തിലൊക്കെ വിൽ ബി ഹാവിങ് ലോട്ട് ഓഫ് ഡ്രീംസ് ഓഫ് എനിക്ക് ഇന്നതാവണം. പക്ഷെ വലുതായി വരുമ്പോഴേക്കും വിൽ ഗോട്ട് ലോട്ട് ഓഫ് ഡിസ്ട്രാക്ഷൻസ്. അപ്പം ഈ പറഞ്ഞ ഒരു വാൾ നമ്മുടെ എവിടെയും വരുന്നുണ്ട്, മെൻഡിങ് വാളിലും വരുന്നുണ്ട്. അപ്പോൾ you have to connect it with them, dimming and hiding the light of my dream,
And now I'm blank. I lie down in the shadow. No longer the light of my dream before me. Above me only the thick wall, only the shadow. അപ്പോൾ again and again the wall is mentioned. Mending wall എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു wall is again and again mentioned. It's a very long poem. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം നോക്കാനുള്ളത് what is the content? രണ്ടും തമ്മിലുള്ള contential ആയിട്ടുള്ള കമ്പാരിസൺ എന്താണ്? അപ്പോൾ രണ്ടെണ്ണത്തിൻ്റെയും ഇടയ്ക്ക് ഒരു ഡിസ്ട്രാക്ഷൻ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങൾക്ക് നമ്മുടെ ഇടയിൽ വരുന്ന ഡിസ്ട്രാക്ഷനെയാണ് അവിടെ നമ്മൾ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഷുഡ് ബി മെൻഷൻഡ്. ഇനി എന്തെങ്കിലും ഇസ് ദർ എനി ഫീച്ചർ, അപ്പോൾ ആ ഫീച്ചർ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് ബി വെരി thorough with the poem. മെൻഡിങ് വോളിൽ എന്താണ് നടക്കുന്നത്, എന്താണ് അതിന്റെ പോയറ്റിക് ഫീച്ചേഴ്സ്, വാട്ട് ഓൾ ആർ ദി പോയറ്റിക് ഡിവൈസസ് യൂസ്ഡ് എന്നൊക്കെ ഉള്ളത് നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. ദെൻ ഓൺലി യു വിൽ ബി ഏബിൾ ടു ഗെറ്റ് ദി ഐഡിയ. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ അവിടെ പ്ലേസ് ചെയ്യുക. And then you can just compare. അപ്പോൾ ആദ്യത്തെ പാരഗ്രാഫിൽ you can just describe ഇന്നതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കൊടുക്കുക. The author, the name of the poem should be mentioned. Towards the next paragraph നിങ്ങൾക്ക് തന്നിട്ടുള്ള poem നിങ്ങൾ you just have to describe. അത് ഡിസ്ക്രൈബ് ചെയ്യുക. Then next comes the another poem, നമുക്ക് അറിയുന്ന poem, നമ്മൾ അതിനകത്തുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ പ്ലേസ് ചെയ്യുക. Then another paragraph it should be the comparison of both the poems. Then അതിനെ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് നമ്മൾ സാധനങ്ങൾ റെഡിയാക്കുക. Okay, hope that one is also clear for you. ഇത്രയേ ഉള്ളൂ നമ്മൾ അതിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. So this first question paper is over. All right. So here we are with the next set of paper. അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് we are here. And അപ്പോൾ ഇവിടെയും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ എന്തൊക്കെയാണ് നമ്മുടെ ആ ഫോമാറ്റിനാണ് നമ്മൾ മെയിൻ ആയിട്ട് കൊടുക്കുന്നത്. ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഡിസ്കസ് ചെയ്തപ്പോൾ ഐ തിങ്ക് യു ഹാവ് ഗോട്ട് ആൻ ഐഡിയ. ഒരു പരിധി വരെ നിങ്ങൾക്ക് ഒരു ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. ആൻഡ് നൗ വി ആർ ഗോയിങ് ഫോർ ദി സെക്കൻഡ് സെറ്റ് ഓഫ് പേപ്പർ. ഓക്കെ, അടുത്തൊരു സെറ്റിലേക്ക് പോകാം. അപ്പോൾ രണ്ടെണ്ണമൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോഴേക്കും ഒരു എങ്ങനെയായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻസ്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ഏതൊക്കെ ചാപ്റ്റേഴ്സ് എന്നായിരിക്കും, വാട്ട് ഓൾ ഫോമാറ്റ് ഷുഡ് ബി ബൈ ഹാർട്ട്, അല്ലാതെ കുറച്ചൊരു പ്രോമിനൻസ് കൊടുക്കേണ്ട ഏതിനാണെന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഹിയർ വൺ പാരഗ്രാഫ് അതിന് പാസേജസ് ഗിവൻ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് സം ക്വസ്റ്റ്യൻസ് ആർ ഓൾസോ ആസ്ഡ്. നോക്കാം. In 2006, an Indian TV show called Business Baziga launched an entrepreneur hunt and solicited ideas for new businesses. I entered this contest with a business proposal. My idea was to organize the rickshaw sector and make it a profitable venture. According to my proposal, rickshaws were to be redesigned so that the spaces on the vehicles could be sold for purposes of advertising and brand promotion. And also, I indicated that additional revenues could be made by selling products like water, juice, biscuits, mobile cards and newspapers to the passengers. And I won the show and was offered the seed money of rupees 150 lakhs. And we are having the question, which Indian show in 2006 launched an entrepreneur hunt? The answer is given there itself, Business Baziga. Okay, and then what is Irfan's business proposal? What was his proposal?
he was having an idea to organize rickshaw sector to make it into a profitable venture. And what is this thing? Rickshaws were to be redesigned so that the spaces can be used as for the purposes of advertising and brand promotion. Okay. Next comes, according to Irfan, how could rickshaw pullers make additional revenues? എങ്ങനെയാ additional revenues ഉണ്ടാക്കുക? ഒന്ന് ബ്രാൻഡ് പ്രൊമോഷൻ പറഞ്ഞു, അഡ്വർടൈസ്മെന്റ് കൊടുത്തു, അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇതാ selling products like water, juice, newspapers and biscuits, mobile cards, etc. Okay, clearly mentioned. And next come, which word in the passage means to ask for information? ഇവിടെ എന്തൊക്കെ ഇൻഫർമേഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യം കൊടുക്കുക അല്ലെങ്കിൽ ഇൻഫർമേഷൻ ആസ്ക് ചെയ്യുക എന്നുള്ളൊരു ഐഡിയ വരുന്ന വേർഡ് ഇസ് ദർ. വാട്ട് ക്യാൻ ബി ദറ്റ് വേർഡ്? An entrepreneur hunt and solicited ideas. So asking for information. Okay, solicit, asking for information. Anyway, next comes, why didn't he accept the seed money? എന്താണ് അവർക്ക് അദ്ദേഹത്തിന് കിട്ടാന്ന് പറഞ്ഞ 150 lakh of rupees എന്തുകൊണ്ടാണ്? Why did he just asked it as, അല്ലെങ്കിൽ he just refused that? Why? He just thought this as a non-profitable organization. അങ്ങനെ ഒരുപാട് ലാഭം കൊയ്യേണ്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ടൊന്നും അദ്ദേഹം അതിനെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ he was not ready to accept a profit, അല്ലെങ്കിൽ ആ ഒരു ഷോ വൺ ചെയ്തതിന്റെ ആ ഒരു പൈസ പോലും സ്വീകരിക്കാൻ he was not ready. Okay, now shall we go for the next question? ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരെണ്ണം ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ we'll just go for the next one very quickly. Okay, imagine that you are a colleague of the teacher in the story Crime and Punishment. The teacher has been continuously threatened by the boy and he shares his worries and requests for your advice. Write 4 pieces of advice using the following expressions. അപ്പോൾ നിങ്ങൾ ആ ക്രൈം ആൻഡ് പണിഷ്മെന്റിലെ ടീച്ചറുടെ ഒരു കൊളീഗ് ആണെന്ന് വിചാരിക്കുക. എന്തൊക്കെ ഉപദേശങ്ങൾ, what all will be the advices that you give to her? ഒന്നാമത്തത്, you have these options. You would better listen to him in the beginning. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ അവൻ പറയുന്നത് ആദ്യം തന്നെ കേൾക്കേണ്ടതായിരുന്നു. Then what will be the next one? Why don't you നിങ്ങൾക്ക് എന്ത് ചെയ്തുകൂടാ? Why don't you give him some more time to enjoy? അവന് കുറച്ചുകൂടി സമയം കൊടുത്തുകൂടായിരുന്നു. Why don't you just give? If I were you, ഞാൻ നിങ്ങളായിരുന്നെങ്കിൽ what would I do? I would stop working there. ഞാൻ പണ്ടേ ജോലി നിർത്തിയിട്ട് പോയേനെ. It's all like advices. And I would advise you, ഞാൻ നിങ്ങളെ ഉപദേശിക്കും what? To quit this job at the earliest. പെട്ടെന്ന് തന്നെ നിർത്തി പോകുന്നതായിരിക്കും നിങ്ങൾക്കല്ല, അല്ലെങ്കിൽ you will always be threatened by that boy. Okay, so that can all be the, ഇതൊന്നും അല്ലാണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഡ്വൈസും you can just place. The only thing is that ഇവിടെ കൊടുത്തിരിക്കുന്നതിന് suitable ആകില്ല. ഇപ്പോൾ if clause ആണ് വന്നിട്ടുള്ളതെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം you have to place the next answer. Okay, ഇനി നെക്സ്റ്റ് നമ്മുടെ റൈസ് എന്ന് പറയുന്ന ആ ഒരു പോയത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. We have got നേരത്തെ ക്വസ്റ്റ്യനിലും പേപ്പറിലും we have got questions from that. അപ്പോൾ my father says with obvious pride, son, we have stopped working on all the rice. It was quite inconvenient. The farmer gained nothing. Only fools turn into rice farming for gain. This is better money. What good times. The government give rice to those who don't have paddy fields. Okay. Why did the father stop working on all the rice? എന്തുകൊണ്ടാണ് അച്ഛൻ paddy fields റൈസിലൊക്കെ വർക്ക് നിർത്തിയത്? He considered that it is an inconvenient one. അതിൽ നിന്ന് ഫാമർക്ക് ഒന്നും ഗെയിൻ ചെയ്യാനില്ല, അതുകൊണ്ടാണ് he just stopped. Okay, and then what is the better money mentioned in this stanza? ഇവിടെ എന്താണ് ഈ better money എന്നുള്ളതോട് ഉദ്ദേശിക്കുന്നത്? It is like cultivating cash crops. പൈസ കിട്ടുന്ന റബ്ബർ പോലുള്ള സാധനങ്ങൾക്ക് കൾട്ടിവേറ്റ് ചെയ്യുന്നതാണ് ഇവിടെ cash crops, I mean money എന്നുള്ളതോട് ഉദ്ദേശിക്കുന്നത്. Write 2 suggestions to promote rice farming. It can be from your own opinion. So if it is for me, I would just write subsidies, paddy fields, അല്ലെങ്കിൽ കർഷകർക്ക് subsidies should be allowed. ഒരുപാട് സബ്സിഡീസ് അവർക്ക് കൊടുക്കുന്ന രീതിക്ക് കൊടുക്കണം. ആൻഡ് പുതിയ കളക്ഷൻ സെന്റേഴ്സ് ഇവരുടെ ക്രോപ്സ് ഒക്കെ കളക്ട് ചെയ്ത് ഒരു മിതമായ അല്ലെങ്കിൽ അവർക്ക് പറ്റുന്ന ഒരു റേഞ്ചിന് കൊടുക്കാൻ പറ്റുന്ന കളക്ഷൻ സെന്റേഴ്സ് ഷുഡ് ഓൾസോ ബി ബ്രോട്ട് ഔട്ട്, ലോഞ്ച് ചെയ്തിരിക്കണം. ആൻഡ് ദെൻ pick out an instance of satire in the poem. The government gives rights to those who don't have paddy fields. So that can be just considered as a satire because paddy field ഇല്ലാത്ത ആൾക്കാർക്കാണ് സബ്സിഡീസ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, റൈസ് സബ്സിഡീസ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. So that is also a okay. Then only fools turn into rice farming for gain. Elaborate the idea contained in this line. ഇവിടെ പറയാണ് വെറുതെ മണ്ടന്മാരായിട്ടുള്ള ആൾക്കാർ മാത്രമേ ഇപ്പം ഇന്നത്തെ കാലത്തൊക്കെ റൈസ് ഫാമിലിങ്ങിലേക്ക് പോവുള്ളൂ. വാട്ട് ഇസ് ദ ഐഡിയ മെൻഷൻ ഹിയർ? എന്താണ് ഇന്നത്തെ കാലത്ത് മറ്റേ കൃഷി കൊണ്ടൊന്നും, കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി റൈസ് കൾട്ടിവേഷൻ, പാഡി ഫീൽഡ്സ് കൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല. എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ
ക്യാഷ് ക്രോപ്സ്, അതായത് റബ്ബർ, അരക്കനിട്ട് പോലുള്ള നമുക്ക് പൈസ കിട്ടാൻ പറ്റുന്ന സാധനങ്ങൾ കൊണ്ട് ചെയ്തിട്ട് മാത്രമേ കാര്യമുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഈ ഫുഡ് ക്രോപ്സ് ചെയ്തുകൊണ്ടിരുന്നിട്ട് കഴിഞ്ഞാൽ it is not at all profitable എന്നുള്ള ഒരു കാര്യമാണ് here it is mentioned. Okay, so that is also done. നോക്കിയേ, അടുത്ത് നോക്കാം. Each carries 2 scores. ഇവിടെ ഏതാണ് നമ്മുടെ ആൻസർ എന്നുള്ളതാണ്. Here we are having appropriate phrasal verbs ആണ് ചോദിച്ചിട്ടുള്ളത്. Nomita and Ajit have dash their relationship, go out with, split up. Definitely അവരുടെ relationship അവർ വേണ്ട അല്ലെങ്കിൽ break ചെയ്തു. So it is obviously split up. Anyway, she said that she couldn't. What is the answer? She couldn't put up with. She couldn't just adjust with Ajit. ഇനി അജിത്തിന്റെ കൂടുതൽ വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് അവൾക്ക് പറ്റുന്നില്ല എന്നുള്ള കാര്യമാണ് അവിടെ കൊടുത്തത്. സോ ദിസ് ഇസ് ഓഫ് 2 marks. പെട്ടെന്ന് തന്നെ നമുക്ക് യു ഹാവ് ഗോട്ട് 2 marks. ഇനി നെക്സ്റ്റ് വൺ ഇസ് ഓഫ് റിപ്പോർട്ട് ദി കോൺവെർസേഷൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആദ്യം തന്നെ നോക്കി വെച്ച കോൺവെർസേഷൻ. മിസ്സസ് സ്മിത്ത്, could you really manage a turkey for Christmas? Mr. Brown, yes, I think I can spare one. Mrs. Smith, അപ്പോൾ ഇവിടെ റിപ്പോർട്ടഡ് സ്പീച്ച് ആണ്. ആദ്യം നമ്മൾ ആലോചിക്കേണ്ടത് what can be the tense എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. റിയലി മാനേജ് ചെയ്യാൻ പറ്റുമോ? could you, and could വെച്ചിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ ദിസ് ഇസ് എന്താണ്, എന്ത് ക്വസ്റ്റ്യൻ ആണ്? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ പോലെ വരുന്നതാണ്. സോ ദ റിപ്പോർട്ടിംഗ് വേർഡ് ഷുഡ് ബി if or, ഒന്നെങ്കിൽ if അല്ലെങ്കിൽ whether can be used. ഇനി നമുക്ക് എങ്ങനെ ഇതിനെ റിപ്പോർട്ട് ചെയ്യാം? Could you really manage a turkey for Christmas, Mr. Brown? So Mrs. Smith asked whether you could എന്നാണ് ചോദിച്ചിട്ടുള്ളത്. whether he could really manage a turkey for this Christmas. Okay, so should I just write it here? Okay, so I'll be just writing it here. Mrs. Smith asked ആണ് ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നെങ്കിൽ നമുക്ക് we can just place if or whether. എന്തുകൊണ്ടാണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബിക്കോസ് ഇറ്റ് സ്റ്റാർട്ടഡ് വിത്ത് an auxiliary. കുഡ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ദാറ്റ് അല്ല നമ്മൾ യൂസ് ചെയ്യുക. if or whether. he, ഇവിടെ you എന്ന് പറഞ്ഞിട്ട് is to Mr. Brown. So it is like change to he could. ബാക്കിയുള്ളതിന് we don't have any other change. Whether he could really manage a turkey for Christmas. Okay, ബാക്കി നമ്മുടെ ആ ബാക്കിയുള്ള സെന്റൻസ് തന്നെ എഴുതി വെച്ചാൽ മതി. And Mr. Brown, yes, I think I can spare one. So this is a statement. അപ്പോൾ so Mr. Brown said positively അല്ലെങ്കിൽ positively said that. Okay, said that. Any, I think I can spare one. He think അല്ലെങ്കിൽ he could spare one. ഇവിടെ ഈ can എന്നുള്ളത് it is just converted to could. Can എന്നുള്ളത് it is in present tense, so it is converted to past. So the answer will be like added that he could spare one. Okay, so hope this reported speech is clear. In a statement ആണെങ്കിൽ instead of this if or whether we'll be using that. Question WH questions വെല്ലോ ആണെങ്കിൽ that particular WH word should be used. And then what if it is a request or a command? It should be read. Okay, fine. We are going for the next one. അടുത്ത നോക്കിയേ. Rewrite the following as directed. We started the Green Belt movement in 1977. Okay, and then 2 major incidents of forest fire were reported by the firemen. അപ്പോൾ ഇവിടെ നിങ്ങളുടെ അടുത്ത് പറയുമ്പം begin the sentence with the Green Belt movement. അപ്പോൾ എന്താ അവിടെ പറഞ്ഞിട്ടുള്ളത്? begin the sentence with the Green Belt movement. ഇവിടെ തന്നിട്ടുള്ള സെന്റൻസിൽ ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത്. വാട്ട് ഡസ് ഇറ്റ് മീൻ? എന്തെങ്കിലും ഐഡിയാസ്? എനി ഐഡിയാസ് ഫോർ ദാറ്റ്? ഹലോ, ആർക്കെങ്കിലും പിടികിട്ടിയോ എന്താണെന്നുള്ളത്? നമ്മൾ ഗ്രാമറിലുള്ള ഒരു സാധനമാണ്. സോ വാട്ട് ഡസ് ഇറ്റ് മീൻ? ഏത് ഗ്രാമർ പാർട്ടിൽ നിന്നുള്ളത് അത്? ഇവിടെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റിനെ പറ്റി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ വാട്ട് ഡസ് ഇറ്റ് മീൻ? ഇവിടെ നോക്കി, ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റിനെ പറ്റി പറയാനുണ്ട്. അപ്പോൾ വാട്ട് ഇസ് ദിസ് ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് ഇൻ ദിസ് സെന്റൻസ്? ഈ ഒരു സെന്റൻസിൽ എന്തായിരിക്കും ഈ ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത്? ഇറ്റ് ഇസ് ഒബ്വിയസ്ലി ദി
object. This is the object. Object ആണ് ഇവിടെ. So when you are asked to start with an object with start ചെയ്യുമ്പോഴേക്കും can you connect that? It is like active and passive voice. ആക്റ്റീവ് വോയിസിലാണ് പാസീവ് വോയിസിലാണ് നമ്മൾ ഒബ്ജക്റ്റിനെയും സബ്ജക്റ്റിനെയും ഷിഫ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോ ഹിയർ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് യു ഹാവ് ടു കൺവേർട്ട് ഒബ്ജക്റ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. സോ യു ഹാവ് ടു കൺവേർട്ട് ദിസ് സെന്റൻസ് ഇൻടു വാട്ട്? പാസീവിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, പാസീവ് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് നോക്കാനുള്ളത് ഇറ്റ് ഷുഡ് ബി കൺവേർട്ടഡ് ടു പാസീവ് വോയിസ്. ഇനി നെക്സ്റ്റ് തിങ് ദാറ്റ് യു ഹാവ് ടു നോട്ടീസ്, we started the green belt movement. Started, it's in started ed form ആണ്. That is obviously in past tense. And in past tense how will you convert that to passive voice? എങ്ങനെയാണ് നമ്മൾ past tense ലുള്ള ഇതിനെ കൺവേർട്ട് ചെയ്യുക? അപ്പോൾ അതിൽ നമുക്ക് എപ്പോഴും നമുക്ക് we have got some conversion rules. The conversion is like ആദ്യം നമുക്ക് if subject plus V2 ആണ് നമ്മുടെ ഫോം എങ്കിൽ it should be converted to was or were plus V3 form. ഇത് കൺവേർഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആക്റ്റീവ് ടു പാസീവ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഇതിനെ കൺവേർട്ട് ചെയ്യാം? ഹൗ ക്യാൻ ഇറ്റ് ബി കൺവേർട്ടഡ്? വി സ്റ്റാർട്ടഡ് ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് ഇൻ 1997. അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റ് ആദ്യമേ പറയണം ദ ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ്. The green belt movement. The subject plus V2 എന്നുള്ളത് മാറി it is converted to was any V3 form. It's already given there. Was started in 1977 by we എന്നുള്ളത് it is converted to us. Clear? അപ്പോൾ അങ്ങനെയാണെങ്കിൽ how will be the second one? Two major incidents of forest fire were reported by the firemen. ഇവിടെ എന്താ? Is it confusing? ഇത് നമ്മൾ പറഞ്ഞ ആക്റ്റീവ് ആൻഡ് പാസീവ് സംതിങ് റിലേറ്റഡ് ടു ദാറ്റ് തന്നെയാണ്. Then what can be this one? ഇതിപ്പോൾ ഓൾറെഡി ഈ സെന്റൻസ് എവിടെയാണ് കിടക്കുന്നത്? ഇറ്റ് ഇസ് ആക്ച്വലി ഇൻ പാസീവ് വോയിസ്. കാരണം എന്താ? ഇവിടെ നോക്കിയേ, ബൈ എന്നുള്ള പറയുന്ന സാധനമൊക്കെ ഇറ്റ് ഇസ് ഗിവൻ ദർ. കാരണം ബൈ ഇപ്പോൾ കൂട്ടി നമ്മൾ വെച്ച് കഴിഞ്ഞാലും ഇറ്റ് ഇസ് ഇൻ പാസീവ് വോയിസ്. നമ്മൾ തിരിച്ചെഴുതിയപ്പോൾ ബൈ എസ് എന്നാണ് പറഞ്ഞത്. സോ ദിസ് ഇസ് ഇൻ പാസീവ് വോയിസ്. അപ്പോൾ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ബിഗിൻ വിത്ത് ഫയർമെൻ. അപ്പോൾ നമ്മുടെ നേരെ തിരിച്ചെഴുതാൻ നമ്മൾ ആദ്യം ചെയ്തത് പാസീവ് വോയിസിലേക്ക് കൺവേർട്ട് ചെയ്യായിരുന്നു. ഇവിടെ ഇറ്റ് ഇസ് ആസ്ക്ഡ് ടു മേക്ക് ദാറ്റ് ഇൻടു ആക്റ്റീവ് വോയിസ്. ആക്റ്റീവ് വോയിസിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്? വേർ റിപ്പോർട്ടഡ്. ഇതെന്ത് ചെയ്യണം? ഇവിടെയാണ് കിടക്കുന്നത്, ഇവിടുന്ന് ഇങ്ങോട്ട് പോകണം. വാസ് ഓർ വേർ പ്ലസ് V3 ഫോം എന്നുള്ളത് ഇങ്ങോട്ട് മാറണം. സോ ദി ആൻസർ വിൽ ബി ലൈക്ക് ദി ഫയർമെൻ റിപ്പോർട്ടഡ്. The firemen reported two major incidents. Two major incidents of forest fire. Clear? മനസ്സിലായോ? Major incidents of forest fire. എങ്ങനെയാണ് കണക്ഷൻ വന്നത്, അല്ലെങ്കിൽ how did we write എന്നുള്ള കാര്യം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. Is it clear? Okay, active and passive എങ്ങനെയാണ് മനസ്സിലായതെന്ന് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. Can I just go for the next one? All right, so we'll just go for the next one. Okay, അടുത്ത നോക്കാം. Answer any 3 questions from 19 to 23 and each carries 4 marks. Okay, ഇവിടെ ഒരു introductory announcement ആണ് നിങ്ങളുടെ അടുത്ത് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. The English club of your school has decided to stage the play The Hour of Truth. As the director of the play, prepare a script of an introductory announcement. Introductory announcement ആണ് പറഞ്ഞിട്ടുള്ളത്. So it should have a title. നിങ്ങളുടെ script, നിങ്ങളുടെ പ്ലേയുടെ ടൈറ്റിൽ should be mentioned. The author, the characters, ഇന്നതാണ് ഇതിൻ്റെ ഒരു കോണ്ടന്റ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഒരു ഇൻട്രൊഡക്ടറി അനൗൺസ്മെന്റിൽ അവിടെ പ്ലേസ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പം ഇന്നതാണ്, ഇന്ന പ്ലേ ആണ്. നമ്മൾ നാടകങ്ങൾക്കൊക്കെ മുന്നിൽ ഒരു എന്താണ് അതിനെപ്പറ്റി ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും അല്ലേ? അപ്പോൾ അവിടെ ടൈറ്റിൽ കൊടുത്തിട്ട് ഞങ്ങൾ പ്രസന്റ് ചെയ്യാൻ പോകുന്ന നാടകത്തിന്റെ പേര് ഇന്നതാണ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം വരാറില്ലേ? സെയിം. ഇനി ഹൂ ഇസ് ദ ഓതർ, ആരാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ദെൻ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ, നമുക്ക് ഓഡിയൻസിന് എന്താണോ അതിനെപ്പറ്റി കൊടുക്കാനുള്ളത് ആ ഒരു സാധനം ഇറ്റ് ഷുഡ് ബി പ്ലേസ്ഡ് ദർ. ആൻഡ് ദെൻ ക്യാരക്ടേഴ്സ് ഷുഡ് ഓൾസോ ബി പ്ലേസ്ഡ്. അപ്പോൾ ആ ഒരു ഇൻട്രൊഡക്ടറി സ്റ്റേറ്റ്മെന്റ് ഇത്രയും കാര്യങ്ങൾ ഇറ്റ് ഷുഡ് ബി പ്ലേസ്ഡ്. ഓക്കെ, അപ്പം അതിന്റെ സ്റ്റൈൽ ഓഫ് പ്രസന്റേഷൻ, അതിന്റെ ഒരു ഐഡിയാസ് എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്, ഓൾ ദീസ് തിങ്സ്, ഇനി അതിന്റെ യൂസ് ഓഫ് ലാംഗ്വേജിനൊക്കെ നിങ്ങൾ യു വിൽ ബി കെയറിങ് എക്സ്ട്രാ മാർക്സ്. ഓൾ റൈറ്റ്, ഇനി അടുത്ത് നോക്കിക്കേ. A debate is conducted by the NSS unit of your school on the topic women empowerment is the only weapon to abolish dowry system. Imagine that you are one of the debaters favoring the topic. Write your arguments in a paragraph. There should be at least 4 points. 4 mark in, so 4 points is really necessary.
അപ്പം നിങ്ങൾ ഡൗറി സിസ്റ്റം ഇറ്റ് ഷുഡ് ബി വാനിഷ്ഡ് അല്ലെങ്കിൽ വിമൻ എംപവർമെന്റ് എന്നുള്ള സംഭവം നടപ്പിലാക്കണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ, അല്ലെങ്കിൽ വിമൻ എംപവർമെന്റ് ആണ് ഡൗറി സിസ്റ്റത്തെ ഇല്ലാണ്ടാക്കാൻ ഏറ്റവും വലിയൊരു സംഭവം എന്നുള്ളതിനെ അതിനെ ഫേവർ ചെയ്തുകൊണ്ടാണ് യു ഹാവ് ടു പ്രൊഡ്യൂസ് എ സ്റ്റേറ്റ്മെന്റ്. അപ്പം ഇറ്റ് ഷുഡ് ബി എ പാരഗ്രാഫ്, ഒരു ഷോർട്ട് പാരഗ്രാഫ് ആണ്. ആ ഒരു പാരഗ്രാഫിൽ നിങ്ങൾക്ക് യു ക്യാൻ ജസ്റ്റ് സ്റ്റേറ്റ് എന്താണ് വിമൻ എംപവർമെന്റ്, എങ്ങനെയാണ്, ഹൗ ഇറ്റ് റിഡ്യൂസസ് ഡൗറി, ദെൻ ഹൗ ക്യാൻ ഇറ്റ് റിഡ്യൂസ്, 4 പോയിന്റ്സ് ഇറ്റ് ഷുഡ് ബി പ്ലേസ്ഡ്. ഓക്കെ, അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ കൊടുക്കാം, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വിമൻസ് അവരുടെ റൈറ്റ്സിനെ പറ്റിയിട്ട് പറഞ്ഞു കൊടുക്കാം. ആൻഡ് ഹൗ ദ സിസ്റ്റം ഓർ ദ ലോ ദ ലീഗൽ പ്രൊട്ടക്ഷൻ ഇസ് ഗിവൻ ടു വിമൻ, ആ ഒരു കാര്യത്തെ പറ്റി അവർ എത്രത്തോളം അവെയർ ആയിരിക്കണം എന്നുള്ള കാര്യം കൊടുക്കാം. എംപ്ലോയ്മെന്റ് ആൻഡ് വിമൻസിന് എത്രത്തോളം ലീഡർഷിപ്പ് ക്വാളിറ്റീസ് അവരിലേക്ക് കൊണ്ടുവരാം എന്നുള്ള കാര്യം. ആൻഡ് ദെൻ ഫ്യൂച്ചർ കംപ്ലീറ്റ്ലി, അതായത് സ്ത്രീകളെയും കൂടെ ഉൾപ്പെടുത്തി വേണം, അല്ലെങ്കിൽ സ്ത്രീകൾ ഷുഡ് ബി ദർ ഇൻ ഓർഡർ ടു റേസ് ഓൾ ദി സോഷ്യൽ ഇവൽസ് എന്നുള്ള ഐഡിയാസ് ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പറഞ്ഞ ഒരു ആർഗ്യുമെന്റിൽ കൊടുക്കാം. ഓൾ ദീസ് ഐഡിയാസ് ഷുഡ് ബി പ്ലേസ്ഡ് ഇൻ ദിസ്. ഏറ്റവും കുറഞ്ഞത് 4 പോയിന്റ്സ് എങ്കിലും നിങ്ങൾ അതിൽ പ്ലേസ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ whenever you are asking, whenever you are writing for all such things, you should be very careful. 4 പോയിന്റ്സ് കറക്റ്റ് ആയിട്ട് നിങ്ങൾ അതിനെ ഫേവർ ചെയ്യുന്ന രീതിക്ക് തന്നെ കൊടുക്കണം. ഫേവർ ചെയ്യാൻ പറഞ്ഞിട്ട് അതിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിക്ക് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വോണ്ട് ബി റൈറ്റ്. ഓക്കെ, so next is also prepare a paragraph writing relevance of Horrigalloos in this world. അപ്പോൾ ഒരു statement is given by and I wish there were more Horrigalloos in this world, സുധാമൂർത്തി. നമ്മുടെ ലോകത്ത് ഇനിയും ഒരുപാട് ഹൊറഗലൂസ് വേണം. ഹൊറഗലൂസ് മീൻസ് നമുക്ക് എന്തായാലും കൊടുക്കാൻ പറ്റുന്ന ഒരു മീനിങ് ഗുഡ് ലിസണേഴ്സ് ഷുഡ് ബി ദർ ഇൻ അവർ വേൾഡ്. എന്നാൽ മാത്രമേ നമ്മുടെ ലോകം സർവൈവ് ചെയ്ത് മുന്നോട്ട് പോകത്തുള്ളൂ എന്നൊരു സാധനമാണ് അവിടെ പറയുന്നത്. അപ്പം ഹൊറഗലൂസ് ഷുഡ് ബി ദർ ഇൻ അവർ വേൾഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം എന്താണ് വാട്ട് ഇസ് ദ നീഡ് ഓഫ് ഹൊറഗലൂസ്? ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഭൂരിഭാഗം സൂയിസൈഡ്സിനൊക്കെ കാരണം ഒരാൾ പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരാളുടെ വിഷമം, അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ളത് മറ്റൊരാളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ അവർക്ക് ആൾക്കാരില്ല. They don't have any persons, they don't have any other friends or support from any of their sides. ഇതൊന്നും പറയാനൊന്നും, അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് ചോദിക്കാൻ, ഒരു അഡ്വൈസ് ചോദിക്കാൻ ഒരു മനുഷ്യനില്ല, തങ്ങളെ കേൾക്കാൻ ആൾക്കാരില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. സോ ദിസ് ഹാസ് ടു ബി അഡ്രസ് ലൈക്ക് ദ നീഡ് ഓഫ് ഹൊറഗല്ലൂസ്. നമ്മുടെ ലോകത്ത് എന്തോരം ഇനിയും ഹൊറഗല്ലൂസ് വേണം, ഹൊറഗല്ലൂസ് ഉണ്ടാവുന്നത് വഴി എന്തൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു എന്നുള്ള കാര്യങ്ങൾ ഇറ്റ് ഷുഡ് ബി ജസ്റ്റ് പ്ലേസ്ഡ്. അവിടെ എന്തൊക്കെ കൊടുക്കാം, അവിടെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ കൊടുക്കാം. ഹൊറഗല്ലൂസ് ഇല്ലാതെ പോയി കഴിഞ്ഞാൽ എത്രത്തോളം കോംപ്ലക്സ് ആയി പോകും നമ്മുടെ വേൾഡ്. അത് നമ്മുടെ, അതുപോലെ തന്നെ നമ്മുടെ രത്നയുടെ ക്യാരക്ടർ, ഗ്രാൻഡ് ഫാദറിന്റെ ഒരു നേച്ചർ, ഇതെല്ലാം ഇറ്റ് ഷുഡ് ബി പ്ലേസ്ഡ്. അവരെത്രത്തോളം, ഹൗ ഡിഡ് ദേ ആക്ട് ആസ് ഹൊറഗല്ലൂസ്, അത് എത്രത്തോളം ആൾക്കാരെ സ്വാധീനിച്ചിട്ടുണ്ട്, ഹൗ ഡിഡ് ദേ ഇൻഫ്ലുവൻസ് അതേഴ്സ്, ഹൗ ഡിഡ് ദേ മാനേജ് ടു സേവ് അതേഴ്സ് ഫ്രം സംതിങ് എൽസ്. ആ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ആ ഒരു സംഭവത്തിൽ ഇറ്റ് ഷുഡ് ബി മെൻഷൻഡ്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ ഷാൽ വി ഗോ ഫോർ ദ നെക്സ്റ്റ് പാർട്ട്? അടുത്തതിലേക്ക് പോയാലോ? അപ്പൊ നോക്കിയാ അടുത്തത്, I have got only a few years to live, but I will live those I have lived the rest of my life. I'll go to my grave clean. Robert Baldwin never compromised with the corruption and corrupted. Prepare a character sketch of Robert Baldwin. റോബർട്ട് ബാൾവിന്റെ ക്യാരക്ടർ സ്കെച്ച് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പെർട്ടിക്കുലർ ലൈൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ യു ഹാവ് ടു ഗെറ്റ് ദ ക്യാരക്ടർ സ്കെച്ച് ഔട്ട് ഓഫ് ദാറ്റ് യൂസിങ് ദാറ്റ് പെർട്ടിക്കുലർ പോയിന്റ്. ആ ഒരു ക്യാരക്ടറിനെ കൂടെ വെച്ചിട്ട് വേണം നിങ്ങളുടെ പോയിന്റും ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തു പോകുക. അപ്പം വാട്ട് ഓൾ വർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റോബർട്ട് ബാൾവിൻ? ബാൾവിൻ എത്രത്തോളം, അല്ലെങ്കിൽ എങ്ങനെയുള്ള ഒരു മനുഷ്യനായിരുന്നു? വാട്ട് വാസ് ഹിസ് ക്യാരക്ടർ സ്കെച്ച് അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ്? എന്തൊക്കെ വേണം? ഹി വാസ് എ വെരി ഓണസ്റ്റ് മാൻ, അല്ലേ? ഒന്നാമത്തെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഓണസ്റ്റി ആണ്. He was a very honest man. ഭയങ്കര ഓണസ്റ്റ് ആയിരുന്നു, ഭയങ്കര സത്യസന്ധനായിരുന്നു. ആൻഡ് ഹി വാസ് എ വെരി സോഫ്റ്റ് സ്പോക്കൺ പേഴ്സൺ, അല്ലേ? ആരുടെ അടുത്തും പെട്ടെന്ന് കയറി അങ്ങ് ചൂടാവുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ഒന്നും അല്ലായിരുന്നു. ഹി വാസ് എ സോഫ്റ്റ് സ്പോക്കൺ പേഴ്സൺ, വളരെ മയത്തിൽ കാര്യങ്ങൾ പറയുന്ന ആളായിരുന്നു. ഹി വാസ് എ വെരി ലവിങ് വൺ. ഹി ലവ്സ് ഹിസ് ഫാമിലി, അല്ലെ? അയാളുടെ ഫാമിലിനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു, അവരെ ഭയങ്കര താല്പര്യമായിരുന്നു. ആൻഡ് വെരി അബ്ഹോഴ്സ് വാല്യൂ, അല്ലേ? അയാളുടെ ലൈഫിലായിട്ട് ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കാനുള്ള ചാൻസസ് വന്നിട്ടുണ്ട്. ബട്ട് ഹീ സ്റ്റിക്ക് ഡൗൺ ടു ദി വാല്യൂസ് ഇൻ ഹിസ് ലൈഫ്. എത്ര കഴിഞ്ഞു കഴിഞ്ഞാലും എനിക്ക് കുറച്ച് വാല്യൂസ് ഉണ്ട്, ഞാൻ അത് വിട്ടിട്ട് ഒരു പരിപാടിക്കില്ല. എന്നെങ്കിൽ ഹി കുഡ് ഓൾസോ ഹാവ് ബീൻ എ കറപ്റ്റഡ് മാൻ. ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കിയേനെ. ആൻഡ് ഫൈനലി ജസ്റ്റ് ബിക്കോസ് ഓഫ് ദാറ്റ് വാല്യൂസ്, അയാൾ ആ വാല്യൂസിനോട് സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ട് തന്നെ അയാൾക്ക് എന്ത് സംഭവിച്ചു? ഹി ഗോട്ട് എ റൈസ്, ഹി ഗോട്ട് സംതിങ് ഗുഡ് ഇൻ ദി എൻഡ്. ഫൈനലി അയാൾക്ക് നല്ലത് തന്നെയാണ് സംഭവിക്കുന്നത്. ആൻഡ് എത്ര ബുദ്ധിമുട്ടുള്ള അഡ്വേഴ്സ് സിറ്റുവേഷൻസിലാണെങ്കിലും ഹി വാസ് റെഡി ടു സ്റ്റിക്ക് ഓൺ ടു ദോസ് വാല്യൂസ്. ആ
പറഞ്ഞിരിക്കുന്ന അയാൾക്ക് ഉണ്ടായിരുന്ന ഒരു സ്റ്റിപ്പുലേറ്റഡ് സെറ്റ് ഓഫ് വാല്യൂസ് അയാളുടെ മനസ്സിലുണ്ടായിരുന്നു. ആൻഡ് അതിൻ്റെ ഒപ്പം തന്നെ അയാൾ എപ്പോഴും സ്റ്റിക്ക് ഓൺ ചെയ്തു. എത്ര അഡ്വേഴ്സ്, എത്ര ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അയാളുടെ ഫാമിലീസിൽ നിന്ന് വരുന്നുണ്ട്. അത്രയും സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അത്രയും അദ്ദേഹം ലവ് ചെയ്തിരുന്ന ഫാമിലിയിൽ നിന്ന് പോലും ദേ ആർ ആസ്കിങ് ഹിം ടു ബിഹേവ് ലൈക്ക് ദിസ്, ഇന്നതുപോലെ ചെയ്യൂ എന്നൊക്കെ അവർ പറയുന്നുണ്ട്. But still he was not ready to sacrifice അല്ലെങ്കിൽ to give up all the ideas that he was holding on to. അപ്പോൾ ആ ഒരു കാര്യം it should be mentioned, and then what all things should be mentioned. അപ്പോൾ ഇതിന്റെ characteristics, അപ്പോൾ അദ്ദേഹം എത്രത്തോളം honest ആയിരുന്നു, he was a self-disciplined man, he was really attached to his family. All these matters should be mentioned in this part. Okay, അപ്പോൾ അദ്ദേഹത്തിന്റെ characteristics എഴുതുമ്പോഴേക്കും all these points should be mentioned. Robert Baldwin എങ്ങനെയായിരുന്നു, how did he treated his family and how did his family treated him back, എങ്ങനെയായിരുന്നു അവരുടെ റെസ്പോൺസ്, and what was his attitude towards corruption. Okay, all these things should be mentioned. So I hope this one is, and he was very sincere. Sincerity should also be given. Okay, he was a very sincere person too, and that is of our sincerity and last he got rewarded. Okay, അപ്പം ഇത്രയും കാര്യങ്ങൾ it should be mentioned. Hello, hi Anjali. അപ്പോൾ can I just go for the next question? Robert Baldwinന്റെ ക്യാരക്ടർ സ്കെച്ചിൽ ഈ പറഞ്ഞ പോയിന്റ്സ് ഇറ്റ് ഇസ് മാൻഡേറ്ററി, ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തതാണ്. So shall we just go for the next one? Yes. Here we have answer any question from 24 to 25 carries 4 marks. 4 മാർക്കിന്റെയാണ്. Edit the passage, ഒന്നാമത്തെ പാസേജ് ആണ്. It was 1983. Was ആണ് കൊടുത്തിട്ടുള്ളത്. So obviously that is in ഏത് ടെൻസ് ആണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ദിസ് ഇസ് ഇൻ പാസ്റ്റ് ടെൻസ് അല്ലെ, വാസ് ആണ് പറഞ്ഞിട്ടുള്ളത്. സോ ബാക്കി അപ്പോൾ പോരുമ്പോഴും ബാക്കി മുഴുവൻ പാസ്റ്റ് ടെൻസിലായിരിക്കും. നോക്കിക്കേ, വി ലിവ് ഇൻ ജക്കാർത്ത. വി ലിവ് ആണോ, ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുകയാണോ? നോ, ഇറ്റ് ഹാപ്പൻഡ്. വാസ് ആണ് പറഞ്ഞിട്ടുള്ളത്. സോ വി ലിവ്ഡ് അല്ലെ, വി ലിവ്ഡ് ഇൻ ജക്കാർത്ത ഇൻ എ ലവ്ലി വൈറ്റ് colonial home on the street that was quiet. It was a pleasant, almost perfect life until the day I was taken to visit a orphanage in the city. I was it a orphanage or an orphanage? So it is an orphanage. Okay, an orphanage in the city. And then adutha nokkike, I don't remember the orphanage how looked. I don't remember the orphanage how looked, but I vividly remember the children. appo avade endu oru prashnalle. And what is the problem there? I don't remember how the orphanage looked. How it should be placed here. How the orphanage looked, and then towards the end, but I remember, I vividly remember. Okay, അപ്പോൾ അത്രയേ ഉള്ളൂ അതിനകത്തുള്ള മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് കൊടുക്കാനായിട്ട്. സോ ഓൾ ദീസ് ആർ ദി തിങ്സ് ദാറ്റ് ആർ ഷുഡ് ബി മെൻഷൻഡ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് കംസ്, നമ്മൾ ഏതാണ്ട് ഓൾമോസ്റ്റ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. 4 points 4 marks എന്നുള്ള എഡിറ്റിംഗ് ഓൾറെഡി. ഓക്കെ, അപ്പം എപ്പോഴും നിങ്ങൾ എഡിറ്റിംഗ് പാസേജ് വരുമ്പോഴേക്കും ആദ്യം നോക്കേണ്ടത് വാട്ട് ഇസ് ദ ടെൻസ്. തുടക്കത്തിൽ നോക്കണം ഏത് ടെൻസിലാണ് ഇത് കിടക്കുന്നത്, ആ ടെൻസിൽ തന്നെയാണോ ബാക്കിയുള്ളത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ യുവർ ആൻസർ ഇസ് ഓൾമോസ്റ്റ് ഹാഫ് വേ ദർ. ഓക്കെ, ആൻഡ് നൗ വി ആർ ഗോയിങ് ഫോർ ദ നെക്സ്റ്റ് പാർട്ട്. ഇറ്റ്സ് എ പ്രൊഫൈൽ ഓഫ് ഷഹീൻ മിസ്ട്രി യൂസിങ് ദ ഹിൻസ് ഗിവൻ ബിലോ. യു ഹാവ് ടു റൈറ്റ് ദ പ്രൊഫൈൽ. നമ്മൾ എഴുതിയിട്ടുള്ളതാണ്. സോ പ്രൊഫൈൽ എഴുതുമ്പോൾ ദ ഫസ്റ്റ് തിങ് ഇസ് ദ ടൈറ്റിൽ. ടൈറ്റിൽ ഇസ് എ മാൻഡേറ്ററി തിങ്. ബർത്ത് കൊടുത്തിട്ടുണ്ട്, എഡ്യൂക്കേഷൻ, occupation, CEO of Tech, Teach for India, and books, Redrawing India, Teach for India, India Story, Miss Mugli Goes to Mumbai. He's as a social activist, founder of Akansha Foundation. Okay, അപ്പോൾ ഷഹീൻ മിസ്ട്രിയുടെ ആ ഒരു പ്രൊഫൈലാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇറ്റ് വിൽ ബി വെരി ഈസി ഫോർ യു ടു റൈറ്റ് എക്സ്ട്രാ ഡീറ്റെയിൽസ്. കാരണം നിങ്ങൾ പഠിച്ചതാണ് ഷഹീൻ മിസ്ട്രിനെ പറ്റി, അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് ആസ് എ സോഷ്യൽ ആക്ടിവിസ്റ്റ്, എങ്ങനെയാണ് അകാൻഷ മിഷൻ ഫൗണ്ടേഷൻ, എങ്ങനെയാണ് ദാറ്റ് വർക്ക്ഡ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് യു ക്യാൻ ജസ്റ്റ് മേക്ക് ദിസ് പ്രൊഫൈൽ ഇൻ ടു എ ഗുഡ് വൺ. അപ്പോൾ അവിടെ നിങ്ങൾ ഓർക്കേണ്ടത്, ഹേ അഞ്ജലി, ഹലോ, hope you are getting an idea of what I'm saying. മനസ്സിലാവുന്നുണ്ടെന്നൊക്കെ വിചാരിക്കുന്നു. So you can also pause things if you are not understanding. Okay, അപ്പോൾ നമ്മൾ ഐ എം ജസ്റ്റ് ഗോയിങ് ഇൻ എ റഷ് ബിക്കോസ് നമുക്കിത് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ യു വിൽ ബി ജസ്റ്റ് ഗെറ്റിംഗ് ടു നോ ഓൾ ദി ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ ഒരുപാട് നേരം വരുന്നു കഴിഞ്ഞാൽ യു വിൽ ഓൾസോ ബി ടയേർഡ്. അപ്പോൾ നാളത്തെ എക്സാംസിൻ്റെ പ്രിപ്പറേഷൻസ് എന്തൊക്കെയായി? ആസ് പാർട്ട് ഓഫ് ദ പ്രിപ്പറേഷൻ യു ആർ ഹിയർ, ബട്ട് സ്റ്റിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ അപ്ഡേറ്റ്സ്? ഷുവറായിട്ട് പോകുന്ന എല്ലാവരുടെയും പ്രിപ്പറേഷൻസ് ഒക്കെ? Okay, let me know that through the comment section. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇറ്റ് വാസ് അബൌട്ട് ദി പ്രൊഫൈൽ റൈറ്റിംഗ്. അപ്പോൾ ടൈറ്റിൽ കൊടുക്കുക. സോ all the details should be mentioned in the chronological order.
ഞാൻ repeatedly പറയുന്ന ഒരു കാര്യമാണ്. It should be mentioned in the chronological order. So that is all about this particular one, profile writing. So we'll just go for the next part. 6 marks question ആണ്. You can just answer any 3 questions. ഒന്നാമത് നോക്കിയേ. Inspired by Christine Lagarde's speech on the 3 L's of empowerment, Zohindra Club of your school has decided to conduct a seminar on International Women's Day. So prepare a report of the seminar. March 8, Women's Day ke your particular topic 3 L's of empowerment എന്നുള്ളതിൽ എന്താണ് you are conducting a seminar. അപ്പോൾ അതിൻ്റെ ഒരു സെമിനാർ റിപ്പോർട്ടാണ് നിങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. So what all should be there in that seminar report? Seminar report la 3 L's of empowerment ഏതൊക്കെയാണ് 3 L's of empowerment? One is learning, then second one is labor, and the last one is what is learning, labor, and last one it is leadership. All these things should be mentioned: learning, leader, and leadership. So these are the 3 L's. Okay. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ സെമിനാർ റിപ്പോർട്ട് സെമിനാർ പോകുന്നത്. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് പാരഗ്രാഫിൽ വാട്ട് വാസ് ദ ടോപ്പിക് എന്നുള്ളത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. ആൻഡ് വാട്ട് ഓൾ തിങ്സ് വെർ മെൻഷൻ, ആ ഒരു അതിനെ പറ്റിയിട്ടുള്ള ഒരു ജസ്റ്റ് ഒരു ലൈനിൽ എന്താണ് വാട്ട് ഡിഡ് ഇറ്റ് ടോക്ക്ഡ് അബൌട്ട് ആൻഡ് വെർ വാസ് ഇറ്റ് ഹെൽഡ് ഡ്യൂറിംഗ് വാട്ട് ഡേ ആൻഡ് ബേസ്ഡ് ഓൺ വാട്ട് പ്രോഗ്രാം ഇറ്റ് വാസ് ഹെൽഡ് എന്നുള്ളത് അതിൻ്റെ ഫസ്റ്റ് 2 or 3 ലൈൻസിൽ ഇറ്റ് ഷുഡ് ബി ക്ലിയർലി മെൻഷൻഡ്. And appropriate ആയിട്ടുള്ള tense form യൂസ് ചെയ്യാൻ പറ്റും. ദിസ് ഇസ് എ സെമിനാർ റിപ്പോർട്ട്. അപ്പോൾ ഓൾറെഡി ഹാപ്പൻഡ്, കഴിഞ്ഞു പോയ കാര്യങ്ങളിലായിരിക്കണം. സോ ഇറ്റ് ഷുഡ് ബി ലൈക്ക് പാസ്റ്റ് ടെൻസിലായിരിക്കണം. ആ ഒരു ടെൻസ് ഫോം കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ദെൻ ടുവേർഡ്സ് ദി നെക്സ്റ്റ് പാരഗ്രാഫ്, അടുത്ത പാരഗ്രാഫിലേക്ക് വരുമ്പോൾ വാട്ട് ഓൾ തിങ്സ് വർ ഡിസ്ക്രൈബ്, ആരൊക്കെയായിരുന്നു സ്പീക്കേഴ്സ്, വാട്ട് ഓൾ തിങ്സ് വർ പ്രസന്റഡ്, എന്തൊക്കെയായിരുന്നു അതിൽ മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്ന പോയിന്റ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ യു ക്യാൻ ജസ്റ്റ് പ്ലേസ്. Okay, so that is all about the presentation, report on seminar. The title should also be given. Upon the first paragraph, details about the topic, where is it held and what date, who all were the presentation. Then അടുത്ത വരുന്ന പാരഗ്രാഫ് തൊട്ട് you can just give the details of the presentation. എന്തൊക്കെയായിരുന്നു അതിൽ പ്രസന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. All right. Next we are going for the 27th question. 27th question നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് in connection with the inauguration of the entrepreneurship club, Irfan Alam, the founder of Saman Foundation, visits your school. So you have got an opportunity to interview him. What all were the possible questions? Irfan Alam നിങ്ങളുടെ സ്കൂൾ വിസിറ്റ് ചെയ്യണം. അപ്പോൾ അദ്ദേഹത്തിനോടുള്ള ക്വസ്റ്റ്യൻസ്, നിങ്ങൾ എവിടെ നിന്നാണ് സാർ വരുന്നത്, നിങ്ങൾക്ക് കുട്ടികളുണ്ടോ, നിങ്ങളുടെ ഭാര്യ എന്ത് ചെയ്യുന്നു, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് യു ജസ്റ്റ് ഹാവ് ടു അവോയ്ഡ്. പകരം എന്ത് നമ്മൾ ചോദിക്കണം, or you can just ask about his foundation, his ideas about that, what is his future plans to sophisticate his institution, അല്ലെങ്കിൽ ആ ഒരു ഐഡിയയിലേക്ക് എന്തെങ്ങനെയാണ് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്, what are the developments, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള ഐഡിയ അദ്ദേഹത്തിന് ഒറിജിനേറ്റ് ചെയ്തത്, ആൻഡ് what are his childhood dreams, എങ്ങനെയാണ് ഇതിലേക്ക് വന്നെത്തിയിട്ടുള്ളത്, ഇനി എങ്ങനെയാണ് this non profitable organization, how are you running that in this such a competitive world. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ it should be answered, it should be asked. And എപ്പോഴും ഇന്റർവ്യൂ ചെയ്യുമ്പോഴേക്കും ശ്രദ്ധിക്കേണ്ട കാര്യം ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്, ക്ലോസ്ഡ് എൻഡഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കരുത്. ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. ഒരു ചോദ്യം ചോദിച്ചു, എവിടെയാണ് നിങ്ങൾ, അല്ല നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന ഒരാളാണോ, അല്ല, ദ ആൻസർ ഇസ് ഓവർ. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഇറ്റ് ഷുഡ് ബി കംപ്ലീറ്റ്ലി അവോയ്ഡഡ്. പകരം ഓപ്പൺ എൻഡഡ് ആയിട്ട് അവർക്ക് ചോദ്യം ചോദിക്കപ്പെടുന്ന ആൾക്ക് ആരോടാണോ ചോദിക്കുന്നത് അവർക്ക് നല്ല രീതിക്ക് അവർക്ക് വളരെ വൈഡായിട്ട് സംസാരിച്ച് പോകാൻ പറ്റുന്ന തരത്തിലുള്ള സംഭവങ്ങൾ ഇറ്റ് ഷുഡ് ബി ആസ്ക്ഡ്. ഓക്കെ, അപ്പോൾ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ഷുഡ് ബി ആസ്ക്ഡ്. റെലവൻറ്റ് ക്വസ്റ്റ്യൻസ്, യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ അവിടെ ചോദിക്കുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ട് യു ക്യാൻ ജസ്റ്റ് ആസ്ക് റെലവൻറ്റ് ക്വസ്റ്റ്യൻസ്. അവരുടെ ഇപ്പോഴത്തെ അല്ലെങ്കിൽ അവരുമായിട്ട് മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ വാട്ട് ഓൾ ക്യാൻ ബി ദ മെസ്സേജസ് ദാറ്റ് യു ക്യാൻ ജസ്റ്റ് പാസ് ഓൺ ടു ന്യൂ എന്റർപ്രണേഴ്സ്. പുതുതായിട്ട് വരുന്ന സംരംഭകരോട് നിങ്ങൾക്ക് കൊടുക്കാനുള്ള മെസ്സേജ് എന്താണ്, വാട്ട് ഓൾ ആർ ദ അഡ്വൈസസ് ദാറ്റ് യു ക്യാൻ ഗിവ് ടു ദ ന്യൂ ജനറേഷൻ. അപ്പോൾ അത്തരത്തിലുള്ള ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഷുഡ് ബി പ്ലേസ്ഡ്. ഓക്കെ, സോ ക്ലാരിറ്റി ഷുഡ് ബി ദർ, റെലവൻസ് ഷുഡ് ഓൾസോ ബി ദർ. Anyway, going for the next one. The neighbor justify the need for wall by stating good fences make good neighbors. Comment on the statement and prepare a write-up. Again, the same question is repeated. നേരത്തെ നമ്മൾ കണ്ട good neighbors are made up of good walls എന്ന് പറയുന്ന ആ സെയിം സാധനത്തിൽ നിന്നാണ് ഇവിടെ ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് you have to prepare a write-up. So it should have a title. നിങ്ങളുടെ ഈ പറഞ്ഞ ഈ ഒരു കോമ്പന്റ് അവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്, അതിനെ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് വേണം യു വിൽ ഹാവ് ടു ഗോ. ആൻഡ് അതിന്റെ കൂടുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ പോയത്തിൽ കൊടുത്തിട്ടുള്ള പോയിന്റ്സ് ക്യാൻ ബി സ്റ്റേറ്റഡ്.
ആ മെൻറ്റിംഗ് വാളിലേക്ക് കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ പ്ലേസ് ചെയ്തിട്ട് പോവാം. ആൻഡ് ഇറ്റ്സ് എ റൈറ്റ് അപ്പ് ആൻഡ് ഇറ്റ് ഇസ് ഓഫ് ഇറ്റ് ഷുഡ് ഹാവ് എ ടൈറ്റിൽ. എങ്ങനെയാണ് അത് സ്റ്റേറ്റ്മെന്റ്സ്, ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ പ്രൂവ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് നിങ്ങൾക്ക് അനക്ഡോട്ട്സ് ഉപയോഗിക്കാം. ആൻഡ് സം കറണ്ട് റെലവെന്റ് ആയിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. യുവർ ഒപ്പീനിയൻസ് ക്യാൻ ബി സ്റ്റേറ്റഡ്. തിങ്സ് ഫ്രം ദി പോയംസ് ക്യാൻ ഓൾസോ ബി അഡോപ്റ്റഡ്. ഓക്കെ, അപ്പൊ എന്താണോ നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ഈ ഒരു പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ അതിനെ നിങ്ങൾ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിക്ക് അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിക്ക് വേണം നിങ്ങളുടെ ദി റെസ്റ്റ് ഓഫ് ദി പാരഗ്രാഫ്, റെസ്റ്റ് ഓഫ് ദി റൈറ്റ് അപ്പ് ഷുഡ് ഗോ ഓൺ. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഇസ് ഓഫ് പ്രിപ്പയർ എ ബ്ലർബ്. അഗെയിൻ ഒരു ബ്ലർബ് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബ്ലർബ് ഇസ് ഓൾസോ എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. നിങ്ങൾക്ക് ഫ്രീക്വൻ്റ്ലി ആസ്ഡ് സാധനമാണ്. അപ്പോൾ ബ്ലർബ് ഇവിടെ നിങ്ങൾക്ക് കുറച്ച് പെരുമ്പടവം ശ്രീധരൻ അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കിനെ പറ്റിയിട്ടാണ്. ദ നോവൽസ് ഇഷ്ടംപോലെ പറയുന്നുണ്ട്, നോട്ടബിൾ വർക്ക്സ്, നാരായണം, അഷ്ടപതി എക്സെട്ര. അപ്പം ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ബ്ലർബാണ് നിങ്ങൾക്ക് കൊടുക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ബ്ലർബ് റൈറ്റിംഗിൽ ഇറ്റ് ഷുഡ് ഹാവ് എ ടൈറ്റിൽ. ടൈറ്റിൽ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ദി ബുക്സ് ടൈറ്റിൽ. ഒരു ബുക്കിൻ്റെ ടൈറ്റിൽ കൊടുക്കുക. ഒരു സങ്കീർത്തനം പോലെ എന്ന് പറയുന്ന ബുക്കിൻ്റെ പേരിലാണ് ആ ബ്ലർബ് വരുന്നത്. സോ ദ ടൈറ്റിൽ ഷുഡ് ബി ഗിവൻ. അപ്പോൾ ടൈറ്റിൽ ഓഫ് ദി ബുക്ക്. ഓക്കെ, ടൈറ്റിൽ നമ്മൾ കൊടുത്തു. ദെൻ നെക്സ്റ്റ് കംസ് ദി ഓഥർ. ഓഥറുടെ പേര് നമ്മൾ പറഞ്ഞു. ആൻഡ് ദെൻ നെക്സ്റ്റ് കംസ് ആദ്യത്തെ ഫസ്റ്റ് പാരഗ്രാഫിൽ വാട്ട് ഓൾ തിങ്സ് ഷുഡ് ബി പ്ലേസ്ഡ്. ഓഥറിനെ പറ്റി പറയുക, ഹിസ് സ്റ്റൈൽ, എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഒരു സ്റ്റൈൽ ഓഫ് പ്രസന്റേഷൻ പോകുന്നത്. ദെൻ അബൌട്ട് ദി പബ്ലിഷിംഗ് ഹൗസ്. പബ്ലിഷിംഗ് ഹൗസ് കൊടുക്കുക. പബ്ലിഷറിനെ പറ്റി പറയാം, ഏത് പബ്ലിഷറാണ് അത് ഏറ്റെടുത്തിട്ടുള്ളത്. ആൻഡ് ദ ഇയർ, ഏത് ഇയറിലാണ് ഇതിന്റെ ഒരു പബ്ലിഷിംഗ് നടക്കുന്നത്. അടുത്ത സെറ്റിൽ നമുക്ക് വി ക്യാൻ ടോക്ക് അബൌട്ട് ദി ബുക്ക്. ഒരു സങ്കീർത്തനം പോലെ എന്ന് പറയുന്ന ആ ഒരു ബുക്കിനെ പറ്റി യു ക്യാൻ ജസ്റ്റ് ടോക്ക്. ദ സെറ്റിംഗ്, ക്യാരക്ടേഴ്സ്, സെറ്റിംഗ് കൊടുക്കുക, ക്യാരക്ടേഴ്സ്, the gist of the story എന്താണെന്നുള്ള അതിന്റെ ഒരു ചെറിയ ജിസ്റ്റ്. ഇറ്റ് ക്യാൻ ഓൾസോ ബി പ്രൊവൈഡഡ് ദർ. ഇനി നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ട് വി ക്യാൻ ജസ്റ്റ് ഗിവ് ദി കോട്ട്. ഒരു കോട്ട് കൊടുക്കാം, either from that book or some other books it can be given. കോട്ട് കൊടുത്തതിന് ശേഷം ആരാണ് ആ കോട്ട് എഴുതിയിരിക്കുന്നത് എന്നുള്ള കാര്യം you just have to give it there. And then towards the end you can just give other books, other works of the same author. പെരുമ്പടവം ശ്രീധരന്റെ മറ്റു ബുക്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതും കൂടെ കൊടുക്കാം. ഇറ്റ്സ് ഓൾ ഗിവൻ ഫ്രം ദിസ്. അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് നിന്ന് തന്നെ എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണത്. ഓക്കെ, അപ്പോൾ ഈ അതർ ഡീറ്റെയിൽസ് ക്യാൻ ഓൾസോ ബി. അദ്ദേഹത്തിന് എന്തെങ്കിലും അവാർഡ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈസ് എൻ അവാർഡ് വിന്നിംഗ് ഓഥർ. ആൻഡ് ഇനി എന്തെങ്കിലും വാട്ട് ആർ ദ തീംസ് ദാറ്റ് ആർ ബീങ് ഡെൽറ്റ് ഇൻ ഹിസ് നോവൽസ്, അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ പ്ലേ ചെയ്യാം. അതാണ് സെറ്റിംഗ്, ജിസ്റ്റ് അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് എന്നൊക്കെയുള്ള ഒരു ഭാഗത്തിൽ നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, സോ ദിസ് ഇസ് ഓൾ അബൌട്ട് എ ബ്ലർബ്. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ യുവർ ബ്ലർബ് ഇസ് ഓക്കെ. ഓക്കെ, now we will just go for the next part. That's 30th question. Okay, which carries 6 marks ആണ് വന്നിട്ടുള്ളത്. Read the following headings. Effect of this lockdown on student times of India. Impact of lockdown on the mental health of students India today. Okay, lockdown has worstly affected the mental health and happiness of our students. You have decided to arise a public opinion on this matter via blog entry. How could it be? Blog entry ആണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ ബ്ലോഗിന് അൾട്ടിമേറ്റ് ആയിട്ട് ഒരു ടൈറ്റിൽ ഉണ്ടാവണം. ആൻഡ് ദെൻ ഇറ്റ് ഷുഡ് ഹാവ് എ ടൈറ്റിൽ വിച്ച് ഇസ് റിലേറ്റഡ് ടു ദിസ് പെർട്ടിക്കുലർ ടോപ്പിക്. അതിനുശേഷം യു ക്യാൻ ജസ്റ്റ് ഗോ ഓൺ. നമ്മൾ സാധാരണ പോകുന്ന പോലെ തന്നെ ഇൻട്രോ കൊടുത്ത് യു ക്യാൻ ജസ്റ്റ് ബിഗിൻ. നിങ്ങളുടെ കോണ്ടന്റ്സ് നിങ്ങളോട് പ്ലേസ് ചെയ്യാം. ഹൗ ദ സ്റ്റുഡൻസ് ഹാവ് ഗോട്ട് അഫക്റ്റഡ് ബൈ ദിസ് ലോക്ക്ഡൗൺ എന്നുള്ള കാര്യം അവിടെ പ്ലേസ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് യു ക്യാൻ ജസ്റ്റ് ഗോ കണ്ടിന്യൂസ്ലി മുന്നോട്ട് പോവാം. ആൻഡ് ടുവേർഡ്സ് ദി എൻഡ് നിങ്ങളുടെ ഏതാണോ ആരുടെ ബ്ലോഗാണോ എന്നുള്ള ഒരു പേരും ഇറ്റ് ഷുഡ് ഓൾസോ ബി മെൻഷൻ ഇൻ ദാറ്റ് ബ്ലോഗ് എൻട്രി. ഓക്കെ, ബ്ലോഗ് എൻട്രി ഇറ്റ്സ് നോട്ട് എ വെരി ബിഗ് ഡീൽ. ടൈറ്റിൽ ഉണ്ടായിരിക്കണം. ദ ഐഡിയ ഷുഡ് ബി ഓർഗനൈസ്ഡ് വെരി ക്ലിയർലി. അപ്പോൾ ലാസ്റ്റ് ക്ലാരിറ്റി ആൻഡ് യു ഹാവ് ടു അക്നോളജ് നിങ്ങൾ അല്ലെങ്കിൽ എന്താ അപ്രോപ്രിയേറ്റ്നെസ്, നിങ്ങളുടെ കൊടുത്തിരിക്കുന്ന ലാംഗ്വേജും അപ്രോപ്രിയേറ്റ് ആണെന്നുള്ളത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ബ്ലോഗ് എൻട്രി ഇസ് റിയലി ഓക്കെ. അപ്പം നിങ്ങളുടെ കോണ്ടന്റ് എന്താണെന്നുള്ള കാര്യത്തെപ്പറ്റി യു ഷുഡ് ബി വെരി ഷുവർ അബൌട്ട് ദാറ്റ്. ഓക്കെ, നെക്സ്റ്റ് കംസ് ഇമാജിൻ ദാറ്റ് യു ആർ എ ലേഡി അസിസ്റ്റന്റ് ഇൻ ദ പ്ലേ. പോസ്റ്റ് early for Christmas, you decide to write a letter of apology to the Postmaster General, stating your innocence and requesting him to reinstate you on duty. Write a likely letter. So, is it a friendly letter or a non-friendly letter? Obviously, ഒരു പോസ്റ്റ് മാസ്റ്റർ ഒക്കെ എഴുതുന്നതാണ് ആസ് എ പോസ്റ്റൽ അസിസ്റ്റന്റ്. അപ്പോൾ നിങ്ങൾ എഴുതുന്നതാണ്. സോ ഇറ്റ്സ് എ ഫോർമൽ ലെറ്റർ. ഫോർമൽ ലെറ്ററിന്റെ ഫോമാറ്റ് തന്നെ ഇറ്റ്സ് എ ലെറ്റർ ഓഫ് അപ്പോളജി. നിങ്ങൾ അപ്പോളജൈസ്, നിങ്ങൾ ചെയ്ത ഒരു പ്രശ്നത്തിന് യു ആർ അപ്പോളജൈസിങ്. സോ ഫോർമൽ ലെറ്ററിന്റെ അതേ ഫോമാറ്റിൽ തന്നെ എഴുതുക. ആദ്യം തന്നെ ഇറ്റ് ഷുഡ് ഹാവ് എ from address, date, to address,
then salute, address the person whom you are writing the letter to. Subject, apology letter about this one. Then you can just start with, I'm writing this to apologize on this particular topic. എന്ന് പറഞ്ഞിട്ട് അപ്പോളജി കൊടുക്കുക. then you can just state നിങ്ങളുടെ അവസ്ഥ ഇതൊക്കെയായിരുന്നു എന്നുള്ളത് നിങ്ങളുടെ നെക്സ്റ്റ് സബ്സിക്വന്റ് ആയിട്ടുള്ള നെക്സ്റ്റ് വരുന്ന ലൈൻസിൽ you can just place that, and then towards the end you can just say that I would like your sincere cooperation, അല്ലെങ്കിൽ hope you will understand my innocence, and I request you to reinstate me to the on duty എന്ന് പറഞ്ഞിട്ട് അത് കൺക്ലൂഡ് ചെയ്യുക. towards the end you are sincerely your sign and name. okay, ഫോർമൽ ലെറ്ററിന്റെ അതേ ഫോമാറ്റ് തന്നെയാണ്. വെദർ ഇറ്റ് ക്യാൻ ബി എ ലെറ്റർ ഓഫ് എൻക്വയറി. അപ്പോൾ ലെറ്ററും ഇറ്റ്സ് എ വെരി ഷുവർ ക്വസ്റ്റ്യൻ ലെറ്റർ. ഇറ്റ് ക്യാൻ എയ്തർ ബി ആൻ അപ്പോളജി, ഇറ്റ് ക്യാൻ എയ്തർ ബി എ നോർമൽ ഫോർമൽ ലെറ്റർ, ഇറ്റ് ക്യാൻ എയ്തർ ബി ആൻ അപ്പോളജി ഓർ എൻക്വയറി. ഏത് തരത്തിലാണെങ്കിലും ഇറ്റ്സ് ഓൾസോ എ ഫോർമൽ ലെറ്റർ. ഓക്കെ, ആൻഡ് ദെൻ ബ്ലോഗ് എൻട്രി നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. വി ഹാവ് ഡിസ്കസ്ഡ് ബ്ലർബ് ടു. ഓക്കെ, ഇതാണ് ഇപ്പോൾ ഫ്രീക്വൻ്റ്ലി നമ്മൾ കണ്ടിട്ടുള്ള ഫോമാറ്റ്സ് എന്ന് പറയുന്നത്. നൗ വിൽ ജസ്റ്റ് ഗോ ഫോർ ദി നെക്സ്റ്റ് question. Enquiry Madai, a Kenyan environmental and political activist, always nurtures a sensitive and reverential love for nature. She won the Nobel Prize for Peace in 2004 for her contribution to sustainable development. Democracy and Peace prepare an article about her to be published in your school magazine. Or article എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് about Enquiry Madai. And what can be this article all about? നിങ്ങളുടെ ഈ ആർട്ടിക്കിളിൽ what all things should be there? ആർട്ടിക്കിളിന്റെ മേജർ തിങ് ഇസ് ലൈക്ക് എ ടൈറ്റിൽ. നിങ്ങൾ ആരെ പറ്റിയിട്ടാണോ ആർട്ടിക്കിൾ എഴുതുന്നത് അതിനെ പറ്റിയിട്ട് ഒരു ടൈറ്റിൽ കൊടുക്കുക. ദെൻ ഓൾ ദി തിങ്സ് അബൌട്ട് നമ്മൾ പഠിച്ചതാണ് വാങ്കാരി മാധവിനെ പറ്റിയിട്ട്. ഷീ ഈസ് എ കെനിയൻ ആക്ടിവിസ്റ്റ്, എൻവയോൺമെന്റലിസ്റ്റ് ആണ്. ഷീ അഡ്വക്കേറ്റഡ് ഫോർ മാറ്റേഴ്സ് ലൈക്ക് പീസ്, ഡെമോക്രസി എക്സെട്ര. ആൻഡ് ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് അവർ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഷീ ഗോട്ട് നോബൽ പ്രൈസ്. ഇത്തരത്തിലുള്ള കോണ്ടന്റ്സ് ആർ ഓൾസോ ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ്. ഓൾ ദീസ് തിങ്സ് ഷുഡ് ബി പ്ലേസ്ഡ് ഇൻ ദാറ്റ് ആർട്ടിക്കിൾ. ഇവരെ പറ്റിയിട്ടാണ് നമ്മൾ മാഗസിൻസിലൊക്കെ ആർട്ടിക്കിൾസ് വായിക്കാറുണ്ട്. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഫിലിം സ്റ്റാറിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു വിന്നിങ്ങിനെ പറ്റിയിട്ടോ ഒക്കെ നമ്മൾ ആർട്ടിക്കിൾസ് വായിക്കാറുണ്ട്. സോ അവരുടെ ചൈൽഡ്ഹുഡ് മുതലുള്ള മെയിൻ ആയിട്ട് നമ്മൾ ആൾക്കാരെ ഇൻസ്പയർ ചെയ്യിക്കുന്ന രീതിയിൽ എത്രത്തോളം അവർ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഇറ്റ് ഷുഡ് ബി മെൻഷൻഡ്. ഓക്കെ, അപ്പോൾ ഒരു ലോജിക്കലി നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ്സ് ഐഡിയാസ് ഷുഡ് ബി അറേഞ്ച്ഡ് ഇൻ ദിസ്. അപ്പോൾ എങ്ങനെയാണ് ഹൗ ആർ യു പ്ലേസിങ് യുവർ ഐഡിയാസ് എന്നുള്ളത് ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ് വെൻ യു ആർ റൈറ്റിംഗ് ആൻ ആർട്ടിക്കിൾ. ടൈറ്റിൽ വിട്ടിട്ട് ഒരു കളിയില്ല, ബിക്കോസ് ദ ടൈറ്റിൽ ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. ആൻഡ് ദെൻ അതിനെ ഫോളോ ചെയ്തിട്ട് യു ഹാവ് ടു ഗിവ് എൻ ഇൻട്രൊഡക്ടറി ലൈൻ. ഇന്നൊരാളാണ്. ഇപ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ ഇഫ് ഷീ ഈസ് നോട്ട് നോൺ ടു സം ഓഫ് ദി പേഴ്സൺസ്, ആ ഒരു ഫസ്റ്റ് ഇൻട്രൊഡക്ടറി സെക്ഷനിൽ തന്നെ യു ഷുഡ് ബി ദ വൺസ് ഹു ആർ റീഡിംഗ് ദാറ്റ് വൺ ഷുഡ് ഗെറ്റ് ആൻ എ ക്ലിയർ ഐഡിയ. വായിക്കുന്ന ആൾക്കാർക്ക് ആദ്യത്തെ ഒരു 1-2 ലൈൻ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാണ്, ഓ ഷീ ഈസ് സച്ച് എൻ വൺ, ഇവർ ഇന്നൊരു ഫീൽഡിൽ നിൽക്കുന്ന ഇത്തരത്തിലുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് ദേ ഷുഡ് ഗെറ്റ് ആൻ ഐഡിയ. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ വേണം നിങ്ങളുടെ ആർട്ടിക്കിൾ പ്ലേസ് ചെയ്ത് പോവാൻ. സോ ഇറ്റ്സ് ഓൾസോ ദർ ഇൻ യുവർ സ്കൂൾ മാഗസിൻ. സ്കൂൾ മാഗസിനിലേക്ക് പബ്ലിഷ് ചെയ്യാനുള്ളതാണ്. സോ ദാറ്റ് ഇസ് ഓൾ അബൌട്ട് ദറ്റ് ആർട്ടിക്കിൾ റൈറ്റിംഗ്. അപ്പോൾ നമ്മൾ ആർട്ടിക്കിൾ റൈറ്റിംഗ് ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല, ഇറ്റ്സ് നോട്ട് സീൻ. അപ്പോൾ ഇപ്പം ഇതിലേതായാലും നമ്മൾ വി ജസ്റ്റ് ഹാവ് സീൻ ദാറ്റ് ടൈറ്റിലിൻ്റെ കാര്യം ഒരിക്കലും മറന്നു പോകാതിരിക്കാൻ നോക്കുക. Okay, again we are having an advertisement or advertisement കണ്ടു. അപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും it is of another question which is having letter application letter for applying for a job as well as a CV. അപ്പോൾ ഇവിടെ ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ട്. മാക്സ്വെൽത്ത് ആൻഡ് കമ്പനി 133 മറൈൻ സ്ട്രീറ്റ്. അപ്പോൾ ചോദിച്ചിട്ടുണ്ട് ഓഫീസ് അസിസ്റ്റൻസിന് വേണ്ടിയിട്ടാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഐ മീൻ ഒരു CV നമ്മൾ റെഡിയാക്കേണ്ടത്. ഇവിടെ എലിജിബിലിറ്റി ഇസ് ഗിവൻ, ഏജ് ഇസ് ഓൾസോ ഗിവൻ, കോൺടാക്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ ഇസ് a renowned logistics company has invited applications for the post of office assistants. Imagine that you are the graduate and would like to apply for the post. Prepare a job application letter and resume. CV അയച്ചു കൊടുക്കുക. അപ്പോൾ ജോബ് ആപ്ലിക്കേഷൻ ലെറ്ററിനും ഈ പറഞ്ഞ പോലെ തന്നെ ഇറ്റ്സ് ജസ്റ്റ് ഹാവിംഗ് ദ സെയിം ഫോർമാറ്റ് ഓഫ് എ formal letter. Formal letter na adhe format aanu. We should begin with a from address, date to, then we should give that salutation dear sir kodukka. Then the subject should also be mentioned. Then ആദ്യം പറയേണ്ടത് from where have you seen that particular advertisement. ഇപ്പോൾ നിങ്ങൾ ന്യൂസ് പേപ്പറിലാണോ or through some other social media platforms അതാണെങ്കിൽ it should be just mentioned in the first paragraph. ആദ്യത്തെ പാരഗ്രാഫിൽ it should be mentioned. Okay, then towards the next paragraph, why are you just applying for this particular job? ആ ഒരു കാര്യം പ്ലേസ് ചെയ്യാം. then you can just give I would like to apply for this job എന്ന് പറഞ്ഞിട്ട് you can just continue. and then you can just say കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോഴേക്കും you can just say that I'm attaching my CV along with this application എന്ന് പറഞ്ഞിട്ട് you can just attach your CV.
Okay, next comes the CV part. CV is such an important one. We shouldn't omit any of the necessary details. അവിടെ നിങ്ങളുടെ എന്ത് കാര്യമാണുള്ളത് all those details should be mentioned. അപ്പം your name, your email address, your contact information, your educational details, then what all things, experience, and your achievements, your skills, all these things should be mentioned in your CV. ഇനി furthermore എല്ലാം കഴിഞ്ഞിട്ട് തീർന്നു CV തീർന്നു എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്, you should include an acknowledgement part. ഈ മേലെ എഴുതി വെച്ചിരിക്കുന്ന സാധനങ്ങൾ നിങ്ങൾ തന്നെയാണ് എഴുതിയിട്ടുള്ളത് എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി you just have to give the acknowledgement part. അപ്പം I assure that all the above given details are true, അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് ഇത് കൊടുത്തിട്ടുള്ളത് എന്ന് നിങ്ങൾ acknowledge ചെയ്യുക. Then towards the end your sign as well as your name. Okay, so I hope the CV is also clear for you. അപ്പോൾ ഇത് രണ്ടും കൂടെ എഴുതി വെച്ച് കഴിഞ്ഞാൽ it's a very simple one. CV ഒക്കെ എന്ന് പറഞ്ഞാൽ if you are having all those things, just അതങ്ങ് പ്ലേസ് ചെയ്ത് പോയാൽ മാത്രം മതി. So you are getting 8 marks out of that. അപ്പം don't just miss the chance. ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ആണ്, especially these letters as well as blurb. ഫോർമാറ്റ് ക്രിയേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ it is very easy to score marks. So we'll go for the next one. It is of a speech. ഒരു സ്പീച്ച് ആണ്, ഡെലിവർ എ സ്പീച്ച് ഓൺ ഡ്രഗ് അബ്യൂസ്, സോഷ്യൽ മാനേഴ്സ്, ഡ്രാഫ്റ്റ് സ്ക്രിപ്റ്റ് ഓഫ് ദ സ്പീച്ച്. സ്പീച്ചാണ്, നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളതാണ്, ഇഷ്ടംപോലെ പ്രസംഗങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇറ്റ് ഷുഡ് അഡ്രസ് ദി ഓഡിയൻസ്. ഒന്ന് സല്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു രാവിലെ ആണെങ്കിൽ ഗുഡ് മോർണിംഗ് പറഞ്ഞ് പോവാം. അഡ്രസ് ദി ഓഡിയൻസ്, ഓഡിയൻസിനെ അഡ്രസ് ചെയ്യുക. ദെൻ സ്റ്റാർട്ട് വിത്ത് ദി ടോപ്പിക്. നിങ്ങൾ എന്ത് ടോപ്പിക് ആണോ പറയാൻ പോകുന്നത് അതിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു 2-3 സ്റ്റേറ്റ്മെന്റ്സ് കൊടുക്കുക, 2-3 സെന്റൻസസ് കൊടുക്കുക. ഓക്കെ, ദെൻ യു ക്യാൻ ഡീൽ വിത്ത് ദ ടോപ്പിക്. അതിനെ പല പല സംഭവങ്ങളായിട്ട് തിരിച്ച് യു ക്യാൻ ജസ്റ്റ് കണ്ടിന്യൂ. ആൻഡ് ടുവേർഡ്സ് ദി എൻഡ്, കഴിഞ്ഞു നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് അവസാനത്തിലേക്ക് ആകുമ്പോഴേക്കും ഈ കേട്ടോണ്ടിരുന്നവർക്ക് ഒരു നന്ദിയൊക്കെ പറയാം. താങ്ക്സ് ഫോർ ലിസണിങ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു കാര്യം ഇവിടെ പ്ലേസ് ചെയ്യുക. Then you can just conclude. Okay, thank you for listening. Anu parayittu you can just conclude it. And your topic maranu poyarudhu, verude blah blah adichu poyittu kariyilla. Drug abuse aanu a social menace. Okay, so it's a very relevant topic. Adinte relevancy ippathe nadakkunna sahacharyatile കാര്യങ്ങൾ വെച്ച്, സോഷ്യൽ കറണ്ട് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് you can just place your speech. Then സ്പീച്ചിൽ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, anecdotes, ചെറിയ ചെറിയ കഥകൾ ഇൻക്ലൂഡ് ചെയ്ത് പോവാം. വെറുതെ ബോറിംഗ് ആയിട്ട് പോയി കഴിഞ്ഞാൽ none of them will listen to your speech. സോ അനക്ഡോട്ട്സ് ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ തന്നെ റെട്ടറിക്കൽ ക്വസ്റ്റ്യൻസ്. എന്താണ് വാട്ട് ആർ റെട്ടറിക്കൽ ക്വസ്റ്റ്യൻസ്? നമുക്കറിയാം, ശരിയല്ലേ എന്നൊക്കെ നമ്മളിങ്ങനെ ചോദിക്കാറല്ലേ. അപ്പം അറിയുന്ന ക്വസ്റ്റ്യൻസ് വെറുതെ ആൾക്കാരുടെ ഒരു അറ്റൻഷൻ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് യു ക്യാൻ ജസ്റ്റ് യൂസ് സച്ച് ക്വസ്റ്റ്യൻസ് ടു. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ക്വട്ടേഷൻസ് യൂസ് ചെയ്യാം. ബട്ട് യൂസ് ക്വട്ടേഷൻസ് ഓൺലി ഇഫ് യു ആർ ഷുവർ ഓഫ് ദാറ്റ്. വെറുതെ ക്വട്ടേഷൻ ഇങ്ങനെ കൊടുത്തിട്ട് അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ലീഡ് ടു ലൂസ് യുവർ മാർക്സ്. അപ്പോൾ ക്വട്ടേഷൻസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് യൂസ് ഇറ്റ് ഇൻ ദ റിപ്പോർട്ടഡ് മാനർ. റിപ്പോർട്ടഡ് സ്പീച്ചിന്റെ മാനറിൽ കൊടുക്കുക. റിപ്പോർട്ടഡ് സ്പീച്ച് എഴുതാൻ പറ്റുന്നില്ല, പിന്നെയാണ് മിസ് എന്താണ് സ്പീച്ചിൽ അത് കൊടുക്കാൻ പറയുന്നത് അല്ലേ. ഇഫ് യു ആർ വെരി ഷുവർ ഓഫ് ദാറ്റ് യു ക്യാൻ ജസ്റ്റ് യൂസ് ഇറ്റ്, അതർവൈസ് ജസ്റ്റ് ഒമിറ്റ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ്സ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ക്രിയേറ്റ് എ വണ്ടർഫുൾ സ്പീച്ച് ഔട്ട് ഓഫ് ദാറ്റ്. ഓൾ റൈറ്റ്, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് എ സ്പീച്ച്. ദെൻ വിൽ ജസ്റ്റ് ഗോ ഫോർ ദി ഫൈനൽ വൺ ഫ്രം ദിസ് ക്വസ്റ്റ്യൻ പേപ്പർ. നമ്മുടെ ലാസ്റ്റ് തീരാനാവുമ്പോഴുള്ള കമ്പാരിസൺ. 2 poems. One will be a non poem for you, and the other one it will be all right. So we are having the last question here, comparison. 2 poems ഉണ്ട്. സിമ്പിൾ ആണ്, കാരണം ഒരു പോയം നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഇനി ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് തന്നിട്ടുള്ളത് എന്തെങ്കിലുമൊക്കെ വഴിയിൽ ഒന്നാമത് നിങ്ങൾക്ക് അറിയുന്ന പോയുമായിട്ട് എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കമ്പാരിസൺ കൊടുക്കാം, ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഇവിടെ നോക്കിയേ, റീഡ് ദ പോയം ഗിവൻ ബിലോ, കമ്പയർ ദ പോയം വിത്ത് എനി വിമൻ റിട്ടൺ ബൈ കാത്രീൻ ടെറൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഓൾറെഡി ഒരു പോയം കൊടുത്തിട്ടുണ്ട്, മദർ ഓ മൈൻ, റുഡിയാർഡ് കിപ്ലിങ്ങിന്റെ ആണ്. ഹീസ് എ കൊളോണിയൽ റൈറ്റർ. നമുക്ക് അറിയുന്നതാണ് റുഡിയാർഡ് കിപ്ലിങ്ങിന്റെ കാര്യങ്ങളൊക്കെ. ആൻഡ് ഇഫ് ഐ were hanged on the highest hill, mother o' mine, I know whose love would follow me still, mother o' mine. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇറ്റ്സ് ഓൾ അബൌട്ട് മദേഴ്സ് ലവ്. മേലെ നമ്മുടെ പോയം എന്താ, എനി വിമൻ. ഏത് വിമന്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും there will also be mothers, there will also be sisters അല്ലേ. അപ്പോൾ അവിടെയും പ്രോമിനന്റ് ആയിട്ട് വരുന്ന ഒരു പെർട്ടിക്കുലർ ഇമോഷൻ, ഒരു ഫീലിംഗ് എന്താ, ഇറ്റ്സ് ഓൾ അബൌട്ട് ലവ്, ദ കെയർ,
the support system that women act as. Sneham, love, care, the attention, the support, all these things are the things whenever we deal with a women character just comes to our mind. അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് അങ്ങോട്ട് ഒരുപാട് ഭീകരമായിട്ട് ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. ബാക്കി ഇവിടെ നിന്ന് വായിച്ചു നോക്കിയേ. I know whose tears would come down to me, mother o' mine, if I were damned of body and soul, I know whose prayers would make me all, mother o' mine. അപ്പോൾ ഇവിടെ നോക്കിയേ. അപ്പോൾ എനിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എൻ്റെ കൂടുതൽ എപ്പോഴും ഉണ്ടാവുക ഇറ്റ് വിൽ ബി മൈ മദേഴ്സ് ലവ്, ഇറ്റ് വിൽ ബി മൈ മദേഴ്സ് കെയർ. സെയിം തീം തന്നെയാണ് എനി വിമനിലും വരുന്നത്. സോ വാട്ട് യു ഹാവ് ടു ഡു ഇസ് the thing only that you have to do is we are going for the appreciation എന്നുള്ള രീതിക്ക് പോയി കമ്പാരിസൺ ആണ് അവിടെ നമ്മൾ നോക്കുന്നത്. യു വിൽ ഹാവ് ടു ഡിസ്ക്രൈബ് ഇന്ന പോയമാണ് നമ്മൾ എടുക്കുന്നത്. The author is this one and any women എന്നുള്ളത് that is this poem and the major themes that both the poems share is this എന്ന് പറഞ്ഞു കൊടുക്കാം. Then you can just take one poem, ആ ഒരു പോയത്തിന്റെ തീം മെൻഷൻ ചെയ്ത് പോവുക, what all are the poetic devices used in it എന്നുള്ളത് കൊടുക്കുക. Then ഈ ഒരു പോയം എടുക്കുക, give the theme. നമുക്ക് ഇതിൽ നിന്ന് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, എല്ലാം മനസ്സിലാവുന്ന പറയുന്നില്ല, but still നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. You can just place that in an order. അടുത്ത പാരഗ്രാഫിൽ അത് പ്ലേസ് ചെയ്യുക. അടുത്ത പാരഗ്രാഫിൽ എന്ത് ചെയ്യുക, രണ്ട് പോയംസും കൂടെ കമ്പയർ ചെയ്ത് ഒരു അവിയൽ പരുവത്തിൽ അങ്ങോട്ട് ആക്കി വെക്കുക. ഓക്കെ, അപ്പോൾ അതിനുശേഷം യു ക്യാൻ ജസ്റ്റ് പ്ലേസ് ഇറ്റ്. നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് അറിയുന്ന പോയം നല്ല ഭംഗിയായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രസന്റ് ചെയ്യാം. ഇത് ചിലപ്പം മേ ബി യു മേ ഹാവ് സം കൺഫ്യൂഷൻസ്, ഇതിൽ നിന്ന് നമുക്ക് വായിച്ചിട്ട് മനസ്സിലാവുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ ജസ്റ്റ് മേക്ക് ഷുവർ ദാറ്റ് യു ആർ പ്രസന്റിങ് ഇറ്റ് ഇൻ എ ലൈക്ക് വൈസ് മാനർ. ആൻഡ് ദെൻ പോയറ്റിക് ഡിവൈസസ്, നമ്മുടെ പെർസണിഫിക്കേഷൻ ഉണ്ടോ, മെറ്റഫർ ഉണ്ടോ, സിമിലി ഉണ്ടോ, സിനോണിംസ് ഉണ്ടോ, ഓൾ ദീസ് തിങ്സ് ഷുഡ് ബി മെൻഷൻ. റൈം സ്കീം ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അത് എഴുതുക. ദെൻ വാട്ട് അബൌട്ട് ദി തീം, എന്താണ്, വാട്ട് ഇസ് ദ ടോൺ ഓർ ദി സ്റ്റൈൽ ഓഫ് ദി പോയം, എന്താണോ, വാട്ട് എവർ യു അണ്ടർസ്റ്റാൻഡ് യു ക്യാൻ ജസ്റ്റ് പ്ലേസ് ദാറ്റ് ദർ. Okay, and towards the end you can just conclude by saying that both the poems are having this much of comparisons, അല്ലെങ്കിൽ this much of similarities. Okay, എന്ന് പറഞ്ഞിട്ട് you can just conclude your comparison. Okay, so hope that one is also clear for you. നിങ്ങൾക്ക് അതിനെ പറ്റിയും ഒരു ഏകദേശ ഒരു ധാരണ, എങ്ങനെയാണ് അത് പ്രസന്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു. The only thing that you have to concentrate is on the poem that you have already studied. പഠിച്ച പോയം വൃത്തിയായിട്ട് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ബാക്കിയുള്ളത് ഇറ്റ് ക്യാൻ ബി ജസ്റ്റ് ഒരു കുറച്ച് ട്വിസ്റ്റിംഗ് ആയിട്ടൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് എയറടിച്ചൊക്കെ കയറ്റി കഴിഞ്ഞാൽ കുറേയൊക്കെ അങ്ങോട്ട് മുന്നോട്ട് പോയിക്കോളും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് പോയം ടു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് അവിടെ നോക്കാനുള്ളൂ. അപ്പോൾ ഫ്രീക്വൻറ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ്, രണ്ട് പേപ്പർ ഡിസ്കസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് വൺ ഇസ് ബ്ലോഗ് എൻട്രി, സെക്കൻഡ് വൺ ഇസ് ബ്ലർബ്, പിന്നെ നമുക്ക് എസ്സേസ് വരുന്നുണ്ടായിരുന്നു, ആൻഡ് ദെൻ ദി അനദർ വൺ ഇസ് ജോബ് ആപ്ലിക്കേഷൻ ആസ് വെൽ ആസ് CV. ഇത്രയും ഇറ്റ്സ് എ വെരി മസ്റ്റ് തിങ്. പിന്നെ നമ്മുടെ ഇൻട്രൊഡക്ടറി പാരഗ്രാഫ്സ് ഒക്കെ നിങ്ങളുടെ ചാപ്റ്റേഴ്സ് വളരെ തറവാക്കി കൊണ്ടുപോവാം. ഒരു കാര്യം കൂടെ നമ്മൾ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടത് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് തിരിച്ചറിയണം. ഇവിടെ അവർ ജസ്റ്റ് നിങ്ങൾ ഇന്നൊരു സാധനം വെച്ച് തുടങ്ങുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് നമ്മുടെ സെന്റൻസിലെ ഒബ്ജക്റ്റ് ആണ്. നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത് ആക്റ്റീവ് ടു പാസീവ് കൺവേർട്ട് ചെയ്യാനെന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാലേ അവിടെ ആ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ഐ ഹോപ്പ് ദാറ്റ് വൺ ഇസ് ക്ലിയർ ഫോർ യു. ബൈ എവിടെയാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ്, ഹൗ ടു കൺവേർട്ട് ആക്റ്റീവ് ടു പാസീവ്, ഓരോ ടെൻസിനും ദാറ്റ് ഹാസ് ഗോട്ട് സം കൺവേർഷൻ റൂൾസ്. അതറിയുകയാണെങ്കിൽ ഇറ്റ് ഇസ് വെരി സിമ്പിൾ ടു റൈറ്റ്. ടക്കേന്ന് പറഞ്ഞ സാധനങ്ങൾ ചെയ്തു പോവാം. ഓക്കെ, വൈൽ ഡൂയിങ് റിപ്പോർട്ടഡ് സ്പീച്ച് ഓൾസോ സ്റ്റേറ്റ്മെന്റിന് എന്താണ്, ക്വസ്റ്റ്യൻസിന് എങ്ങനെയാണ്, യെസ് ഓർ നോയ്ക്ക് എങ്ങനെയാണ്, കമാൻഡ്സ് ആൻഡ് റിക്വസ്റ്റ് ഹൗ ഷുഡ് ബി റിപ്പോർട്ടഡ്. ഓക്കെ, ആ കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ദാറ്റ് ഇസ് ഓൾ അബൌട്ട് ദാറ്റ് ഐ ഹാവ് ടു സേ ടു യു. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്സ് നല്ല രീതിക്ക് വായിക്കുക. ഡോണ്ട് ഫർഗെറ്റ് അബൌട്ട് ദ തിങ് ഓഫ് നോട്ട് മേക്കിംഗ്. ദിസ് ഇസ് നോട്ട് ദ ഫൈനൽ എക്സാം, യു ഹാവ് ഗോട്ട് സം മോർ ടൈം ഫോർ യുവർ ഫൈനൽ എക്സാം. അപ്പോൾ അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് നോട്ട്സ് മേക്ക് ചെയ്ത് വെക്കാം, സോ ദാറ്റ് ഇറ്റ് വിൽ ബി ഈസി ഫോർ യു ടു റിവൈസ് യുവർ ചാപ്റ്റേഴ്സ് വെൻ യു ആർ പ്രിപ്പയറിംഗ് ഫോർ യുവർ ഫൈനൽ ആനുവൽ എക്സാം. ഓക്കെ, അപ്പോൾ ആ കാര്യത്തിൽ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഫ്രീക്വൻ്റ്ലി നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ഫ്രീക്വൻ്റ്ലി ഏത് ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. സോ ജസ്റ്റ് ഗിവ് സ്ട്രെസ് ടു ദാറ്റ് പെർട്ടിക്കുലർ വൺ എന്ന് വിചാരിച്ച് മറ്റേതവിടെ വേണ്ട എന്ന് വെക്കണം എന്നല്ല. emphasis should be given to some of the frequently asked chapters. അപ്പോൾ ആ കാര്യം ഒന്ന് മനസ്സിൽ വെക്കുക. So that is all about today's question papers. Hope this was a useful thing for you. അപ്പോൾ ഇനിയുള്ള ടൈം you can just go for your self studies. നിങ്ങളുടേതായിട്ടുള്ള പ്രിപ്പറേഷൻസിന് യൂട്ടിലൈസ് ചെയ്യാം. So that's it. All the best for your exams. See you in another video. Bye bye.